ദൃശ്യ പോരാട്ടം 2025 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആലപ്പാട് ഗോൾഡ്, പാല, മുണ്ടക്കയം, കറുകച്ചാൽ. സ്പോൺസേർഡ് ബൈ മേരി ക്വീൻസ് ഹോസ്പിറ്റൽ, 26 മൈൽ, കാഞ്ഞിരപ്പള്ളി. നമസ്കാരം. ആലപ്പാട് ഗോൾഡ് ദൃശ്യ പോരാട്ടത്തിലേക്ക് സ്വാഗതം. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെയും രാഷ്ട്രീയ ചരിത്ര പ്രമുഖ വ്യക്തിത്വമായ AJ ജോണിൻ്റെയും എല്ലാം മണ്ണാണ് തലയോലപ്പറമ്പ്. തലയോലപ്പറമ്പിലാണ് ദൃശ്യ പോരാട്ടവുമായി എത്തിയിരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ, തലയോലപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിൽ 5 വർഷക്കാലത്തെ വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യാം. ഇതിൽ പൊതുജനങ്ങളും പങ്കെടുക്കുന്നുണ്ട്. നമുക്ക് ആദ്യമായി പ്രസിഡന്റിലേക്ക് പോകാം. ഒന്ന് ഇവിടെ പങ്കെടുക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ പരിചയപ്പെടുത്താം. പ്രസിഡന്റ് ഷിജി വിൻസെന്റ്, പ്രതിപക്ഷത്തു നിന്നും ജോസ് വേലിക്കകം, LDF പ്രതിനിധി അനിൽ ചെള്ളാങ്കൽ, UDF പ്രതിനിധി ദേവരാജൻ. പ്രസിഡന്റ്, നമുക്ക് പ്രസിഡന്റിൽ നിന്ന് തന്നെ തുടങ്ങാം. ഈ 5 വർഷക്കാലം തലയോലപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങൾ ഒരു 5 മിനിറ്റിനുള്ളിൽ ചുരുക്കി പ്രധാനപ്പെട്ട പോയിന്റ് ഒന്ന് പറയാം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഷിജി വിൻസെൻ്റ്. ഞാൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റാണ്. ഈ കഴിഞ്ഞ 5 വർഷക്കാലം തലയോലപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിൽ ചെയ്ത ചെറുതും വലുതുമായ കാര്യങ്ങളെക്കുറിച്ച് 5 മിനിറ്റിനുള്ളിൽ സംസാരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വികസന നേട്ടത്തിൽ എനിക്ക് ആദ്യമായി പറയുവാനുള്ളത്, തലയോലപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് ഈ കാലയളവിൽ ഭരണസമിതി കയറുമ്പോൾ പഴയ പഞ്ചായത്ത് ഓഫീസിൻ്റെ അവസ്ഥ നാട്ടിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. 15 ജനപ്രതിനിധികൾ കയറി വന്നാൽ ഒന്നിച്ചിരിക്കാൻ കസേരയില്ലാത്ത സ്ഥലത്തു നിന്നും നമ്മൾക്ക് ഒരു മാറ്റം ആവശ്യമാണ് എന്ന് തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ പുതിയ കെട്ടിടം ബസ് സ്റ്റാൻഡിൻ്റെ അകത്തേക്ക് മാറ്റുവാനായിട്ട് സാധിച്ചു എന്നുള്ള ഒരു വലിയ നേട്ടം ഞാനിവിടെ ചൂണ്ടിക്കാണിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്തിൻ്റെ ഉള്ളിൽ പ്രവർത്തിച്ചിരുന്ന LSGയുടെ ഓഫീസ്, VOയുടെ ഓഫീസ്, NREGയുടെ ഓഫീസ്, കുടുംബശ്രീയുടെ ഓഫീസ്, ഇത്രയും സ്ഥാപനങ്ങളും കൂടി നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകുവാൻ സാധിച്ചു എന്നുള്ളതിൽ വളരെ അഭിമാനമുണ്ട്. ഗ്രാമപഞ്ചായത്തിലെ നാട്ടിലെ ജനങ്ങൾക്ക് സേവനം കൊടുക്കേണ്ട ഒരു കാര്യാലയമാണ് എന്ന് നമുക്ക് കൃത്യമായിട്ടറിയാം. ആ കാര്യാലയത്തിൽ വരുന്ന ആളുകളുടെ ജീവനും സ്വത്തിനും സുരക്ഷിതത്വം ഏർപ്പെടുത്തുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ജീവനക്കാർക്കും സുരക്ഷിതത്വം വേണം. ആ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ പുതിയ ഓഫീസിൻ്റെ പ്രവർത്തനം പൂർത്തീകരിച്ച് അങ്ങോട്ട് കൊണ്ടുപോകുവാനായിട്ട് സാധിച്ചത്. അതേപോലെ തന്നെ നമുക്കറിയാം, നമ്മൾ ഏറ്റവും കൂടുതൽ നാട്ടിലെ ആളുകൾ അഭിമുഖീകരിക്കുന്നത് മാലിന്യ പ്രശ്നങ്ങളാണ്. ഈ കഴിഞ്ഞ 5 വർഷക്കാലത്തിന് മുമ്പ് നമ്മളുടെ നാടിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് കുമിഞ്ഞുകൂടി കിടന്നിരുന്ന പ്ലാസ്റ്റിക്കുകൾ, അതേപോലെ തന്നെ പൊതുജനങ്ങൾ വലിച്ചെറിയുന്ന നാപ്കിൻ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ പല പ്രദേശങ്ങളിലും, ഈ തൊട്ടടുത്ത പ്രദേശം പറയുവാണെങ്കിൽ പഴയ രാഗം തിയേറ്ററിൻ്റെ മുമ്പിലത്തെ അവസ്ഥ നിങ്ങൾക്ക് ഏറെ നിങ്ങളുടെ ശ്രദ്ധയിലുള്ള ഒരു കാര്യമാണ്. ആ മാലിന്യങ്ങളെല്ലാം തന്നെ ഈ ഭരണസമിതിയുടെ കാലത്ത് നീക്കം ചെയ്യും. ഞാൻ രാഗം തിയേറ്റർ പറഞ്ഞത് അടുത്തുള്ള സ്ഥലമായതുകൊണ്ട് ചൂണ്ടിക്കാണിച്ചത് മാത്രമേ ഉള്ളൂ. പാലാങ്കടവ്, വടയാർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെല്ലാം മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുന്ന ഒരവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും, നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിൽ അങ്ങനെ ഒരു മാലിന്യ കൂമ്പാരം എന്ന് പറയുവാൻ പറ്റുന്ന രീതിയിലേക്ക് ചൂണ്ടിക്കാണിക്കുവാൻ പറ്റുന്ന ഒരിടം ഇല്ല എന്ന് തന്നെ വളരെ അഭിമാനപൂർവ്വം ഗ്രാമപഞ്ചായത്തിന് പറയുവാനായിട്ട് സാധിക്കും. ഇതിൻ്റെ നീക്കത്തിന് വേണ്ടിയിട്ട് 15 വാർഡുകളിലും മിനി MCFകൾ സ്ഥാപിക്കുകയും അതോടൊപ്പം തന്നെ മിനി MCFകളിൽ ഹരിതകർമ്മ സേന അംഗങ്ങൾ കളക്ട് ചെയ്തു കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക്കുകൾ അത് നമ്മുടെ പഞ്ചായത്തിൽ സൂക്ഷിക്കുകയും പഞ്ചായത്തിൻ്റെ വിവിധ MCFകളിൽ നമ്മൾ ശേഖരിക്കുകയും 118 ടൺ പ്ലാസ്റ്റിക്കോളം നമ്മൾ ക്ലീൻ കേരള കമ്പനിക്ക് ഈ കാലഘട്ടങ്ങളിലൊക്കെയും നമുക്ക് കൊടുക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ മാലിന്യമാണ് നമ്മുടെ പ്രധാന വിഷയമെന്ന് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു. ഇതെല്ലാം നമ്മുടെ വികസനത്തിൻ്റെ ഒരു പൂർണ്ണതയാണെന്ന് ആണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോഴും നമുക്ക് MCFകൾ, പ്ലാസ്റ്റിക് വീടുകളിൽ നിന്ന് കളക്ട് ചെയ്യുന്ന പ്ലാസ്റ്റിക്കുകൾ മാത്രമാണ് നമ്മൾ നാളിതുവരെ ശേഖരിച്ചിരുന്നത്. എന്നാൽ നമുക്ക് ഇനി വരുന്ന കാലഘട്ടങ്ങളിലും അതുകൂടാതെ ട്യൂബ്, ചില്ല്, പല നമ്മുടെ വീട്ടിൽ ഉപയോഗമല്ലാത്ത സാധനങ്ങൾ എല്ലാം കളക്ട് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വവും
തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്ന നിലയിൽ ഗ്രാമപഞ്ചായത്തിനുണ്ട് എന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ 50 സെൻറ്റ് സ്ഥലം നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ബഹുമാനപ്പെട്ട റോഷി മിനിസ്റ്ററുടെ 50 സെൻറ്റ് സ്ഥലം നമുക്ക് ഹാൻഡ് ഓവർ ചെയ്തതിൻ്റെ ഒരു ഉദ്ഘാടന കർമ്മം നിങ്ങൾ കണ്ടു കാണുമായിരിക്കും. ആ സ്ഥലത്ത് നമ്മൾ വലിയ MCF സ്ഥാപിക്കുവാനുള്ള പദ്ധതികൾ വെച്ചിട്ടുണ്ട്. അത് ഈ വർഷം പൂർത്തിയാകും എന്ന് തന്നെയാണ് നമുക്ക് പറയുവാനായിട്ട് സാധിക്കുന്നത്. അതോടുകൂടി നമ്മളുടെ മാലിന്യത്തിൻ്റെ ഒരു വലിയ പ്രശ്നം തന്നെ പരിഹരിക്കാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. മാലിന്യമല്ലാതെ മറ്റു വിഷയങ്ങൾ, മാലിന്യവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിച്ചോളാം. ഈ മാലിന്യം നിങ്ങൾക്കറിയാം, പൊതുസ്ഥലങ്ങളിലെല്ലാം മാലിന്യം കുമിഞ്ഞു കൂടുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രാമപഞ്ചായത്ത് 15 ജനപ്രതിനിധികളും ഉൾക്കൊള്ളുന്ന ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാലിന്യങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിയുന്നവരെ കണ്ടെത്തുന്നതിന് വേണ്ടി തന്നെ നമ്മൾ ക്യാമറകൾ സ്ഥാപിക്കുവാനായിട്ട് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനമെടുക്കുകയും സർക്കാരിൻ്റെ നിർദ്ദേശമനുസരിച്ച്, സർക്കാരിൻ്റെ നിയമം അനുസരിച്ചുള്ള മാനദണ്ഡങ്ങളെല്ലാം പാലിച്ച് തന്നെ നമുക്ക് 20 ക്യാമറകൾ ഗ്രാമപഞ്ചായത്തിൻ്റെ പലയിടങ്ങളിലായിട്ട് സ്ഥാപിക്കുവാനും സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെ വലിയൊരു നേട്ടമായിട്ട് ഞങ്ങൾ കരുതുകയാണ്. മറ്റെന്ത് വികസന പ്രവർത്തനങ്ങളാണ്? മറ്റുള്ള വികസന പ്രവർത്തനം എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം, നാട്ടിലുള്ള ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമെന്ന് പറയുന്നത് കുടിവെള്ളം, അതേപോലെ ഭവനമില്ലാത്തവർക്ക് ഭവനം എന്നുള്ളതാണ്. കുടിവെള്ളത്തിൻ്റെ കാര്യത്തിൽ 95% ജലജീവൻ പദ്ധതിയിലൂടെ നമുക്ക് പൂർത്തീകരിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ചുരുക്കം ചില വാർഡുകളിലെങ്കിലും ഒരു 50% മിച്ചം നിൽക്കുന്ന PWD റോഡിൽ നിന്ന് കൊടുക്കേണ്ട കണക്ഷനുകളാണ്. അതും എത്രയും പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കാൻ പറ്റുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അതേപോലെ തന്നെ ലൈഫ് ഭവന പദ്ധതിയിലൂടെ 231 വീടുകൾക്ക് നമ്മൾ എഗ്രിമെൻ്റ് വയ്ക്കുകയും ഏകദേശം എനിക്ക് തോന്നുന്നു 46 വീട് ഒഴിച്ച് ബാക്കി എല്ലാം പൂർണ്ണതയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അതിൽ 12 വീട് നമ്മുടെ റോട്ടറി ക്ലബിൻ്റെ നേതൃത്വത്തിൽ നമുക്ക് വെച്ച് തരുന്ന വീടുകളാണ്. അതിൻ്റെ താക്കോൽ ദാനവും തൊട്ടടുത്ത ദിവസം തന്നെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ വന്ന് ഉദ്ഘാടനം ചെയ്യുന്നതാണ്. അതാണ് എനിക്ക് ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് പറയുവാനുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലെ സേവനം എന്ന് പറയുന്നത് പാലിയേറ്റീവ് പോലുള്ള പ്രവർത്തനങ്ങൾ, കൃഷിക്കാവശ്യമായിട്ട് നമുക്ക് 1 കോടിയിലധികം തുക കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാമായിട്ട് കൃഷി മേഖലയിൽ നമുക്ക് നെല്ലുൽപാദനവുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും നമുക്ക് ചെലവഴിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. സമസ്ത മേഖലയിലും നമുക്ക് ഏതെല്ലാം മേഖലയിലാണോ ഫണ്ടുകൾ സർക്കാരിന് വെക്കുവാൻ പറ്റുന്ന ആ മേഖലയിലെല്ലാം നമ്മളുടേതായ ഫണ്ടുകൾ കൃത്യമായിട്ട് വിനിയോഗിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ വളരെ അഭിമാനത്തോടെ നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ നമുക്ക് നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ടേക്ക് എ ബ്രേക്ക്, മാർക്കറ്റിനകത്ത് ഒരു ടേക്ക് എ ബ്രേക്ക് 10 ടോയ്ലറ്റ് യൂണിറ്റോടുകൂടി നമുക്ക് 18 ലക്ഷം രൂപ മുതൽ മുടക്കി ഒരു ടേക്ക് എ ബ്രേക്ക് സ്ഥാപിച്ചു. അത് തുറന്ന് പ്രവർത്തനം നടത്തുവാനായിട്ട് നമുക്ക് സാധിച്ചു എന്നുള്ളത് വളരെ അഭിമാനത്തോടെ തന്നെ പറയുവാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ നമ്മുടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, തലയോലപ്പറമ്പ് CHSC ആ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ നേരത്തെ അതിൻ്റെ പശ്ചാത്തലം ഇപ്പോൾ ഏകദേശം എല്ലാവർക്കും തന്നെ ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അതിന് നമുക്ക് ഈവനിങ് ഡോക്ടറുടെ ഒരു സേവനം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഈവനിങ് ഡോക്ടറെ വെക്കുന്നതിന് നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ചെറിയ വേതനവും കൊടുക്കുന്നത് ഗ്രാമപഞ്ചായത്ത് എന്ന നിലയിൽ തലയോലപ്പറമ്പിന് കൊടുക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതിലൂടെ നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാർക്ക് ആരോഗ്യ മേഖലയിൽ കൂടുതൽ മെച്ചപ്പെട്ട ആരോഗ്യം വീണ്ടെടുക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നല്ല ഒരു ലാബ് സംവിധാനവും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ സ്ഥാപിച്ചിട്ടുണ്ട്. അതും നാട്ടിലെ ജനങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ രീതിയിൽ മറ്റുള്ളവരുടെ ആരോഗ്യം നോക്കുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും കുറഞ്ഞ രീതിയിലുള്ള റേറ്റ് മേടിച്ചുകൊണ്ടാണ് CHSലെ ലാബ് ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ നിങ്ങൾക്കറിയാം, പഴംപെട്ടി, മാത്താനം അല്ലെങ്കിൽ കൊലത്താറ് ഒക്കെ പോകുന്ന വഴിയിൽ യാത്രാക്ലേശം ഏറെ അനുഭവിക്കുന്ന ആളുകളാണ് എല്ലാവരും. ഓട്ടോറിക്ഷയെ ആശ്രയിച്ച് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഗ്രാമവണ്ടിക്ക് വിഹിതം നൽകി കുറേ വർഷങ്ങളായിട്ട് ഗ്രാമവണ്ടി വളരെ സജീവമായിട്ട് തന്നെ ആ പ്രദേശങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. സാധാരണക്കാരൻ്റെ യാത്രാ സൗകര്യം സുഗമമാക്കുവാനായിട്ടും പഞ്ചായത്തിന് സാധിച്ചിട്ടുമുണ്ട് എന്ന് വളരെ അഭിമാനത്തോടെ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. അടുത്ത ഘട്ടത്തിലേക്ക് വരാം. നമുക്ക് പ്രതിപക്ഷത്തു നിന്നും ജോസ് വേലിക്കകമുണ്ട്. പ്രസിഡന്റ് എടുത്തു പറഞ്ഞൊരു കാര്യം പ്രധാനമായും മാലിന്യ പ്രശ്നമാണ്. അതോടൊപ്പം തന്നെ മറ്റ് കാര്യങ്ങളും പറഞ്ഞു. ഇതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു? ഹലോ, ഞാൻ തലയോലപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് UDF പാർലമെൻ്ററി പാർട്ടി ലീഡർ ജോസ് വി ജേക്കബാണ്. പ്രസിഡന്റ് മാലിന്യത്തിലാണ് തുടങ്ങിയതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. തലയോലപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് CFC ഗ്രാൻഡിലൂടെ 28 ലക്ഷം രൂപ മാലിന്യ പ്ലാന്റിന് പദ്ധതി അംഗീകരിച്ചിട്ട്
ആ പദ്ധതി അട്ടിമറിച്ച് മിനിക്സ് തിരുത്തി അത് മാലിന്യ സംസ്കരണത്തിന് സ്ഥലം വാങ്ങിക്കലെന്നാക്കിയതിൻ്റെ ഉത്തരവാദികൾ ആരാണെന്നും കൂടി പ്രസിഡന്റ് പറയുക. അന്നത് ചെയ്തിരുന്നെങ്കിൽ ആ പ്ലാന്റ് തലയോലപ്പറമ്പിൽ 3 വർഷം മുമ്പ് വരുമായിരുന്നു. അത് തടസ്സപ്പെടുത്തിയത് നിങ്ങൾ തന്നെയാണ്. മുൻ പ്രസിഡൻ്റാണ് പറഞ്ഞത് മാലിന്യ പ്ലാന്റിന് എന്ന് പകരം സ്ഥലം വാങ്ങിക്കലെന്ന രീതി മിനിറ്റ്സ് തിരുത്തി എന്ന് DPCയിൽ ജില്ലാ പ്ലാനിംഗ് കമ്മിറ്റിയിൽ പറഞ്ഞുകൊണ്ട് ആ പദ്ധതി പിൻവലിച്ചത് മുൻ പ്രസിഡൻ്റാണ്. ആ മുൻ പ്രസിഡന്റ് പറഞ്ഞത് മാലിന്യ പ്ലാന്റിന് സ്ഥലം വാങ്ങിക്കലെന്ന രീതി ആക്കി കഴിഞ്ഞാൽ എനിക്ക് 50,000 രൂപ കൈക്കൂലി തരാമെന്ന് കമ്മിറ്റിയിൽ പറഞ്ഞതും ആ പ്രസിഡൻ്റാണ്, ഞങ്ങളല്ല. അതിനകത്ത് UDFന് യാതൊരു പങ്കുമില്ല. പിന്നെ മാലിന്യ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഏകദേശം 10 ലക്ഷം രൂപയിൽ താഴെ ക്യാമറ തലയോലപ്പറമ്പിൽ വെച്ചു. അത് പദ്ധതി തത്വത്തിൽ പഞ്ചായത്ത് കമ്മിറ്റി ഐക്യകണ്ഠേന അംഗീകരിച്ചു. അത് അംഗീകരിച്ചില്ലെങ്കിൽ ഞങ്ങൾ വികസന വിരോധികൾ എന്ന് പറയുമായിരുന്നു. ഞങ്ങളത് തത്വത്തിൽ അംഗീകരിക്കുകയും ആ പദ്ധതി ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പ്രസിഡന്റിനെ നിയോഗിക്കുകയും ചെയ്തു. നമ്മുടെ തലയോലപ്പറമ്പുകാരനായ ഒരു വ്യക്തി തൊടുപുഴ പഞ്ചായത്തിൽ വെറും 12,000 രൂപയ്ക്ക് വെച്ച ക്യാമറയാണ് തലയോലപ്പറമ്പ് പഞ്ചായത്തിൽ 20 ക്യാമറ 45,000 രൂപ വെച്ച് 9 ലക്ഷം രൂപ മാറിയത്. അതിൻ്റെ മുകളിൽ ചർച്ച വന്നപ്പോൾ ഞാൻ അതിൻ്റെ സോളിഡ് പ്രൂഫ് തൊടുപുഴ നഗരസഭ ഓർഡർ കൊടുത്ത, അതായത് ഈ കക്ഷിക്ക് ഓർഡർ കൊടുത്ത പർച്ചേസിംഗ് ഓർഡർ ഉൾപ്പെടെ ഞാൻ കമ്മിറ്റിയിൽ പ്രസിഡന്റിൻ്റെ കൊടുത്തതാണ്. പ്രസിഡന്റ് അതിനെതിരെ യാതൊരു നടപടിയും സ്വീകരിച്ചില്ല. ഇതിൻ്റെ ഉത്തരവാദികൾ ആരാന്നുള്ളത് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. പഞ്ചായത്ത് കമ്മിറ്റി വികസന വിരോധികളല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞങ്ങളത് അംഗീകരിച്ചത്. പക്ഷേ നടത്തിപ്പിൽ വൻ ക്രമക്കേട് വന്നു എന്നുള്ള കാര്യം പ്രസിഡന്റിന് തന്നെ അറിയാവുന്നതാണ്. അതുപോലെ തന്നെ പ്രസിഡന്റ് പറഞ്ഞു മാലിന്യം ഇവിടെ മാറ്റുന്നതിന് ബഹുമാനപ്പെട്ട നമ്മുടെ മുൻ വൈസ് പ്രസിഡന്റ് തന്നെ പറഞ്ഞത്, ആ ക്യാമറയുടെ പവർ അദ്ദേഹം തന്നെ പറഞ്ഞത്, സ്വന്തം കടയുടെ വാതിക്കൽ വെച്ചിരിക്കുന്ന ക്യാമറയുടെ മുകളിൽ വെച്ചിരിക്കുന്ന ആ ബോർഡ് ഏത് വർഷത്തിലാണ് അത് ചെയ്തതെന്നുള്ള ബോർഡ് ആരോ പൊളിച്ചു കളഞ്ഞെന്ന് പറഞ്ഞു, അത് നശിപ്പിച്ചെന്ന് പറഞ്ഞു. അതുപോലും ആ ക്യാമറയിൽ കിട്ടിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞത് ബഹുമാനപ്പെട്ട നിങ്ങളുടെ തന്നെ പ്രസിഡന്റിൻ്റെ തന്നെ മെമ്പറായ ഷാനോ മെമ്പറാണ് കമ്മിറ്റി പറഞ്ഞത്. ആ പദ്ധതി വൻ പരാജയവും ക്രമക്കേടുമാണ്. പിന്നെ ഞാൻ പറയുന്നത്, ഒരു പഞ്ചായത്തിൻ്റെ വികസനം എന്ന് പറയുന്നത് നമ്മൾ തയ്യാറാക്കിയ 5 വർഷത്തെ പദ്ധതി രേഖയാണ്. ഈ പദ്ധതി രേഖയിൽ എത്ര ശതമാനം നമുക്ക് നടപ്പാക്കാൻ സാധിച്ചു? പ്രസിഡന്റ് ഉൾപ്പെടെ അങ്ങ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായിരുന്ന ആദ്യ വർഷത്തിൽ നമ്മുടെ തലയോലപ്പറമ്പ് പഞ്ചായത്തിൻ്റെ വികസനം നടന്നത് വെറും 28%. അതിൻ്റെ ഉത്തരവാദി ഞങ്ങളാണോ? അത് കാരണമല്ലേ അടുത്ത വർഷം നമുക്ക് സ്പില്ലോവർ വന്നപ്പോൾ പശ്ചാത്തല മേഖലയിൽ ഒരു പഞ്ചായത്തിൻ്റെ ഏറ്റവും മെയിൻ കാര്യം റോഡുകളാണ്. ഒറ്റ റോഡുകൾ നമുക്ക് നന്നാക്കാൻ മേലാതെ നമ്മുടെ രണ്ടാമത്തെ വർഷം വെറും 3.5 ലക്ഷം രൂപയെ നമുക്ക് കിട്ടിയുള്ളൂ. ഇതിൻ്റെ ഉത്തരവാദികൾ ഇതിൻ്റെ നടത്തിപ്പ് അവകാശികളായ അല്ലെങ്കിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും പ്രസിഡന്റും പിന്നെ അവരെ നയിക്കുന്നവരുമായ ഉദ്യോഗസ്ഥന്മാരുടെ നിയന്ത്രണത്തിലുള്ള ഈ പദ്ധതികൾ എത്ര എണ്ണം നമുക്ക് 100% പൂർത്തിയാക്കാൻ സാധിച്ചു? അതിൻ്റെ ഒരു ശതമാനം പറയുക. പിന്നെ ലൈഫ് പദ്ധതി എന്ന് പറയുന്നു. 2020 നമ്മൾ ലൈഫ് പദ്ധതിയുടെ ഗുണഭോക്തൃ ലിസ്റ്റ് തയ്യാറാക്കുന്നത്. അന്ന് വരെ 2015 കാലഘട്ടത്തിൽ ഞാൻ പഞ്ചായത്ത് മെമ്പറായിരുന്നു. അന്ന് നമ്മുടെ കേരളത്തിൽ ഇമ്പച്ചി വാവ ഭവന പദ്ധതി ഉണ്ടായിരുന്നു, ഗൃഹശ്രീ ഭവന പദ്ധതി ഉണ്ടായിരുന്നു, പട്ടികജാതി വികസനക്കാർക്ക് മറ്റൊരു പദ്ധതി ഉണ്ടായിരുന്നു, ധീവരർക്കുള്ള ഭവന പദ്ധതി ഉണ്ടായിരുന്നു, ഇന്ദിരാ ആവാസ് യോജന പദ്ധതി ഉണ്ടായിരുന്നു. ഈ 5 പദ്ധതിയിലൂടെ എല്ലാ വർഷവും പഴയ മെമ്പർമാർക്ക് എല്ലാവർക്കും അറിയാം, എല്ലാ വർഷവും ഒരു വാർഡിലേക്ക് ഏറ്റവും ചുരുങ്ങിയത് 10 മുതൽ 15 വരെ വീടുകൾ നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നു. അങ്ങനെ വരുമ്പോൾ 5 വർഷം കൊണ്ട് 375 വീടോളം പൂർത്തീകരിച്ചിട്ടാണ് 10-15 കാലഘട്ടം ഇവിടെ ഭരണം മാറിയത്. പക്ഷേ 20 ലൈഫിൻ്റെ ഇത് വന്നു. ലൈഫ് 2 പദ്ധതിയാണ്. ഒന്ന് ഭവന പദ്ധതി, വീടില്ലാത്തവർക്ക് വീട് കൊടുക്കുക, അന്നേരം വസ്തു വേണം. വീടില്ലാത്തവർക്ക് വീട് കൊടുക്കുന്ന പദ്ധതിയിൽ 289 പേരാണ് ആപ്ലിക്കേഷൻ. 200-ൽ പരം വീട് പോലും പൂർത്തീകരിച്ചിട്ടില്ല 5 വർഷം കൊണ്ട്. മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂരഹിത ഭവനരഹിതർ, ഭൂമിയില്ലാത്തവരും വീടില്ലാത്തവരും, അവർക്ക് ഒരാളെ പോലും നമുക്ക് എഗ്രിമെൻ്റ് ചെയ്യാൻ ഒരു പഞ്ചായത്തിന് സാധിച്ചിട്ടില്ല എന്ന് മറ്റൊരു കാര്യം. പ്രസിഡന്റ് പറഞ്ഞു ഇവിടെ ലൈഫിൻ്റെ ഒരു ഫ്ലാറ്റ് പണിയുന്നുണ്ട് 3-ാം വാർഡിൽ. അത് ആരംഭസ്ഥിതിയിൽ തൂണുകളായിട്ട് നിൽക്കുന്നതല്ലാതെ ഒരു കാര്യവും അവിടെ നടന്നിട്ടില്ല. 120 പേർക്ക് അവിടെ ഭവനം കൊടുക്കുമെന്നാണ് പ്രസിഡന്റ് പറഞ്ഞത് അന്നത്തെ ഉദ്ഘാടന സമയത്ത് പറഞ്ഞത്. ഒന്നുപോലും നടന്നിട്ടില്ല.
അതിലും എല്ലാം ഉപരി 12 വീടുകൾ കഴിഞ്ഞ UDF ഭരണകാലത്ത് പൊതി 6-ാം വാർഡിൽ സ്ഥലം വാങ്ങിച്ചു കൊടുത്തതാണ്. 5 വർഷമാകുന്നു. പ്രസിഡന്റ് ഉൾപ്പെടെ കമ്മിറ്റിയിൽ കഴിഞ്ഞ 23 ഓണം ചിങ്ങ 1 ഉദ്ഘാടനം ചെയ്യുമെന്ന് പറഞ്ഞതാണ്. വർഷം 2ആയി, ഇതേവരെ ഒന്നും ആയിട്ടില്ല. അത് വലിയൊരു അഴിമതിയാണ്. കാരണം 3 സെൻറ്റ് പഞ്ചായത്തിൻ്റെ സ്ഥലം കാശ് കൊടുത്ത് വാങ്ങിച്ചു കൊടുത്തിട്ട് ഇന്ന് ആ വസ്തു അളന്നാൽ 2.5 സെൻറ്റേ ഉള്ളൂ. അവർക്കൊരു നല്ല വഴിയില്ല. അതൊരു കുന്നിൻ്റെ മുകളിലാണ്, ഏറുമാടം പോലെയാണ് ഏറ്റവും മുകളിലത്തെ വീട്. നിങ്ങൾക്ക് ദൃശ്യ TV ചാനലുകാർക്ക് അത് പോയി കാണാവുന്നതാണ്. അതിൻ്റെ മുകളിൽ താമസിക്കുന്നവന് താഴെ ഇറങ്ങാൻ, രോഗം വന്നാൽ താഴെ ഇറങ്ങാൻ ചുമന്നുകൊണ്ട് വന്നം, ഓട്ടോ അതിൻ്റെ മുകളിൽ പോലും കയറിയാല. ആ രീതിയിൽ മണ്ണെടുത്തതിൽ അനുമതി. ആ കോൺട്രാക്ടർ പറഞ്ഞ മണ്ണെടുത്തുകൊണ്ട് ഞാൻ പാറ പൊട്ടിച്ചാന്നാണ് മാതൃഭൂമിയിൽ എഴുതിയത്. ആ പാറ എന്തിയെ? അതുമില്ല. ഇത്രയ്ക്കും അഴിമതി നിറഞ്ഞ 3 സെൻറ്റ് 2.5 സെൻറ്റായ ഒരു പദ്ധതിയാണ് ഗുണഭോക്താക്കളെ പറ്റിച്ചതാണ്. ഞാൻ പറയുന്നത് ഈ പഞ്ചായത്തിൻ്റെ വികസനം ഒന്നും തന്നെ നടന്നിട്ടില്ല. ബഹുമാനപ്പെട്ട നമ്മുടെ മുൻ വൈസ് പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ വികസന രേഖയിലും അദ്ദേഹത്തിൻ്റെ ബഡ്ജറ്റിലും പറഞ്ഞൊരു കാര്യമുണ്ട്. സ്പിൽവേ ലിഫ്റ്റ് ഇറിഗേഷൻ ഉൾപ്പെടെ അദ്ദേഹം അവതരിപ്പിച്ച ബഡ്ജറ്റാകട്ടോ. ലിഫ്റ്റ് ഇറിഗേഷൻ ഉൾപ്പെടെ നമ്മുടെ കുറുന്തറപ്പുഴയുടെയും പുത്തൻതോടിൻ്റെയും വടയാർ മേഖലയിലെ ഇടത്തോടുകളിലും നീരൊഴുക്കുണ്ടാക്കി സുഖകരമാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞതാണ്. നാളെ ഇതേവരെ നടന്നിട്ടില്ല. ഒരു കമ്മിറ്റി കൂടി മുൻ പ്രസിഡന്റും പിന്നെ ഒരു പൊതുപ്രവർത്തനം കൂടി ചെയർമാനും കൺവീനറുമായ പദ്ധതി, അത് ഒന്നും തന്നെ അവിടെ നടന്നിട്ടില്ല. ഇതാണ് ആ പദ്ധതിയുടെ നമ്മുടെ നാടിൻ്റെ ശാപമായിരിക്കുന്ന കുറുന്തറപ്പുഴ. റോഡുകളെല്ലാം പൊട്ടിപ്പൊളിഞ്ഞിരിക്കുകയാണ്. നമുക്ക് 4 കോടി രൂപയോളം ഓൺ ഫണ്ട് തരാനുണ്ടെന്ന് ബഡ്ജറ്റ് പറഞ്ഞിട്ട് എനിക്ക് ഒരു മിനിറ്റ് കൂടി തന്നാൽ ഞാൻ നിർത്തിക്കോളാം. ബഡ്ജറ്റിൽ ഓഡിറ്റ് റിപ്പോർട്ടിൽ 4 കോടി രൂപ ഓൺ ഫണ്ട് കിട്ടാനുണ്ടെന്ന് പറഞ്ഞു. അത് പഞ്ചായത്ത് കമ്മിറ്റിയിൽ 9 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടുകൂടി പാസ്സാക്കി. സർക്കാരിനോട് ചോദിക്കാൻ നാളെ ഇതേവരെ ഒന്നും ചെയ്തിട്ടില്ല. ആ 4 കോടി രൂപ കിട്ടിയാൽ നമ്മുടെ പഞ്ചായത്തിൻ്റെ എല്ലാ റോഡുകളും ഓൺ ഫണ്ടാണ്, നമുക്ക് ഇഷ്ടപോലെ ചെയ്യാം. സർക്കാരിനൊരു നിയന്ത്രണമില്ല. എല്ലാ റോഡുകളും ടാർ ചെയ്യാനും കോൺക്രീറ്റ് ചെയ്യാനും പറ്റുമായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ NRGS തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെട്ട് മറ്റു വാർഡ് പഞ്ചായത്തുകളൊക്കെ കോടിക്കണക്കിന് രൂപയുടെ അവർക്ക് പശ്ചാത്തല മേഖലയിൽ നടന്നിട്ട് തലയോലപ്പറമ്പിൽ ഏതാണ്ട് 3-2 വർക്കേ നടന്നിട്ടുള്ളൂ. ഉദ്യോഗസ്ഥ പരാജയം, അത് രാഷ്ട്രീയവൽക്കരിച്ച ഓഫീസ് നശിപ്പിച്ചു കളഞ്ഞു. പിന്നെ ഭരിക്കുന്നവരുടെ കഴിവില്ലായ്മയും അവർക്ക് താല്പര്യമില്ലായ്മയുമാണ്. അല്ലെങ്കിൽ എല്ലാ തൊണ്ടുകളും നമുക്ക് കോൺക്രീറ്റ് ചെയ്യാമായിരുന്നു. ഒരു പൂർണ്ണ ഭരണപരാജയമാണ് ഈ 5 വർഷം എന്നുള്ള കാര്യത്തിൽ ഈ വസ്തുത കൊണ്ടിരിക്കും. ദൃശ്യ പോരാട്ടം 2025 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആലപ്പാട് ഗോൾഡ്, പാല, മുണ്ടക്കയം, കറുകച്ചാൽ. സ്പോൺസേർഡ് ബൈ മേരി ക്വീൻസ് ഹോസ്പിറ്റൽ, 26-ാം മൈൽ, കാഞ്ഞിരപ്പള്ളി. സ്വർണം പണയം വെച്ചിട്ട് തിരിച്ചെടുക്കാൻ പ്രയാസപ്പെടുകയാണോ? അല്ലെങ്കിൽ ലേലത്തിൽ പോകുമോ എന്ന ആശങ്കയുണ്ടോ? കയ്യിലെ സ്വർണത്തിന് എവിടെ മികച്ച വില ലഭിക്കുമെന്നറിയാതെ വിഷമിക്കുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ ഉടൻ ആലപ്പാട് ഗോൾഡിലേക്ക് വിളിക്കൂ. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾക്ക് മാർക്കറ്റിലെ അതാത് ദിവസത്തെ വില ഇവിടെ ലഭിക്കും. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും എത്ര പഴയതായാലും ആലപ്പാട് ഗോൾഡ് അന്നുള്ള ദിവസത്തെ മാർക്കറ്റ് വില നൽകി സ്വർണം തിരിച്ചെടുക്കുന്നു. GPay, RTGS, NEFT, ചെക്ക് എന്നിവയുടെ സൗകര്യവും ഉണ്ട്. പണത്തിന്റെ ടെൻഷൻ വേണ്ട. ആലപ്പാട് ഗോൾഡ് നിങ്ങളുടെ സ്വർണത്തിന് വിപണിയിലെ ഏറ്റവും ഉയർന്ന വില നൽകുന്നു. 2001 മുതൽ കേരളത്തിലെ നമ്പർ 1 ഓൾഡ് ഗോൾഡ് പർച്ചേസ് ഷോപ്പായ ആലപ്പാട് ഗോൾഡ് സാധാരണക്കാരെ സഹായിക്കാൻ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നു. ജനസേവനമാണ് നമ്മുടെ ലക്ഷ്യം. വിശ്വാസത്തോടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കാൻ ആലപ്പാട് ഗോൾഡിനെ സമീപിക്കാം. ഞങ്ങൾ സ്വർണത്തിന് യഥാർത്ഥ മൂല്യം നൽകുന്നു. ഞങ്ങളുടെ സ്ഥാപനങ്ങൾ മുണ്ടക്കയം KK റോഡിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ അടുത്ത് അജ്ഫ ബേക്കേഴ്സ് ബിൽഡിംഗിലും കറുകച്ചാലിൽ മല്ലപ്പള്ളി റോഡിലുള്ള ഫെഡറൽ ബാങ്ക് ബിൽഡിംഗിലും പ്രവർത്തിക്കുന്നു. അതുകൂടാതെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മുടെ സർവീസ് ലഭ്യമാണ്. സ്വർണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇനി ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ നമ്പറിലേക്ക് ഒരു ഫോൺ കോൾ മതി. ആലപ്പാട് ഗോൾഡ് നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ അടുത്തെത്തും. ആലപ്പാട് ഗോൾഡ് എന്നും നിങ്ങളോടൊപ്പം. Mother soothes, Mother cares, Mother protects, Mother finds always reason to smile. Mother stands up for you for everything. Mary Queen's Mission Hospital, Kanirapalli, Kottayam. We care, God cures. Introducing South India's largest sanitary ware showroom, now in Pala.
Welcome to Cochin Saniwares, where luxury meets innovation. Here, every leading sanitary ware brand has its own exclusive space, designed to bring their world to life. Step inside and experience the future of your home, with real-time previews that let you see exactly how your bathroom, kitchen, or living spaces will look before you decide. കൈകളുടെ അലങ്കാരങ്ങൾക്ക് പരിശുദ്ധ സ്വർണത്തിന്റെ പൊൻപ്രഭയേകാൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ബാംഗിൾ ഫെസ്റ്റ്. സമാനതകളില്ലാത്ത ഏറ്റവും പുതിയ ഡിസൈൻ വളകൾക്കൊപ്പം ട്രഡീഷണൽ വളകളുടെ അത്യാകർഷകമായ കളക്ഷനുമായി ഒക്ടോബർ 17 മുതൽ 24 വരെ ഞങ്ങളുടെ തൊടുപുഴ ഷോറൂമിൽ വരൂ. മനസ്സിനിണങ്ങിയ സ്വർണം മിതമായ വിലയിൽ സ്വന്തമാക്കുന്നതിനൊപ്പം അലങ്കാരങ്ങളുടെ പൂർണ്ണത അനുഭവിച്ചറിയാൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. LDF പ്രതിനിധി അനിൽ ചള്ളാങ്കലുണ്ട്. ഇപ്പോൾ നമുക്കറിയാം പ്രതിപക്ഷത്തിൽ നിന്നും ജോസ് വേലിക്കകം പറഞ്ഞത് പ്രധാനമായും മാലിന്യ പ്ലാന്റ് വരാത്ത കാര്യം, അതോടൊപ്പം തന്നെ ക്യാമറ സ്ഥാപിച്ചതിൽ അഴിമതി, അങ്ങനെ ഒരു 5-6 കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. എങ്ങനെ ഖണ്ഡിക്കുന്നു? എല്ലാവർക്കും നമസ്കാരം. ഇടതുപക്ഷ വികസനത്തിൻ്റെ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ് കൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങളിൽ സമാനതകളില്ലാത്ത വികസനം നടത്തിയ ഒരു കാലഘട്ടം. ഒരു ഗവൺമെൻറ് 111 മാസക്കാലമായി ഈ സംസ്ഥാനത്ത് തുടരുന്നു. 2ാം വട്ട ഗവൺമെൻറ്റിൻ്റെ അവസാന നാളുകളിൽ ഇവിടെ ഇരിക്കുന്ന മുഴുവൻ വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ, ജനപ്രതിനിധികൾ, പ്രതിപക്ഷത്തിൻ്റെ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് വളരെ ഭംഗിയായി അറിയാം കേരളം ഇന്ന് അഭിമുഖീകരിച്ച ശ്രദ്ധേയമായ നേട്ടങ്ങൾ. ആ നേട്ടങ്ങളിൽ എടുത്തു പറയാൻ കഴിയുന്ന വലിയ വികസന പ്രവർത്തനങ്ങൾ, അതായത് സമാനതകളില്ലാത്ത വികസന പ്രവർത്തനം തലയോലപ്പറമ്പിൽ നടന്നു എന്നാണ് ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിച്ചത്. ആ വികസന പ്രവർത്തനങ്ങളെല്ലാം അപ്പാടെ തിരസ്കരിച്ചുകൊണ്ട് അതൊന്നും ഇങ്ങനെ നടന്നിട്ടില്ല, ഇതൊക്കെ ഒരു പുകമറ സൃഷ്ടിച്ച വികസനമാണ് എന്നാണ് ഇപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രതിപക്ഷ നേതാവ് എന്ന് അവകാശപ്പെടുന്ന ഇതാണ് ഇവിടെ സൂചിപ്പിച്ചത്. ഇദ്ദേഹം പറഞ്ഞതിൽ പുതിയ കെട്ടിട നിർമ്മാണം നടത്തി ഗ്രാമപഞ്ചായത്ത് അങ്ങ് മാറി എന്നുള്ളത് ഇവിടെ സൂചിപ്പിച്ചല്ലോ. നിങ്ങൾക്കറിയാം, വരാന്തയ്ക്കുള്ളിലും ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റിൻ്റെ തലയ്ക്ക് മുകളിലും ആൽമരം വളർന്നു നിന്ന ഒരു ഗ്രാമപഞ്ചായത്ത് സമാനമായി കേരളത്തിലോ ഇല്ലോ ഇന്ത്യയിലോ ഒരു സ്ഥലത്തും അങ്ങനെ ഒരു ഗ്രാമപഞ്ചായത്ത് ഉണ്ടായി. ബീഹാറിലല്ല, ആന്ധ്രയില്ല, കർണാടകത്തിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്തില്ല. അങ്ങനെ ഒരു ഗ്രാമപഞ്ചായത്തിനെ സൗകര്യപ്രദമായി എല്ലാ ഓഫീസുകളും ഒരുമിച്ച് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു കുടക്കീഴിൽ എല്ലാ സേവനവും സാധാരണ പാവപ്പെട്ട മനുഷ്യന് കിട്ടുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്ത് മാറിയുമ്പോൾ DDPക്ക് ആദ്യത്തെ കത്തെഴുതിയ ആളാണ് ഈ നിൽക്കുന്നത്. DDPക്ക് എഴുതി കൊടുത്തു ഇവിടെ നിന്ന് മാറാൻ പാടില്ല. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, കമ്മിറ്റിക്കകത്ത് ചോദിച്ചു, അതെങ്ങനെ മാറിയാലല്ലേ ഇവിടെ ഇരിക്കുന്ന ജീവനക്കാരുടെ സുരക്ഷിതത്വം, ആയിരക്കണക്കിന് ആളുകൾ വരുന്ന ഗ്രാമപഞ്ചായത്തിൽ അവരുടെ ജീവന സുരക്ഷിതത്വം വേണ്ടേ? അതിനൊന്നും രാഷ്ട്രീയമുണ്ടോ? അത് വേണ്ടേ? അതിനെതിരെ വിയോജനക്കുറിപ്പ് എഴുതി UDFൻ്റെ മുഴുവൻ അംഗങ്ങളെ കൊണ്ട് ഒപ്പിടിപ്പിച്ച് കൊടുത്തതിൻ്റെ കോപ്പി എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ വികസന വിരോധിയല്ലേ? വികസനത്തെ അനുകൂലിക്കുന്ന ആളല്ലല്ലോ ഇവിടെ ഇരിക്കുന്ന ആളുകൾ കേൾക്കുന്നത്. ഒന്നത്. രണ്ടാമത്തെ കാര്യം ഇപ്പോൾ ഇവിടെ സൂചിച്ച മാലിന്യ പ്ലാന്റ് വളരെ സ്വാഗതാർഹമായി ഇപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇറിഗേഷൻ്റെ 50 സെൻറ്റ് സ്ഥലം ഒരു ഗ്രാമപഞ്ചായത്തിന് വിട്ടുകൊടുത്തത് കേരളത്തിലെ ഇടതുപക്ഷം ഭരിക്കുന്ന ഈ കാലത്തല്ലാതെ ഏതൊരു കാലത്ത് പറയും? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? കഴിഞ്ഞ 2 ദിനങ്ങൾക്ക് മുമ്പ് കേരളത്തിൻ്റെ ഇറിഗേഷൻ വകുപ്പ് മന്ത്രി തലയോലപ്പറമ്പ് പഞ്ചായത്തിൽ വന്ന് പുതിയ കോൺഫറൻസ് ഹാളിൽ വന്ന് അതിൻ്റെ ശിലാഫലകം സ്ഥാപിച്ചിട്ട് പോയി. എതിർക്കാൻ കഴിയുമോ? അതെന്തിനു വേണ്ടിയാ? ഇപ്പോൾ ഇവിടെ ഒന്ന് സൂചിപ്പിച്ചു ഇദ്ദേഹം. എന്താണ്? മാലിന്യ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന്, അല്ലെ മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യുന്നതിന്, ഷെഡ് പണിയുന്നതിന്, അല്ലെ അതിനുവേണ്ടി കെട്ടിടം പണിയുന്നതിന് തലയോലപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പണം ആവശ്യപ്പെട്ടു, കൈക്കൂലി ആവശ്യപ്പെട്ടു. 50,000 പ്രസിഡന്റ് ചോദിച്ചു എന്നാണ് പറയണത്. ഈ ബഹുമാനി ഇത് പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോണം. അങ്ങനെ ഒരു ആവശ്യം ഈ പഞ്ചായത്തിലുണ്ട് എന്നുള്ളത് ഇവിടെ ഇരിക്കുന്ന ജനപ്രതിനിധികൾക്ക് എല്ലാവർക്കും അറിയാം. ഈ നാട്ടിലെ മുഴുവൻ കൊച്ചു കുട്ടിയോട് ചോദിച്ചാൽ പറയും. അങ്ങനെ ആവശ്യം ഉന്നയിച്ചു ഗ്രാമപഞ്ചായത്തിൽ, ഏകകണ്ഠമായിരുന്നു, ഒരു വിയോജനക്കുറിപ്പുമില്ല. അപ്പോൾ പത്രത്തിൽ കൊടുക്കാൻ തീരുമാനിച്ചു. വസ്തു ഉള്ളവർ ഗ്രാമപഞ്ചായത്തിന് പണം വസ്തു തരാൻ ആധാരം ചെയ്ത് തയ്യാറുള്ളവർ അതിൻ്റെ രേഖ മൂലം ഗ്രാമപഞ്ചായത്തിൽ അപേക്ഷ കൊടുക്കുക. 2 അപേക്ഷകൾ വന്നു. 2 അപേക്ഷകൾ വന്നുള്ളൂ. ആ അപേക്ഷകൾ പരിശോധിക്കാൻ അന്നത്തെ വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ ഞാനും
അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരും വസ്തു കാണാൻ പോയി ഇവിടെ 2 പ്രദേശം. ആ വസ്തു വിൽക്കാൻ അപേക്ഷ കൊടുത്ത ആളുകളെ, ആ പരിസരത്തുള്ള ആളുകളെ രാത്രി കയറി നിർബന്ധിതമായി ഈ മാലിന്യ പ്ലാന്റ് വന്ന് നിങ്ങൾക്കിവിടെ ജീവിക്കാൻ മേല എന്നുള്ള ആ നാട്ടിൽ പ്രചരണം നടത്തി അവർ ഗ്രാമപഞ്ചായത്തിൽ വന്ന് പ്രശ്നമുണ്ടായി. വികസന വിരോധിയല്ലേ? അല്ലേ? ഇപ്പം നിങ്ങൾ പറഞ്ഞല്ലോ, ഈ കഴിഞ്ഞ 12 വീടുകൾ ലൈഫ് ഭവന പദ്ധതിയിൽ പൊതിയിൽ പണിയുന്നുണ്ടെന്ന് പറഞ്ഞു. ഇദ്ദേഹം തന്നെ ഇപ്പോൾ സൂചിപ്പിച്ചു, വളരെ സാധാരണ. കഴിഞ്ഞ UDF-ൻ്റെ കാലത്ത് പണിയാൻ തീരുമാനിച്ചതെന്നും പറഞ്ഞു. സാധാരണ ആരാ പണിയാൻ തീരുമാനിച്ചത്? ഈ LDF ആണോ? ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ ഭരണസമിതി അല്ല തീരുമാനിച്ചത്. കഴിഞ്ഞ VG മോഹനൻ്റെ കാലത്ത്, VG മോഹനൻ കോൺഗ്രസിൻ്റെ ലീഗിൻ്റെ പ്രസിഡൻ്റായിരുന്ന കാലത്ത് അന്ന് വാങ്ങിയ സ്ഥലമാണെങ്കിൽ കോൺഗ്രസ് അല്ലേ അഴിമതി ചെയ്തേ? ആ വസ്തു വാങ്ങിയാൽ അഴിമതിയാണെന്നുള്ള ഇതാ പറഞ്ഞേ. അപ്പോൾ ആരാ അഴിമതി ചെയ്തേ? കോൺഗ്രസ് കഴിഞ്ഞ 5 വർഷം ഭരിച്ചപ്പോൾ ചെയ്ത അഴിമതിയാണ് ആ വസ്തു വാങ്ങിയത്. അപ്പോൾ ആവശ്യപ്പെടേണ്ട ആരാ? ഞങ്ങളല്ലേ ആവശ്യപ്പെടണ്ടേ? പക്ഷേ നാട്ടിലെ 6 വിധവകൾക്ക് മക്കളുമില്ല, ഭർത്താവും ഇല്ലാതെ പാടത്ത് ഷെഡ് കെട്ടി താമസിക്കുന്ന പടുതയുടെ താഴെ കിടക്കുന്ന അമ്മയ്ക്ക് വീട് വേണമെന്നുള്ള ആഗ്രഹം ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ ഭരണസമിതി തീരുമാനിച്ചതിന് ഫലമായി 30-ാം തീയതി റവന്യൂ മന്ത്രി വന്ന് താക്കോല് കൊടുക്കുക. 2-ാം തീയതി 30-ാം തീയതി താക്കോല് പണി തീർത്ത് നമുക്ക് തരും. ആരുടെ കാലത്തുള്ള അഴിമതി ചെയ്ത ആരാ? UDF-ഓ LDF-ഓ? അപ്പോൾ ഏത് വിഷയം ഉണ്ടായാലും അഴിമതി എന്നാണ് അതിനെ പറയുന്നത്. പഞ്ചായത്ത് മറ്റൊന്ന് ക്യാമറയുമായി പറഞ്ഞു വരുവാണ്. ഈ ഗ്രാമപഞ്ചായത്തിൽ 17 ബ്ലോക്കുകളുണ്ട്. കൃഷിക്കാരിവിടെ ഉണ്ട്. 17 ബ്ലോക്കുകളിൽ കൂടി 1720 ഏക്കർ സ്ഥലമുണ്ട്. ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ, ഇപ്പം ഞങ്ങളെന്ന് പറയുന്നില്ല, ഇദ്ദേഹം ഇരിക്കുന്ന ഭരണസമിതി എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് രാജ് ആക്റ്റിൽ ഭരണസമിതി എന്നുള്ള പ്രതിപക്ഷമില്ല. ഇദ്ദേഹത്തെ ഞങ്ങളങ്ങനെ കൂട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമം ഒത്തിരി ശ്രമിച്ചതാ, നടക്കിയല്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ പിന്നെ വിടുക എന്ന് മാത്രമേ ഉള്ളൂ. ഈ 1770 ഏക്കറിൽ ഞങ്ങൾ വരുമ്പോൾ 1180 ഏക്കർ സ്ഥലത്താണ് കൃഷി ചെയ്യണേ. ഞാനിവിടെ രേഖ കൊണ്ടുവന്നിട്ടുണ്ട് കൃഷി വകുപ്പിൻ്റെ. ഇപ്പോൾ തരിശായി കിടക്കുന്നത് 30 ഏക്കർ സ്ഥലം. ആ 30 ഏക്കർ സ്ഥലം ഇവിടുത്തെ ഒരു പ്രമാണി, ഞാൻ പേര് പറയുന്നില്ല, ബിനാമി വാങ്ങിയിട്ടിട്ടില്ലേ? അതല്ല കൃഷി ചെയ്യാൻ കഴിയാത്ത. ബാക്കി മുഴുവൻ സ്ഥലത്തും അധികാരപൂർവ്വം ഞാൻ പറയുന്നു, അവകാശപൂർവ്വം ഈ നാടിന് വേണ്ടി പറയുന്നു, മുഴുവൻ സ്ഥലത്തും കൃഷി ചെയ്യാൻ കഴിഞ്ഞ ഒരു പഞ്ചായത്ത്. ആ പ്രതിപക്ഷത്തിൻ്റെ ഒരു നേതാവ് ഇവിടെ ഉണ്ട്. അദ്ദേഹവും ഈ സർക്കാരിൻ്റെ കമ്മിറ്റിയിൽ കൃഷി വകുപ്പിലുണ്ട്. എവിടെയാണ് ഇനി തരിശ് കിടക്കണത് പറഞ്ഞാൽ ആ തരിശ് കിടക്കുന്ന സ്ഥലം ബിനാമിയായി ആരാ മേടിച്ചിട്ടാക്കണേന്നും കൂടെ പറയണം. അതാണ് കൃഷിയുമായി ബന്ധപ്പെട്ട് എനിക്ക് സൂചിപ്പിക്കുന്നത്. പിന്നെ ഇപ്പോൾ ക്യാമറ വെച്ചത് 20 ക്യാമറകൾ ഇവിടെ വെച്ചു. അത് നൈറ്റ് വിഷൻ റൊട്ടേഷൻ ക്യാമറയാണ്. നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇവിടെ കിട്ടുന്ന 2500 രൂപയുടെ ക്യാമറ കോതങ്കലത്തോ തൊടുപുഴയിലെ മുനിസിപ്പാലിറ്റി വെച്ചതല്ല ഇവിടെ വെച്ചത്. ഇവിടെ ഇരിക്കുന്നത്, ഞാനിവിടെ നിൽക്കുന്നത്, അവിടെ നിന്നാൽ അത് റൊട്ടേറ്റ് ചെയ്യും, കറങ്ങും. രാത്രി നൈറ്റ് വിഷൻ ക്യാമറ. ആ ക്യാമറ ആദ്യ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ കാലത്ത്, ഈ പ്രസിഡന്റിൻ്റെ കാലത്തല്ല, ഈ ഭരണസമിതി തുടർച്ചയാണ് പ്രസിഡന്റുമാർ, കഴിഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ് കാലത്ത് വെച്ചു. ഏകകണ്ഠമായ തീരുമാനം പദ്ധതിയിൽ വീതം വെച്ചു. ആരെങ്കിലും തർക്കിക്കട്ടെ, ഡേറ്റ് ഇപ്പോൾ പറയും. ആ പദ്ധതി മുന്നോട്ട് വന്നു. 5 ഭരണസമിതിയുടെ കമ്മിറ്റികളിൽ കൂടി ഈ ക്യാമറയുടെ വർക്ക് നടത്താൻ തീരുമാനിച്ചു. 6ാമതൊരു ഭരണസമിതി ഇത് ടെൻഡർ കൊടുക്കാൻ തീരുമാനിച്ചു. കേരളത്തിലെ ഏറ്റവും അംഗീകൃതമുള്ള സർക്കാർ ഏജൻസിക്ക് ടെൻഡർ കൊടുക്കാൻ തീരുമാനിച്ചു. അന്ന് ഇന്ത്യ പ്രതിപക്ഷ നേതാവ് വിയോന എഴുതായിരുന്നേ. അങ്ങനെ ഇത് വേണ്ട എന്നുണ്ടെങ്കിൽ പ്രതിപക്ഷ നേതാവ് 448 വിയോനക്കുറിപ്പ് തലവൻ പഞ്ചായത്തിൽ എഴുതിയിട്ടുണ്ട്. പോരാച്ചം വെച്ച് ഞാൻ എടുത്തതാ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഈ വിയോന എഴുതിയില്ല? അപ്പോൾ വിയോന എഴുതണ്ടേ? ഈ ഭരണസമിതി തെറ്റായ നിലപാടുകളാണ് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് ഈ ക്യാമറ അഴിമതിയാണ് എന്ന് ഈ പ്രതിപക്ഷ നേതാവിൻ്റെ വിയോനക്കുറിപ്പ് പറയട്ടെ. വിയോനക്കുറിപ്പ് അവിടെ വരണ്ടേ? വന്നില്ല. ക്യാമറ സ്ഥാപിക്കാൻ ഒരു ഏജൻസി ഏൽപ്പിച്ചു. ബില്ല് മാറിക്കൊടുക്കാൻ ലാസ്റ്റ് കമ്മിറ്റി കൂടി. അപ്പോഴും വിയോജനയില്ല. പിന്നെ എങ്ങനെ അഴിമതിയാവണേ? അപ്പോൾ വിയോജനയില്ല. ഇത് നല്ല സുഖമായി ഇവിടെ നടക്കുമ്പോൾ നാട്ടിൽ ഈ മാലിന്യം കുമിഞ്ഞു കൂടുന്ന സംവിധാനം കുറഞ്ഞു. മാലിന്യം ക്യാമറ ഇവിടെ ഇരിക്കുമ്പോൾ ഇനി പുകമറയാണെങ്കിലും ഈ ക്യാമറ കാണുമ്പോൾ ആളുകൾ മാലിന്യം കൊണ്ടിടുന്നില്ല. അത് അങ്ങ് നിന്ന് കഴിഞ്ഞപ്പോൾ വേദനയുണ്ടായി, വികസനത്തിൻ്റെ വേദനയുണ്ടായി, വികസനത്തിനെതിരെയുള്ള ഒരു വേദനയുണ്ടായി. ആ വേദന കരഞ്ഞു തീർക്കുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ല എന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി എനിക്കിവിടെ പറയാനുള്ളത്. മറ്റൊന്ന്, ഇവിടെ ലൈഫ് വീടിൻ്റെ കാര്യം പറഞ്ഞു. ഈ നിയോജക മണ്ഡലത്തിൽ 9 ഗ്രാമപഞ്ചായത്തും വൈക്കം മുനിസിപ്പാലിറ്റിയും അങ്ങനെ 10 പ്രാദേശിക ഗവൺമെൻറ്റുകൾ 10. ആ 10 ഞാൻ അക്കമിട്ട് ചോദിക്കുന്നു, തലയോലപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് 234 വീട് പൂർത്തീകരിച്ചത് ചരിത്രമല്ലേ? അതിനെ അഭിനന്ദിക്കുകയല്ലേ ചെയ്യട്ടെ? അല്ലാതെ അതിന് പുറന്ന് 232 വീട് കഴിഞ്ഞ VG മോഹൻ്റെ കാലത്ത്, ഇവരുടെ ഭരണകാലത്ത്, വലിയ പ്രതിപക്ഷം പോലും ഇല്ല എന്നിവർ ആവശ്യപ്പെട്ടിരുന്ന ഒരു വലിയ സുതാര്യമായ കാലത്ത് 30 വീട് പണിയാൻ തീരുമാനിച്ചു. രേഖയാണ് 30 വീട്.
ആ 30-ൽ 18 വീടാ പൂർത്തീകരിക്കാൻ കഴിഞ്ഞുള്ളൂ. ബാക്കി 12 ഇദ്ദേഹം പറഞ്ഞ അഴിമതിക്ക് കോൺഗ്രസ് സ്ഥലം മേടിച്ചത് പൊതിയിൽ. ഞങ്ങൾ മേടിച്ചതല്ല, ഇവർ മേടിച്ച സ്ഥലം. ആ 12 ഇപ്പം ഈ ഭരണസമിതി 30-ാം തീയതി തീർത്ത് 6 വിധവകൾ ഉൾപ്പെടെയുള്ള പാവപ്പെട്ട അമ്മമാർക്ക് കൈമാറുന്നത് എന്നൊക്കെ പറയുമ്പോൾ അതിനെതിരെ പൊതുസമൂഹത്തിൽ എപ്പോഴും ഒരു അവജ്ഞയോട് കൂടി കാണുക എന്ന് പറയുന്നത് പാപ്പർത്തമായ രാഷ്ട്രീയമാണ് എന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാറുള്ളത്. നമുക്ക് KD ദേവരാജിലേക്ക് പോകാം. അദ്ദേഹം UDFിൻ്റെ മണ്ഡലം പ്രസിഡൻറ്റും കോൺഗ്രസിൻ്റെ UDFിൻ്റെ ചെയർമാനും കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡൻറ്റുമാണ്. നമുക്ക് അദ്ദേഹത്തിന് ഇതേക്കുറിച്ച് ഖണ്ഡിച്ചുകൊണ്ട് എന്താണ് സംസാരിക്കാനുള്ളതെന്ന് നോക്കാം. പ്രിയമുള്ളവരെ, ഇവിടെ പഞ്ചായത്ത് പ്രസിഡൻറ്റും പ്രതിപക്ഷ നേതാവും പ്രിയപ്പെട്ട അനിൽ ചെല്ലാങ്കലിനൊക്കെ പഞ്ചായത്ത് സംബന്ധിച്ചിട്ടുള്ള വലിയ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളൊക്കെ പറയുണ്ടായി. ഒറ്റ കാര്യം ഞാൻ ആദ്യമേ സൂചിപ്പിക്കുകയാണ്. സത്യസന്ധമായി ബഹുമാനായ അനിൽ ചെല്ലാങ്കൽ പറയണം, 444 വിയോജനക്കുറിപ്പ് ജോസ് വലിയക്ക് എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് തെളിയിക്കാവോ? പച്ചക്കള്ളം പൊതുസമൂഹത്തിൽ വെച്ച് മൈക്കിലൂടെ പ്രസംഗിക്കുന്നത് ശരിയായ രീതിയല്ല. സാധാരണഗതിയിൽ ഭരണപക്ഷങ്ങളൊക്കെ ഉണ്ടാവും. അത് നിയമസഭയിലാണെങ്കിലും പാർലമെൻറ്റിലാണെങ്കിലും ബ്ലോക്കിലായാലും പഞ്ചായത്തിലൊക്കെ ഭരണ കൈയാളുന്ന കക്ഷികൾക്കെതിരെ ജനാധിപത്യ സമ്പ്രദായത്തിൽ പ്രതിപക്ഷത്തു നിന്ന് ആരോപണങ്ങളും വിമർശനങ്ങളും ഒക്കെ ഉണ്ടാവും. അത് ജനാധിപത്യപരമായ സംവിധാനത്തിൻ്റെ സൗന്ദര്യമാണ്. ഇല്ല പിന്നെ എന്തിനാ ജനാധിപത്യം? ഒരു ഭരണപക്ഷത്തു നിന്ന് ഒരു കാര്യമാത്ര പ്രസക്തമായി വികസനത്തിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അത് മുച്ചൂടും അത് നടക്കരുത് എന്ന് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ നടത്തിക്കരുത് എന്ന് കരുതുന്ന ആൾക്കാരൊന്നുമല്ല UDFിൻ്റെ ആളുകൾ. പ്രത്യേകിച്ച് നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രതിപക്ഷം ഭരണപക്ഷമൊന്നുമില്ല. നമ്മുടെ ഗ്രാമപഞ്ചായത്തിന് ആവശ്യമായ വികസന പ്രവർത്തനങ്ങൾ എടുക്കുക എന്നുള്ളതാണ് ജനാധിപത്യപരമായി നമ്മുടെ കടമ. പക്ഷേ ഇവിടെ നടക്കുന്നത് എന്താ? ഇവിടെ നടക്കുന്നത് വലിയ അഴിമതികളാണ്. വലിയ അഴിമതികളെ എന്ന് പറയുമ്പോൾ ക്യാമറയുടെ പ്രശ്നം പറഞ്ഞു. ഒരു വിയോജനക്കുറിപ്പ് എഴുതിയാൽ നിങ്ങൾ ഈ പറയുന്ന 45,000 ശിഷ്ടം രൂപയ്ക്ക് അധികമായി വാങ്ങിച്ച ആ അഴിമതി ഇല്ലാതാകുമോ? അഴിമതി ഇല്ലാതാകണമെങ്കിൽ ഭരിക്കുന്ന പ്രസിഡന്റും ഭരണകക്ഷി നേതാക്കളും ഈ നമ്മുടെ മാർക്കറ്റ് വില അന്വേഷിച്ച് ആ മാർക്കറ്റ് വില അനുസരിച്ചാണോ ഈ വാങ്ങുന്ന ക്യാമറയാണെങ്കിലും മറ്റ് അനുബന്ധ സാധനങ്ങളാണെങ്കിലും ആ എമൗണ്ടിനാണോ, അതിൽ കുറച്ചാണോ, അല്ലെങ്കിൽ ആ നിലവാരത്തിൽ തന്നെയാണോ നമുക്ക് തരുന്നത് എന്ന് ചോദിക്കുവാനും അത് അറിയുവാനും ഉള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കില്ലേ? അത് പ്രതിപക്ഷത്തിൻ്റെതാണോ? അപ്പോൾ വിയോജനക്കുറിപ്പ് തരാത്തത് കൊണ്ട് ഞങ്ങൾ കൂടുതൽ വിലക്ക് വാങ്ങി എന്ന് പറയുന്നത് തെറ്റാണ്. അത് അഴിമതിയാണ്. അഴിമതി കണ്ടാൽ അഴിമതിയാണെന്ന് തന്നെ പറയുകയും വികസന പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ നേരിട്ട് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്യും. ഞാൻ ഒരു കാര്യം പറയണം, ഞാനെന്ന് മണ്ഡല പ്രസിഡന്റ് അല്ല, ഞാൻ UDFിൻ്റെ ചെയർമാനുമല്ല. പ്രിയമുള്ളവർ, 117 കോടി രൂപ മുടക്കി ജർമ്മൻ ഫണ്ടിൻ്റെ സഹായത്തോടു കൂടി 117 കോടിയുടെ ഒരു പദ്ധതി മുളക്കുളം ചന്തപ്പാലം റോഡ് നമ്മുടെ ഈ പഞ്ചായത്തിനെ സമീപത്തോടു കടന്നു പോകുന്നുണ്ട്. അവിടെ തിരുവനന്തപുരത്തിരിക്കുന്ന ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ വലിയ പശ്ചാത്തല ഓരോ ഗ്രാമപ്രദേശങ്ങളിലുമുള്ള പശ്ചാത്തല സൗകര്യങ്ങളെക്കുറിച്ചോ അവിടുത്തെ ന്യൂനതകളെക്കുറിച്ചോ വികസന മുരടിപ്പിനെക്കുറിച്ചോ അല്ലെങ്കിൽ വികസന സാധ്യതയെക്കുറിച്ചോ അവർക്കറിയില്ല. അവർ തിരുവനന്തപുരത്ത് ഓഫീസിൽ ഇരുന്നുകൊണ്ട് ഈ പദ്ധതികളൊക്കെ തയ്യാറാക്കും. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ടത് ഈ പദ്ധതി ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ നമ്മുടെ പഞ്ചായത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ, നമ്മുടെ ബ്ലോക്കിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ, നമ്മുടെ ജില്ലാ പഞ്ചായത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ ആ പദ്ധതിയിൽ ഉണ്ടായിരിക്കുന്ന ന്യൂനതകൾ, അത് പരിഹരിക്കേണ്ട ന്യൂനതകൾ, പരാതിയല്ല, ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ കൊണ്ടുവരികയും ജനങ്ങൾക്ക് ഉപകാരപ്രദമല്ലാത്ത കാര്യങ്ങൾ ആ പദ്ധതിയിൽ നിന്ന് മാറ്റുകയും ചെയ്ത് ഈ രാജ്യത്ത് സമയബന്ധിതമായി വികസന പ്രവർത്തനം നടത്തുവാൻ നേതൃത്വം നൽകുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ ഈ 117 കോടി രൂപ മുടക്കി ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്ന ആ റോഡിൻ്റെ ഗതി എന്താ? എത്ര പേരാണ് അപകടത്തിൽപ്പെട്ടത്? എത്ര പേർക്കാണ് അംഗവൈകല്യങ്ങൾ ഉണ്ടായത്?
എത്ര വൃദ്ധരാണ് അവിടെ വീണത്, എത്ര സ്ത്രീകളാണ് വീണത്. വീഴുക മാത്രമല്ല, ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ ഇവർ ഹനിക്കുകയല്ലേ ചെയ്തത്. ഞാൻ ചെറിയൊരു കോൺട്രാക്ടറായിരുന്നു, എനിക്കതിൻ്റെ ന്യൂനതകളെക്കുറിച്ച് അറിയാമായിരുന്നു. ഞാനൊരു പ്രമേയം എഴുതി, നാട്ടുകാരെ വിളിച്ചുകൂട്ടി. അവിടെ NSSൻ്റെ ഒരു ഓഫീസിൽ നാട്ടുകാരെ വിളിച്ച്, അതിനകത്ത് രാഷ്ട്രീയമൊന്നുമില്ല കേട്ടോ, അണിച്ചുള്ള അങ്ങനെ ഒന്നാണ്, വെയോസ്ബെലിക്ക് വന്നാണ് പ്രസിഡന്റ് വന്നാണ് എനിക്ക് തോന്നുന്നു. അന്ന് ആ നാട്ടുകാരെയൊക്കെ വിളിച്ചുകൂട്ടി നമ്മുടെ തലയോലപ്പറമ്പ് മുതൽ വെള്ളൂർ വരെയുള്ള ആ റോഡിൻ്റെ ബുദ്ധിമുട്ടുകൾ, റോഡ് കടന്നു പോകുമ്പോൾ ഉണ്ടാകാവുന്ന പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും പറയുകയും അത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ നമ്മൾ ആരായുകയും ചർച്ച ചെയ്യുകയും ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഒരു പ്രമേയം പഞ്ചായത്തിൽ കൊടുക്കുകയും KSTPയുടെ 13 ഉദ്യോഗസ്ഥന്മാർ ഈ തലയോലപ്പറമ്പ് പഞ്ചായത്തിൽ വന്ന് അത് ചർച്ച ചെയ്യുകയും ഞങ്ങളെ വിളിച്ചുകൊണ്ടുപോയി നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണ്, നിങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ പറയുന്ന ആ പ്രതിസന്ധികൾ എന്താണ്, ഞങ്ങളെ വിളിച്ചുകൊണ്ട് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു, ഇവിടെ ഞങ്ങൾക്ക് ഈ റോഡിന് ക്രോസ് ആയിട്ടുള്ള 5 ക്രോസ് ആണുള്ളത്. ആ ക്രോസുകൾ പൈപ്പിടാൻ സാധിക്കില്ല, പൈപ്പിട്ടാൽ നടഞ്ഞു പോകും. അതുകൊണ്ട് 3 മീറ്റർ വീതിയുള്ള ബോസ് കൽവർട്ട് വേണം. ഇവിടെ ഈ കാനയുടെ നടുക്കാണ് പോസ്റ്റ് ഇരിക്കണം, ലൈൻ പോകുന്ന പോസ്റ്റ് ഉള്ളത്, അത് മാറ്റി സ്ഥാപിക്കണം. അതുപോലെ തന്നെ 6 മീറ്ററോ 10 മീറ്ററോ വീതിയിൽ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ പാർക്കിംഗ് സൗകര്യങ്ങളുണ്ടെങ്കിൽ ആ പാർക്കിംഗ് സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തണം. 2 സൈഡും കാന വേണ്ട, ഞങ്ങൾ പറഞ്ഞതാണ്. 2 സൈഡും കാന വേണ്ട. ഈ നിങ്ങളൊന്ന് ആലോചിച്ച് ഈ അടിയം താഴപ്പള്ളി പാലത്തിൻ്റെ അവിടെ മുതൽ വെട്ടിക്കാട്ട് മുക്ക് വരെ എന്താണ് റോഡ്, ബണ്ട് റോഡാണ്. ഈ ബണ്ട് റോഡിൽ നമ്മൾ ടാറിടാൻ റോഡുണ്ടാക്കുമ്പോൾ പരമാവധി വീതി നമ്മൾ ഉപയോഗിക്കുകയല്ലേ വേണ്ടത്. അപ്പുറത്തും ഇപ്പുറത്തും കാണ പണിതാൽ ആ വീതി പോകും. അത് തന്നെയല്ല, വെള്ളം മുകളിൽ വീണ താഴത്തോട്ടല്ല പോണത്, താഴത്ത് കാന നിർമ്മിക്കണം. അപ്പുറത്തും ഇപ്പുറത്തുമുള്ള വയലുകളിൽ ആ കരിപ്രദേശങ്ങളിലൊക്കെ താഴത്ത് അപ്പുറത്തും ഇപ്പുറം കാനയുണ്ട്. ആ കാന നമ്മൾ നവീകരിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ പകുതി പൈസ പോലും വേണ്ട. ആ കാന നവീകരിച്ചാൽ നമുക്ക് വേനൽക്കാലത്ത് വെള്ളം കിട്ടും. ഇതൊന്നും പരിഹരിക്കാതെ അതൊക്കെ താറുമാറാക്കി പഞ്ചായത്ത് എന്തെങ്കിലും ഇക്കാര്യത്തിൽ ഈ മുളക്കുളം തലയോലപ്പറമ്പ് മുളക്കുളം വെള്ളൂർ നടക്കുന്നുള്ള ഈ റോഡിൽ എന്തെങ്കിലും ഒരു ഇടപെടൽ നടത്തിയിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കണം. അതുപോലെ തന്നെ തൊഴിൽ പ്രശ്നങ്ങൾ, നമ്മുടെ ഈ രാജ്യത്തെ എന്ത് വിലക്കയറ്റമാണ്, വിദ്യാഭ്യാസ മേഖലയിലുള്ള കാര്യങ്ങൾ, നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ, ഏറ്റവും പോയി നമ്മുടെ വിശ്വാസത്തെ പോലും തകർക്കുന്ന ഒരു സർക്കാരായി ഇവിടെ നിൽക്കുന്നു. നമുക്ക് ദൃശ്യ പോരാട്ടം 2025 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആലപ്പാട് ഗോൾഡ്, പാല, മുണ്ടക്കയം, കറുകച്ചാൽ. സ്പോൺസേർഡ് ബൈ മേരി ക്വീൻസ് ഹോസ്പിറ്റൽ, 26 മൈൽ, കാഞ്ഞിരപ്പള്ളി. സ്വർണം പണയം വെച്ചിട്ട് തിരിച്ചെടുക്കാൻ പ്രയാസപ്പെടുകയാണോ? അല്ലെങ്കിൽ ലേലത്തിൽ പോകുമോ എന്ന ആശങ്കയുണ്ടോ? കയ്യിലെ സ്വർണത്തിന് എവിടെ മികച്ച വില ലഭിക്കുമെന്നറിയാതെ വിഷമിക്കുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ ഉടൻ ആലപ്പാട് ഗോൾഡിലേക്ക് വിളിക്കൂ. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾക്ക് മാർക്കറ്റിലെ അതാത് ദിവസത്തെ വില ഇവിടെ ലഭിക്കും. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും എത്ര പഴയതായാലും ആലപ്പാട് ഗോൾഡ് അന്നുള്ള ദിവസത്തെ മാർക്കറ്റ് വില നൽകി സ്വർണം തിരിച്ചെടുക്കുന്നു. GPay, RTGS, NEFT, ചെക്ക് എന്നിവയുടെ സൗകര്യവും ഉണ്ട്. പണത്തിന്റെ ടെൻഷൻ വേണ്ട. ആലപ്പാട് ഗോൾഡ് നിങ്ങളുടെ സ്വർണത്തിന് വിപണിയിലെ ഏറ്റവും ഉയർന്ന വില നൽകുന്നു. 2001 മുതൽ കേരളത്തിലെ നമ്പർ 1 ഓൾഡ് ഗോൾഡ് പർച്ചേസ് ഷോപ്പായ ആലപ്പാട് ഗോൾഡ് സാധാരണക്കാരെ സഹായിക്കാൻ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നു. ജനസേവനമാണ് നമ്മുടെ ലക്ഷ്യം. വിശ്വാസത്തോടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കാൻ ആലപ്പാട് ഗോൾഡിനെ സമീപിക്കാം. ഞങ്ങൾ സ്വർണത്തിന് യഥാർത്ഥ മൂല്യം നൽകുന്നു. ഞങ്ങളുടെ സ്ഥാപനങ്ങൾ മുണ്ടക്കയം KK റോഡിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ അടുത്ത് അജ്ഫ ബേക്കേഴ്സ് ബിൽഡിംഗിലും കറുകച്ചാലിൽ മല്ലപ്പള്ളി റോഡിലുള്ള ഫെഡറൽ ബാങ്ക് ബിൽഡിംഗിലും പ്രവർത്തിക്കുന്നു. അതുകൂടാതെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മുടെ സർവീസ് ലഭ്യമാണ്. സ്വർണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇനി ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ നമ്പറിലേക്ക് ഒരു ഫോൺ കോൾ മതി. ആലപ്പാട് ഗോൾഡ് നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ അടുത്തെത്തും. ആലപ്പാട് ഗോൾഡ് എന്നും നിങ്ങളോടൊപ്പം. Mother soothes, Mother cares, Mother protects, Mother finds always reason to smile. Mother stands up for you for everything. Mary Queen's Mission Hospital, Kanirapalli, Kottayam. We care.
got cures. Introducing South India's largest sanitary ware showroom, now in Pala. Welcome to Cochin Saniwares, where luxury meets innovation. Here, every leading sanitary ware brand has its own exclusive space, designed to bring their world to life. Step inside and experience the future of your home, with real-time previews that let you see exactly how your bathroom, kitchen, or living spaces will look before you decide. കൈകളുടെ അലങ്കാരങ്ങൾക്ക് പരിശുദ്ധ സ്വർണത്തിന്റെ പൊൻപ്രഭയേകാൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ബാംഗിൾ ഫെസ്റ്റ്. സമാനതകളില്ലാത്ത ഏറ്റവും പുതിയ ഡിസൈൻ വളകൾക്കൊപ്പം ട്രഡീഷണൽ വളകളുടെ അത്യാകർഷകമായ കളക്ഷനുമായി ഒക്ടോബർ 17 മുതൽ 24 വരെ ഞങ്ങളുടെ തൊടുപുഴ ഷോറൂമിൽ വരൂ. മനസ്സിനിണങ്ങിയ സ്വർണം മിതമായ വിലയിൽ സ്വന്തമാക്കുന്നതിനൊപ്പം അലങ്കാരങ്ങളുടെ പൂർണ്ണത അനുഭവിച്ചറിയാൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. ജോസ് വേലിക്കകം, താങ്കൾക്കെതിരെ LDF ആരോപണം ഉന്നയിച്ചിരുന്നു. എന്തൊക്കെയാണ് മറുപടി? എൻ്റെ ബഹുമാനപ്പെട്ട സുഹൃത്ത്, ഞാൻ തലയോലപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റിയിൽ 448 വിയോജനക്കുറിപ്പ് എഴുതിയെന്നാണ് പറഞ്ഞത്. എനിക്ക് അതിയായ സന്തോഷമുണ്ട്. 448-ൽ 400 പോട്ടെ, ഒരു 48 എണ്ണം കാണിച്ചു തരാമെങ്കിൽ ഞാൻ ഈ പൊതുപ്രവർത്തനം ഇവിടെ നിർത്താം. വെല്ലുവിളിക്കുക. ഒരു മൈക്ക് കിട്ടിയെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഭംഗിയായിട്ട് തള്ളി മറിക്കണ ഒരു സംവിധാനം ഞാൻ ലോകത്ത് ആദ്യമായിട്ടാണ് കാണുന്നത്. എന്തൊരു കള്ളത്തരായി പറയണത്. എത്ര കമ്മിറ്റി കൂടണം 448 വിയോജനക്കുറിപ്പ് എഴുതണമെങ്കിൽ? ഒരു മാസത്തിൽ ഒരു കമ്മിറ്റിയേ ഉള്ളൂ, അല്ല 2 കമ്മിറ്റി. 60 മാസം കൂട്ടിക്കോ, 120 കമ്മിറ്റി. എല്ലാ കമ്മിറ്റിയിലും ഞാൻ 448 വിയോജനക്കുറിപ്പ് എഴുതണമെങ്കിൽ എല്ലാ കമ്മിറ്റിയിലും എത്ര വിയോജനക്കുറിപ്പ് ഞാൻ എഴുതണം? ഒന്ന് ആലോചിക്കണ്ടേ? പറയണതിനൊരു മര്യാദ വേണ്ടേ? ഇത് കേട്ട് നിൽക്കണവരെ വിശ്വസിക്കണ്ടേ? ഇങ്ങനെ കള്ളത്തരം പറയുന്ന ഒരു വ്യക്തിയെ ഞാൻ ലോകത്ത് ആദ്യമായിട്ടാണ് കാണുന്നത്. പറയണല്ലോ, ആക്രമണമില്ല. വ്യക്തിപരമായ ആക്രമണമാണല്ലോ. മറുപടി പറയട്ടെ. വ്യക്തിപരമായ ആക്രമണം നിങ്ങളല്ലേ തുടങ്ങിയത്? നിങ്ങളല്ലേ തുടങ്ങിയത്? 448 വിയോജന കുറിപ്പ് എഴുതിയത് നിങ്ങളല്ലേ പറഞ്ഞത്? കള്ളാധാരം പറയും, കള്ള സീല് പറയും, വ്യാജ സീൽ ഉണ്ടാക്കി 4 പേര് ജയിലിൽ പോയതൊക്കെ ഞാൻ പറയും. മറുപടി പറയട്ടെ. മറുപടി പറയട്ടെ. പഞ്ചായത്തിലെ കള്ളാധാരം ഞാൻ പറയും. എല്ലാവരും ഒരേ സമയത്ത് പറയരുത്. ഇദ്ദേഹം പറയട്ടെ. പറയട്ടെ. ഞാൻ പറയട്ടെ. അല്ല, നിങ്ങളല്ലല്ലോ, ഞാൻ പറയട്ടെ. പറയുന്നേ പ്ലീസ് പറയട്ടെ. ഞാൻ എന്ത് പറഞ്ഞാൽ, എന്നെ കുറിച്ച് എന്ത് പറഞ്ഞാലും ഞാൻ അതിന് മറുപടി പറഞ്ഞോളാം. നാണൊക്കെ രണ്ടാമത്തെ പ്രശ്നമില്ല, ഞാൻ മറുപടി പറഞ്ഞോളാം. എനിക്ക് അതിനകത്തൊരു പ്രശ്നമില്ല. രണ്ടാമത് ഞാൻ പറയുന്നത്, ഞാൻ DDPക്ക് കത്തെഴുതിയെന്ന് പറയുന്നു. ആ കത്ത് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്, എൻ്റെ ഫയലുള്ളതാണ്. ഞാൻ DDPക്ക് കത്തെഴുതിയത് എന്തുകൊണ്ടാണ്? ആ പഞ്ചായത്തിലേക്ക് ഒരു പ്രായം ചെന്ന ഒരാൾ, ഒരു വികലാംഗൻ ഒന്ന് കയറട്ടെ, ഉദ്യോഗസ്ഥന്മാർ പ്രായം ചെന്നവർ കയറട്ടെ, മുട്ടുവേദനയുള്ളവർ കയറട്ടെ. ഞാൻ DDPക്ക് പറഞ്ഞതിനാ ഈ പഞ്ചായത്തിൻ്റെ ഓഫീസിനകത്തേക്ക് കയറാൻ ഒരു ലിഫ്റ്റോ ഒരു റാമ്പോ അല്ലെങ്കിൽ ഇത്തിരിയും കൂടി നല്ല ഒരു ഇതോ വേണമെന്ന് പറഞ്ഞു, ഏത് സ്റ്റെയർ കേസോ വേണമെന്ന് പറഞ്ഞു. അത് തെറ്റാണോ? രണ്ടാമത് ഞാൻ പറഞ്ഞതിനാ, നമുക്ക് നാളിതേവരെ കമ്മിറ്റി ഹാളില്ല. അങ്ങ് പറഞ്ഞല്ലോ ഈ ഓഫീസെല്ലാം അങ്ങ് മാറ്റിയെന്ന്. വർഷം എത്രയായി? നമുക്ക് കമ്മിറ്റി ഹാളുണ്ടോ? ഇപ്പോഴും കമ്മിറ്റി കൂടുന്ന എവിടെയാ? ഞങ്ങളിരിക്കണ ഭരണസമിതിക്കകത്തല്ലേ? നിങ്ങൾ എത്ര പേര് വന്ന് കണ്ടേക്കണ്? എവിടെയാണ് നമ്മുടെ കമ്മിറ്റി ഹാള്? കമ്മിറ്റി ഹാള് മുൻ പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്യുമെന്ന് പറഞ്ഞ് ഒരു കമ്മിറ്റി അതിനകത്ത് നമുക്ക് നടത്താൻ പറ്റിയോ? അത് ഞാൻ എഴുതണ്ടേ? ഈ പഞ്ചായത്തിൻ്റെ ഒരു ഓപ്പോസിഷൻ പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ ഒരു എതിർകക്ഷി എന്ന നിലയിൽ ഈ വിവരങ്ങൾ DDPനെ ഞാൻ അറിയിക്കണ്ടേ? അതിൻ്റെ അർത്ഥം ഇതിങ്ങോട്ട് മാറ്റരുതെന്നാണോ? അങ്ങനെ ചിന്തിച്ചാൽ എങ്ങനെ ശരിയാകണേ? നിങ്ങൾ ആരെങ്കിലും ഇത് പറഞ്ഞോ ഇതേവരെ? നാളിതേവരെ ചെയ്തോ? ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ നാളിതേവരെ ഒരു കാര്യം ചെയ്തെങ്കിൽ പറ. അങ്ങ് പറഞ്ഞല്ലോ അങ്ങയുടെ
വാർഡിൽ അല്ല നമ്മുടെ പഞ്ചായത്തിലെ മൊത്തം മാലിന്യ സംസ്കരണം ഞങ്ങൾ ഭംഗിയായിട്ട് നടത്തിയെന്ന് പറഞ്ഞു. 130 രൂപ ഗുണഭോക്തൃ വിഹിതം വാങ്ങിച്ചുകൊണ്ട് ഉറവിട മാലിന്യ പദ്ധതിക്ക് നമ്മൾ അംഗീകാരം കൊടുത്തു. പല വാർഡുകളിൽ ഈ 130 രൂപയുടെ ഉപാധി കൊടുത്തു. കുറേ വാർഡുകളിൽ 85 രൂപയുടെ ഉപാധിയെ കൊടുത്തുള്ളൂ. ഏത് വാർഡാണെന്ന് ഞാൻ പറയുന്നില്ല. ചെല്ലങ്ക എന്തേ ബാക്കി കാശ് നിങ്ങൾ ഇതേവരെ കൊടുക്കാത്തത്? ഉറവിട മാലിന്യമല്ലേ ആവശ്യം? പൊതുമാലിന്യത്തെക്കാൾ ആവശ്യം ഉറവിട മാലിന്യമല്ലേ? സർക്കാർ പറയുന്ന ഉറവിടത്തിൽ തന്നെ മാലിന്യം സംസ്കരിക്കാനല്ലേ? എന്തേ ആ 85 രൂപയുടെ ബാക്കി പൈസ ഇതേവരെ കൊടുക്കാത്തത്? 2024-25 1183 പേർക്ക് ഉറവിട മാലിന്യത്തിൻ്റെ ലിസ്റ്റ് പഞ്ചായത്ത് ഗുണഭോക്തൃ ലിസ്റ്റ് വന്നിട്ട് വർഷത്രയായി. 1 വർഷം 2 മാസമായില്ലേ? ഒരാൾക്ക് പോലും കൊടുക്കാൻ പറ്റിയോ? ഈ കഴിഞ്ഞ വർഷം ആർക്കെങ്കിലും കൊടുത്തോ? മാർച്ച് കഴിഞ്ഞ് ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, ഒക്ടോബർ വരെ ആയില്ലേ? 1186 പേർക്ക് തലയോലപ്പറമ്പിൽ കൊടുക്കണ്ടേ? നിങ്ങൾ കൊടുപ്പിച്ചോ? VO ഇല്ലെന്നല്ലേ പറയണത്? ഒരു VO ഉള്ളപ്പോൾ ഇതുക്കുള്ള 10 നടപ്പാക്കിയില്ലേ? മിച്ചം എന്ന പൈസ എന്തിയെ? അത് പഞ്ചായത്തിൽ പാവപ്പെട്ടവർക്ക് കൊടുക്കണ്ടേ? അങ്ങയുടെ വാർഡിലില്ലേ ഈ ആൾക്കാർ 85 രൂപ 130 രൂപ അടിച്ചിട്ട് 85 രൂപ സാധനം വാങ്ങിച്ചവര്? ഒരു പോയിന്റ് കൂടി ഞാൻ പറയാം. വികസനത്തിൻ്റെ കാര്യം എനിക്ക് ചർച്ച ചെയ്യാനുള്ളൂ. ജില്ലാ പഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും മെമ്പർമാരെല്ലാം LDF-കാരാണ്. ഒരൊറ്റ ജില്ലാ പഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ഒരു നല്ല പദ്ധതി നിങ്ങൾ കാണിച്ചത്. ഒരു വലിയ റോഡ് 6 മീറ്റർ വീതിയുള്ള എത്രയോ റോഡ് കിടക്കുന്നു. 12-ാം വാർഡിൽ LDF-ൻ്റെ മെമ്പറിൻ്റെ വീടിൻ്റെ വാതിൽക്കൂടി പോകുന്ന റോഡ്, മനക്കച്ചറ റോഡ്, തേവലക്കാട് കടുത്തുകടവ് റോഡ്, പള്ളിപ്പാറ തലപ്പാറ റോഡ്, ഇവിടെയൊക്കെ ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ടേ വെക്കാവുള്ളൂ. എൻ്റെ വീടിൻ്റെ വാതിൽക്കൂടിയുള്ള റോഡുണ്ട്, അത് വെച്ചത് ഇവർ ഇല്ലാതാക്കി. എനിക്ക് അതിനകത്ത് വിരോധമില്ല. അങ്ങനത്തെയുള്ള റോഡുകൾ എത്ര ഫണ്ട് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ വെച്ചു? എത്ര ഫണ്ട് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ വെച്ചു? ഈ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ, ഞങ്ങളുടെ ഡിവിഷനിലെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഏതെങ്കിലും ഒരു നല്ല വർക്ക് 5 വർഷമായി ഏതെങ്കിലും ഒരു കാര്യം എടുത്തു പറയാവുന്ന ജില്ലാ പഞ്ചായത്തിൻ്റെയോ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയോ ഉണ്ടോ? ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഈ സ്കൂളിന് മതിൽ പണിത് കൊടുത്തു. അതൊരു നല്ല കാര്യം. 3 കോടി രൂപ 4 കോടി രൂപ ഒരു വർഷം ജില്ലാ പഞ്ചായത്ത് മെമ്പറിൻ്റെ വികസനത്തിന് കിട്ടിയിട്ട് തലയോലപ്പറമ്പ് പഞ്ചായത്തിൽ എത്ര എണ്ണുണ്ട്? അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലും വാട്സപ്പിലും നോക്കിയാൽ കാണാം. മറ്റു പഞ്ചായത്തുകളിൽ ലക്ഷക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനം നടത്തിയതിൻ്റെ ഫോട്ടോ ഒരെണ്ണം തലയോലപ്പറമ്പിലിടുന്നേ. ഞാൻ അതേ പറയുന്നുള്ളൂ. പിന്നെ വ്യക്തിപരമായി എന്ത് ആരോപണം പറഞ്ഞോ ഞാൻ നേരിടാം. ഓക്കെ, നമുക്ക് പ്രസിഡന്റിന് ഇതിനെക്കുറിച്ചൊക്കെ ഒരു ചുരുക്കി പറയണേ. ഇത് കഴിഞ്ഞ് നമുക്ക് പൊതുജനങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട പാർലമെന്ററി പാർട്ടി ലീഡർ ഇവിടെ വികസനം LDF ഒന്നും നടത്തിയില്ല എന്ന് പറയുകയുണ്ടായി. പശ്ചാത്തല മേഖലയിലെ റോഡുകളൊന്നും ചെയ്തില്ല എന്ന് പറയുകയുണ്ടായി. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഗ്രാമപഞ്ചായത്തിന് ലഭിച്ച ഫണ്ടുകൾ കൃത്യമായിട്ട് നടത്തേണ്ട ഉത്തരവാദിത്തം പഞ്ചായത്തിൽ ജയിച്ചു വരുന്ന ജനപ്രതിനിധികളുടെയാണ്. അതായത് ഈ ഭരണസമിതിയിലുള്ള 15 അംഗങ്ങൾക്കും ഫണ്ട് ചെലവഴിക്കുന്ന കാര്യത്തിൽ തുല്യ ഉത്തരവാദിത്തമുള്ളത്. അല്ലാതെ പ്രസിഡന്റിനോ വൈസ് പ്രസിഡന്റിനോ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾക്കോ മാത്രമുള്ള ഉത്തരവാദിത്തമല്ല അത്. ഞാനത് എടുത്തു പറയാൻ കാരണം, വികസനവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ പറയുമ്പോൾ UDF-ൻ്റെ ഒരു പ്രതിനിധി ഗ്രാമസഭ പോലും വിളിച്ചു കൂട്ടാതെ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ അധ്യക്ഷതയിൽ ഗ്രാമസഭ കൂടേണ്ട ഒരു കാര്യം ഈ പാർലമെന്ററി പാർട്ടി നേതാവിൻ്റെ കീഴിലുള്ള അംഗങ്ങൾ കാണിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളിടത്ത് എവിടെ വികസനം വരും? ഗ്രാമപഞ്ചായത്തുകളിൽ വികസനം നടക്കണമെന്നുണ്ടെങ്കിൽ ഗ്രാമസഭകൾ കൃത്യമായി വിളിച്ചു ചേർക്കുകയും അവിടെ നിന്ന് കിട്ടുന്ന ഗുണഭോക്തൃ ലിസ്റ്റുകൾ കറക്റ്റ് സമയത്തിന് കിട്ടിയാൽ മാത്രമേ നമുക്ക് നിർവഹണം നടത്തുവാനായിട്ട് ഉദ്യോഗസ്ഥരുടെ കൈകളിൽ ഏൽപ്പിക്കാൻ പറ്റുള്ളൂ. ആ ഉദ്യോഗസ്ഥരുടെ കൈകളിൽ തരണമെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ല ഗ്രാമസഭകൾ വിളിച്ചു കൂട്ടേണ്ട ഉത്തരവാദിത്തം ജനപ്രതിനിധികളാണ്. നമ്മൾ ജനപ്രതിനിധികളെ തെരഞ്ഞെടുത്ത് വിടുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഗ്രാമപഞ്ചായത്തിൽ ഓരോ വാർഡിലും ജനപ്രതിനിധികൾ വരുമ്പോൾ ആ വാർഡിലെ കാര്യങ്ങളെങ്കിലും നോക്കാൻ കാര്യശേഷിയുള്ള ആളുകളെ പറഞ്ഞു വിടണം എന്നാണ് എനിക്ക് ബഹുമാനപ്പെട്ട അംഗങ്ങളോട് പറയുവാനുള്ളത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നാട്ടിൽ വികസനം നടന്നില്ല എന്ന് പറയുമ്പോൾ 3.5 കോടിയിലധികം രൂപയുടെ റോഡുകൾ 15 വാർഡുകളിലുമായിട്ട് ഓരോ വർഷം ചെറിയ ചെറിയ എമൗണ്ടൊക്കെ പറഞ്ഞു എല്ലാ വാർഡിലും തുല്യമായിട്ട് വീതിച്ചുകൊണ്ട് തന്നെ വികസന പ്രവർത്തനങ്ങൾ ചെയ്യുവാനായിട്ട് കിട്ടിയ ഫണ്ടിന്റെ ലഭ്യത അനുസരിച്ച് നമുക്ക് ചെയ്യുവാനായിട്ട് സാധിച്ചു. അതോടൊപ്പം തന്നെ GST-യുടെ കാര്യം ഇവിടെ പറയുകയുണ്ടായി. ഈ GST കോമ്പൻസേഷൻ തരുന്നത് കേരള സർക്കാരാണോ എന്ന് ബഹുമാനപ്പെട്ട അംഗങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. കേന്ദ്രത്തിൽ നിന്ന് വരുന്ന GST വാങ്ങേണ്ട ഉത്തരവാദിത്തം ആരുടെയാണ്? നമ്മൾ കൂട്ടായി ഒറ്റക്കെട്ടായി രാഷ്ട്രീയം മറന്നു നിന്നാൽ മാത്രമേ
GST നമ്മുടെ നാട്ടിൽ വന്ന് ഓരോ റോഡിനും വികസനം കൊണ്ടുവരുവാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്തുകൊണ്ട് അത് പാർലമെന്ററി പാർട്ടി ലീഡർ മറന്നുപോയെന്ന് എനിക്കറിയില്ല. ഒറ്റക്കെട്ടായി എടുത്തൊരു തീരുമാനമായിരുന്നു നമ്മൾക്ക് കേന്ദ്രത്തിലേക്ക് ഇതിനു വേണ്ടി സമരം ചെയ്യുക എന്ന് പറഞ്ഞ് നമ്മൾ ഒറ്റക്കെട്ടായി പഞ്ചായത്ത് സമിതിയിൽ എടുത്ത തീരുമാനം അട്ടിമറിക്കാൻ ശ്രമിച്ച ആരാണെന്ന് അദ്ദേഹം തന്നെ ഒന്ന് പറയുകയുണ്ടായി. ഒരു വിഷയമുള്ളൂ. ഇവിടെ പ്രിയപ്പെട്ട ദേവരാജൻ ചൂണ്ടിക്കാണിച്ച ഒരു വികസനം കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ നമുക്ക് എടുത്തു പറയാൻ കഴിയുന്ന റീബിൽഡ് കേരള 2018 പ്രളയം ബാധിച്ച ഒരു വലിയ നാട് എന്ന നിലയിൽ ഇത് മുട്ടിയറ പെട്രോൾ പമ്പിൻ്റെ പരിസരത്ത് നിന്ന് റോഡ് ആരംഭിച്ച് ചന്തപ്പാലം മുളക്കുള റോഡ് അതവിടെ ചെന്ന് അവസാനിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ജർമ്മൻ ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടുകൂടി 117 കോടി രൂപയുടെ വർക്ക് ആരംഭിച്ചു. ആ വർക്ക് സമയബന്ധിതമായി ആ കമ്പനിക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെയൊക്കെ നാട്ടിൽ വന്നിട്ടുണ്ട്. ആ പൂർത്തീകരിക്കാൻ പറ്റാത്തത് ചില സമരങ്ങളാണ് ഞാൻ നിങ്ങൾ ഓർമ്മപ്പെടുത്തുക. അവരെ പണിയാൻ സമ്മതിക്കാത്ത ചില സമരങ്ങൾ. എന്ത് സമരമാണ് എന്താണ് ഈ പറയണത്? ജനങ്ങൾ സമരം ചെയ്ത വികസന പ്രവർത്തനങ്ങൾ എന്ത് മര്യാദകളാണ് നിങ്ങൾ ഈ പറയുന്നത്? നിങ്ങൾ അധ്യക്ഷനായിരുന്ന സ്ഥലത്തല്ലേ ഞങ്ങൾ ഈ അപേക്ഷ കൊടുത്തത്? നിങ്ങൾ അധ്യക്ഷനായിരുന്ന സമയത്തല്ലേ ഞങ്ങൾ അപേക്ഷ തന്നത്? ആ റോഡ് സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ ആ കമ്പനിക്ക് കഴിഞ്ഞില്ല. കേരളത്തിലെ ഗവൺമെന്റ് കൈകെട്ടി നിന്നില്ലല്ലോ. ആ കമ്പനിയെ ടെർമിനേറ്റ് ചെയ്തു. 144 കോടി രൂപ 144 കോടി രൂപ മുടക്കിക്കൊണ്ട് റീടെൻഡർ വിളിച്ച എല്ലാ ഗ്രാമപഞ്ചായത്തുകളും കൂടെ ജർമ്മൻ ഫണ്ട് വകമാറ്റി ചെലവഴിച്ച് സമ്മതിക്കില്ല. അവരുടെ ഈ 117 അല്ല ഈ നാട്ടിൽ ആളുകൾ നിൽക്കുമ്പോ നടക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അംഗീകരിക്കില്ല. നാട്ടിൽ ആളുകൾ നിൽക്കുമ്പോ മൈക്ക് കിട്ടിയ എന്ത് തോന്നിയാസം പറഞ്ഞ് നടന്നില്ലെന്ന് പറഞ്ഞ് ഞങ്ങൾ അംഗീകരിക്കില്ല. ഈ 117 ദേവരാജൻ പറഞ്ഞതുകൊണ്ട് ചൂണ്ടിക്കാണിക്കണോ? ദേവരാജൻ പറഞ്ഞതുകൊണ്ട് എൻ്റെ സുഹൃത്തായതുകൊണ്ട് ഞാൻ ചൂണ്ടിക്കാണിക്കണോ? ആ 117 കോടി രൂപയുടെ വർക്ക് സമയബന്ധിതമായി തീർക്കാത്തതുകൊണ്ട് ഈ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് ആ കമ്പനിയെ ടെർമിനേറ്റ് ചെയ്തു. അറിഞ്ഞോ? വീണ്ടും എല്ലാ ഗ്രാമപഞ്ചായത്തുകളുടെ പ്രസിഡന്റുമാരെയും ഡിവിഷൻ മെമ്പർമാരെയും ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരെയും ഒക്കെ കൂട്ടി അത് വീണ്ടും റീടെൻഡർ ചെയ്തു. അത് അടയാളപ്പെടുത്തി രേഖപ്പെടുത്തി എവിടെയൊക്കെ പോരായ്മ നടത്തി 144 കോടി രൂപയുടെ വർക്ക് കഴിഞ്ഞ ബുധനാഴ്ച ടെൻഡർ ചെയ്തു. ശ്രീഭദ്ര ഏറ്റുമാനൂർ കമ്പനിയാണ് എടുത്താക്കണേ. ഞാനും ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും മുളക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ലൂക്കുമാത്തി ഉൾപ്പെടെ 2 വണ്ടിയിൽ ആളുകൾ പോയി കഴിഞ്ഞ ദിവസം മന്ത്രിയുമായി സംസാരിച്ച് അത് ടെൻഡർ ചെയ്ത് എഗ്രിമെന്റ് വെച്ചു. വികസനം തന്നെ. പിന്നെ ഒന്നോട് പറയണോ, ഇത് അദ്ദേഹം പറഞ്ഞ ഒരു പോയിന്റ് ഇവിടെ പറയാൻ ഇദ്ദേഹം ഇവിടെ പറഞ്ഞല്ലോ, ഇദ്ദേഹം കൊണ്ടുവരുന്ന കാര്യങ്ങളിൽ ഞങ്ങൾ എതിർപ്പുണ്ട്, അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ വിയോജനങ്ങൾ കൂടുതൽ വരുന്നതുകൊണ്ടാണ് ആ വികസനം. ഇപ്പോൾ അവസാന സമയത്ത് ഒരു കാര്യം പറയാം. 1 മാസക്കാലം മുമ്പ് ഈ ഓഫീസുകളെല്ലാം പഞ്ചായത്തിൻ്റെ 2ാം നിലയിലേക്ക് പോയി. ഗ്രാമപഞ്ചായത്തിൻ്റെ സേവനം 1ാം നിലയിൽ കൊണ്ടുവന്നു. ഞങ്ങളല്ല അത് ആദ്യം ആഗ്രഹിച്ചത്. കഴിഞ്ഞ 5 വർഷക്കാലം മുമ്പാണ് VG മോഹൻ്റെ UDF പഞ്ചായത്താണ് ഈ പദ്ധതി ആദ്യം നടപ്പിലാക്കാൻ ശ്രമിച്ചു. നടത്തിച്ചില്ല, ഇവർ തന്നെ നടത്തിച്ചില്ല. മിൻസൊക്കെ വലിച്ചു കീറി എന്നും കലാപമുള്ളൂ, അത് നടന്നില്ല. ഞങ്ങളത് കൊണ്ടുവന്നപ്പോൾ ഇപ്പോൾ അതിനകത്ത് സോളാർ പാനലും അത് 50,000 രൂപ. ഇത് വിജിയുടെ കാലത്താണല്ലോ പഞ്ചായത്ത് അങ്ങ് മാറാനുള്ള ശ്രമം നടത്തിയൊക്കെ നാട്ടിൽ എല്ലാവർക്കും അറിയാം. കോൺഗ്രസ് ആണ് നടത്തിയത്. ഞങ്ങൾ വന്നപ്പോൾ അത് നടപ്പിലാക്കി. അത് നടക്കാതിരിക്കാനുള്ള എല്ലാ കുൽസിത ശ്രമം നടത്തിയപ്പോഴും ഗ്രാമപഞ്ചായത്ത് നാട്ടുകാർക്ക് വേണ്ടി തുറന്നു കൊടുത്തു. ഇപ്പോൾ അവിടെ സോളാർ പാനൽ സ്ഥാപിച്ച് വൈദ്യുതി, ഇപ്പോൾ അറിയാലോ വൈദ്യുതിയുടെ ചാർജൊക്കെ പഞ്ചായത്തിൻ്റെ പൈസ പോകാതിരിക്കാൻ പദ്ധതിയിൽ കൊണ്ടുവന്ന് സോളാർ പാനൽ സ്ഥാപിച്ച് 2 ഹാളും ശീതീകരിച്ച് കൊണ്ടുവന്നാൽ ഈ ഗ്രാമപഞ്ചായത്തിലെ സാധാരണക്കാരന് സേവനത്തിന് വരുമ്പോൾ ഉദ്യോഗസ്ഥർക്കും ഒക്കെ വലിയ സൗകര്യം. എല്ലാ ഗ്രാമപഞ്ചായത്തും അങ്ങനെയായി. ഇദ്ദേഹം കഴിഞ്ഞ കമ്മിറ്റിയിൽ അത് വിയോജനം പറഞ്ഞു, അത് നടക്കിയല്ല. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞതെന്നറിയോ? സോളാർ അഴിമതിയാണ്. സോളാർ അഴിമതി ആരാ? ഞങ്ങളാണ് കൊണ്ടുവന്നത്. അതിലേക്ക് പോലില്ല. സോളാർ അഴിമതിയാണ്, അതുകൊണ്ട് നടക്കിയല്ല എന്ന് പറഞ്ഞാൽ പദ്ധതി മാറ്റിവെച്ച് ഇവിടെ ഇരുന്ന് ജനപ്രതിനിധികൾക്ക് അറിയാലോ, മാറ്റിവെച്ചോ പദ്ധതി. UDF പ്രതിനിധി ഒരു മിനിറ്റ്. ഈ കഴിഞ്ഞ കമ്മിറ്റിയിൽ ഇത് അജണ്ട ഉണ്ടായിരുന്നോ പ്രസിഡന്റ്?
ഏത് ഇല്ല പിന്നെ ഒരു കാര്യം കൂടി പ്രസിഡന്റ് പറഞ്ഞതിനകത്തൊരു ക്ലാരിഫിക്കേഷൻ വരത്തുള്ളൂ. GST നമുക്ക് തരാനുള്ളത് കേന്ദ്രം സംസ്ഥാനത്തിന് ഇത് നമുക്ക് കിട്ടുന്ന GST എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വിനോദ നികുതിയാണ്, തിയേറ്ററിൻ്റെ കാശാണ് നമുക്ക് കിട്ടാനുള്ളത്, പഞ്ചായത്തിന് കിട്ടാനുള്ളത് GST കോമ്പൻസേഷൻ. അത് കേന്ദ്രം നമ്മുടെ സംസ്ഥാനത്തിന് തന്നു കഴിഞ്ഞു. ഓഡിറ്റ് റിപ്പോർട്ട് പറയുന്നത് എന്താണ്? GST കോമ്പൻസേഷൻ ഇനത്തിൽ പഞ്ചായത്തിന് ലഭിക്കാനുള്ള വൻ കുടിശ്ശികയുടെ വിവരം സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി, കേരള സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി തുക അനുവദിച്ച് ലഭിക്കുന്നതിനുമായി നിയമാനുസൃത നടപടി സ്വീകരിക്കണമെന്നാണ് പറഞ്ഞത്. അല്ല, കേന്ദ്രത്തിൽ നിന്ന് ആ ഫണ്ട് കിട്ടിക്കഴിഞ്ഞു, സംസ്ഥാനങ്ങൾക്ക് കൊടുക്കാഞ്ഞിട്ടാ. ഇത് എനിക്കറിയില്ല. എന്നാലും ഓഡിറ്റ് റിപ്പോർട്ടല്ലേ സുഹൃത്തെ, എന്റെ ഇത് കേരള സർക്കാരിന്റെ കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റിന് GST ലക്ഷം രൂപ BJPയുടെ ഗവൺമെന്റ് തന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ വെച്ച് പൊതുപ്രവർത്തനം 1/1/2018 രൂപ കേരള സർക്കാർ തലയോലപ്പറമ്പ് സമയം 1 മണിക്കൂറുള്ളൂ. അത് തന്നെ, അത് ചെലവഴിച്ചും കഴിഞ്ഞു. അത് കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് വൈക്കം മുനിസിപ്പാലിറ്റി കിട്ടിയോ? വൈക്കം മുനിസിപ്പാലിറ്റി കിട്ടിയോ? വൈക്കം മുനിസിപ്പാലിറ്റി കിട്ടിയോ? കോമ്പൻസേഷൻ അവർക്കില്ല, അവർക്ക് തിയേറ്റർ ഇല്ല, അവർക്ക് തിയേറ്റർ ഇല്ല. തിയേറ്റർ ഉള്ളവർക്കല്ലേ വരാൻ പറ്റുള്ളൂ. UDF പ്രതിനിധി പറയട്ടെ. പറയണ്ട ഒരൊറ്റ മിനിറ്റ്. ലാസ്റ്റ് ഒരു നിമിഷം ചേട്ടാ ലാസ്റ്റ്. അതെ, ഞാൻ ലാസ്റ്റ് എനിക്കൊരു 2 മിനിറ്റ് വന്നത്. ഇവിടെ അനിൽച്ചല്ല, നമ്മൾ ചിലപ്പോൾ വൈകാരികമായി നമ്മൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ പറയും. അത് നമ്മൾ വ്യക്തിപരാഗി ഉണ്ടായിട്ടോ രാഷ്ട്രീയപരാഗി ഉണ്ടായിട്ടോ അല്ല. വികസന പ്രവർത്തനങ്ങളുടെ കാര്യം നമുക്ക് ഒരുപോലെ മുമ്പോട്ട് പോകണം. ഒന്ന് ഇവിടെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായെന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ടാമത് റീടെൻഡർ ചെയ്യുന്നതാണ്. പ്രിയമുള്ളവരെ, ഈ 117 കോടി രൂപ നമ്മൾ 1 ലക്ഷം രൂപയുടെ വർക്ക് എടുത്താൽ ആ വർക്ക് നമുക്ക് സമയബന്ധിതമായി നടന്നില്ലെങ്കിൽ അയാളുടെ ലൈസൻസ് വരെ ടെർമിനേറ്റ് ചെയ്യുന്ന നിയമമാണ് രാജ്യത്തുള്ളത്. അതുപോലെ ഒരു നടപടി ഈ കോൺട്രാക്ടർ മുതലേക്ക് എടുത്തിട്ടില്ല. പിന്നെ പൈസ കൊടുക്കാതെ ഒരു കോൺട്രാക്ടറും പണി ചെയ്യല. 117 കോടി രൂപ ജർമ്മൻ ഫണ്ട് നിങ്ങൾ എന്തിനാ സർക്കാർ വകമാറ്റിയത് കൊണ്ടല്ലേ ആ പരിപാടി നടക്കാണ്ട് വന്നത്. അതുകൊണ്ടല്ലേ ഈ ദുരിതം മുഴുവൻ നാടിന് അനുഭവിക്കേണ്ടത്. ഞാൻ കൂടുതൽ പറയാം, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാൻ ഒറ്റ കാര്യം പറയാം. ഇവിടെ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളുടെ ന്യൂനതകളും പഞ്ചായത്ത് ചെയ്ത വികസന പ്രവർത്തനങ്ങളുമാണല്ലോ ചർച്ച. പ്രിയമുള്ളവർ, ഞങ്ങളൊരു കാര്യം ചെയ്യും. പ്രതിപക്ഷം എന്ന നിലയിൽ അല്ലെങ്കിൽ ഭരണപക്ഷത്തിനെതിരെ പ്രതികരിക്കുക എന്നുള്ള ജനാധിപത്യ മര്യാദ അനുസരിച്ചിട്ട് ഈ പഞ്ചായത്തിൽ ഭരണപരമായി സംഭവിച്ചിട്ടുള്ള കൊടുകാര്യസ്ഥതയും വീഴ്ചകളും ചൂണ്ടിക്കാട്ടുന്നതിനും അത് ജനസമക്ഷം കൊണ്ടുവരുന്നതിനുമായി ഒരു അവിശ്വാസം ഈ തലയോലപ്പുറം പഞ്ചായത്തിൽ നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആ കൊണ്ടുവന്ന അവിശ്വാസം എന്തിനാണ് പ്രിയമുള്ളവരെ ഈ LDFിൻ്റെ ആളുകൾ അന്ന് നടത്താതിരുന്നത്? LDFിൻ്റെ മെമ്പർമാരെ നിങ്ങൾക്ക് വിശ്വാസമില്ലാത്തതുകൊണ്ടാണോ? ഇത് ജനാധിപത്യപരമായി നമ്മൾ ചെയ്യുന്ന ചില മാർഗങ്ങളല്ലേ? അല്ല, പറഞ്ഞു തീർന്നിട്ടില്ല. അപ്പോൾ ആ അവിശ്വാസ പ്രമേയത്തിൽ LDFിൻ്റെ ഒരു മെമ്പർമാരെയും പങ്കെടുപ്പിക്കാതെ ആ അവിശ്വാസ പ്രമേയ ചർച്ച ഇല്ലാതാക്കിയ ആൾക്കാരാണ് ഇവർ. അതിനുശേഷം അതിനുവേണ്ടി ഞങ്ങൾ ആ ഞങ്ങൾ കൊണ്ടുവരുന്ന കാര്യങ്ങൾ അംഗീകരിക്കപ്പെടാതിരിക്കുകയോ ചെയ്യട്ടെ. പക്ഷേ ആ അവിശ്വാസ പ്രമേയം ജനങ്ങളുടെ മുമ്പിൽ ജനാധിപത്യപരമായി നടത്താനുള്ള ഉത്തരവാദിത്തം ഈ LDF ഭരിക്കുന്ന ഈ പഞ്ചായത്തിനില്ലേ? എന്തുകൊണ്ട് അവരോ ചെയ്തില്ല? അപ്പോൾ അവർക്കറിയാം അവിടെ അവിശ്വാസ പ്രമേയം നടത്തിക്കഴിഞ്ഞാൽ ആ അവിശ്വാസ പ്രമേയം വിജയിക്കും, ഇവിടെ ഈ LDF അധികാരത്തിൽ നിന്ന് താഴ്ത്തു പോകും എന്ന പേടിച്ചിട്ടല്ലേ നിങ്ങൾ ചെയ്തത്? അങ്ങനെയായിരുന്നെങ്കിൽ ഇതൊക്കെ നിങ്ങൾ അന്ന് പറയാമായിരുന്നല്ലോ. ഒറ്റ കാര്യം, അവിശ്വാസം എങ്ങനെ പാസ്സാവുന്നത്? പ്രിയപ്പെട്ട അവതാരക, അവിശ്വാസ പാസ്സാണ് ഭൂരിപക്ഷം വേണം. പഞ്ചായത്ത് രാജ് ആക്ട് അനുസരിച്ച് കോൺഫറൻസ് ഹാളിൽ ഇത്ര ശതമാനം ആളുകൾ ഉണ്ടെങ്കിലാണ് അവിശ്വാസം വായിക്കാൻ പറ്റുള്ളൂ. പ്രസംഗം 1.5 മണിക്കൂർ കേൾക്കാൻ തയ്യാറില്ലാത്തതുകൊണ്ട് ഞങ്ങൾ കയറിയില്ല. അതിനകത്ത് തെറ്റുള്ള ആരോടാണ് ചോദ്യം? ആരോടാണ്? പ്രതിപക്ഷ നേതാവിനോടാണ്, ജോസ് വേലിക്കാത്തനോടാണ്. ഈ പഞ്ചായത്ത് 2020 അധികാരത്തിൽ വന്നത് മുതൽ ഈ പഞ്ചായത്തിൽ നിരന്തരം പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ശ്രീ വേലിക്കാത്ത ജോസ്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ഞാൻ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് സംസാരിക്കുകയാണ്.
ഒരു 2 വർഷം മുമ്പ് ഇവിടെ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ഞങ്ങളുടെയൊക്കെ ഒരു സ്വന്തക്കാരി കൂടിയാണ്. ആ പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു ദിവസം വിളിച്ചേച്ച് പറഞ്ഞു, ഇവിടെ പഞ്ചായത്ത് കമ്മിറ്റി കൂടാൻ അനുവദിക്കുന്നില്ല, പഞ്ചായത്തിൻ്റെ മിനിറ്റ്സ് ബുക്ക് എടുത്ത് എറിയുന്നു, ഞങ്ങളെ ആക്ഷേപിക്കുന്നു എന്ന് പറഞ്ഞ് ഞങ്ങളെയൊക്കെ വിളിച്ച് പറഞ്ഞ് ഞങ്ങൾ അവിടെ പോയി ഇടപെടേണ്ട ഒരു കാലഘട്ടം ഉണ്ടായി. ഇത് എന്താണ് ഇത്? വികസന വിരോധത്തിൻ്റെ ഏറ്റവും വലിയ തെളിവാണെന്ന് എനിക്ക് പറയാതിരിക്കാൻ പറ്റിയല്ല. ഒരു കാര്യവും ചെയ്യാനും ഞാൻ അവിടെ ചെന്ന് ഞാൻ പോലീസോടെ നിൽപ്പുണ്ട്. പോലീസ് എൻ്റെ കൈ കയറി പിടിച്ചു. ഞാൻ ചെന്ന് പറഞ്ഞു പഞ്ചായത്ത് കമ്മിറ്റി നടത്തുമെന്ന് പറഞ്ഞു. പഞ്ചായത്ത് കമ്മിറ്റി നടത്തിക്കാൻ അനുവദിക്കാത്ത ഒരു പ്രതിപക്ഷ നേതാവാണ് ഇവിടെ ഉള്ളത്. ഒരു കാര്യത്തിനും ഇവിടെ ഇപ്പോൾ വികസനത്തിൻ്റെ കാര്യം പറയും, തലയോലപ്പറമ്പ് പഞ്ചായത്തിൻ്റെ വികസനമല്ലേ പറഞ്ഞേ? അതിന് ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും നടത്തിയ വികസനങ്ങൾ ഒരു 1000ങ്ങളുണ്ട്. അതൊക്കെ ഇവിടെ പറയാൻ സമയമില്ല. തലയോലപ്പറമ്പ് പഞ്ചായത്തിൻ്റെ ആയതുകൊണ്ട് മറുപടി പറയുന്നില്ല. വടയാറ് തന്നെ 101 കോടി രൂപയുടെ സാംസ്കാരിക നിലയമാണ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശരത്തൂടെ കൊടുത്തത്. അതുപോലെ ബ്ലോക്ക് പഞ്ചായത്തിൽ നിരവധി വികസനങ്ങൾ ഉണ്ടായിട്ടില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അതിനൊക്കെ അതിനുള്ള തെളിവുകൾ ഞങ്ങൾ തരാം, പേഴ്സണലായിട്ട് തരാമെന്ന് മാത്രം മറുപടി. ദൃശ്യ പോരാട്ടം 2025 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആലപ്പാട് ഗോൾഡ്, പാല, മുണ്ടക്കയം, കറുകച്ചാൽ. സ്പോൺസേർഡ് ബൈ മേരി ക്വീൻസ് ഹോസ്പിറ്റൽ, 26 മൈൽ, കാഞ്ഞിരപ്പള്ളി. സ്വർണം പണയം വെച്ചിട്ട് തിരിച്ചെടുക്കാൻ പ്രയാസപ്പെടുകയാണോ? അല്ലെങ്കിൽ ലേലത്തിൽ പോകുമോ എന്ന ആശങ്കയുണ്ടോ? കയ്യിലെ സ്വർണത്തിന് എവിടെ മികച്ച വില ലഭിക്കുമെന്നറിയാതെ വിഷമിക്കുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ ഉടൻ ആലപ്പാട് ഗോൾഡിലേക്ക് വിളിക്കൂ. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾക്ക് മാർക്കറ്റിലെ അതാത് ദിവസത്തെ വില ഇവിടെ ലഭിക്കും. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും എത്ര പഴയതായാലും ആലപ്പാട് ഗോൾഡ് അന്നുള്ള ദിവസത്തെ മാർക്കറ്റ് വില നൽകി സ്വർണം തിരിച്ചെടുക്കുന്നു. ജിപേ, RTGS, NEFT, ചെക്ക് എന്നിവയുടെ സൗകര്യവും ഉണ്ട്. പണത്തിന്റെ ടെൻഷൻ വേണ്ട. ആലപ്പാട് ഗോൾഡ് നിങ്ങളുടെ സ്വർണത്തിന് വിപണിയിലെ ഏറ്റവും ഉയർന്ന വില നൽകുന്നു. 2001 മുതൽ കേരളത്തിലെ നമ്പർ 1 ഓൾഡ് ഗോൾഡ് പർച്ചേസ് ഷോപ്പായ ആലപ്പാട് ഗോൾഡ് സാധാരണക്കാരെ സഹായിക്കാൻ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നു. ജനസേവനമാണ് നമ്മുടെ ലക്ഷ്യം. വിശ്വാസത്തോടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കാൻ ആലപ്പാട് ഗോൾഡിനെ സമീപിക്കാം. ഞങ്ങൾ സ്വർണത്തിന് യഥാർത്ഥ മൂല്യം നൽകുന്നു. ഞങ്ങളുടെ സ്ഥാപനങ്ങൾ മുണ്ടക്കയം KK റോഡിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ അടുത്ത് അജ്ഫ ബേക്കേഴ്സ് ബിൽഡിംഗിലും കറുകച്ചാലിൽ മല്ലപ്പള്ളി റോഡിലുള്ള ഫെഡറൽ ബാങ്ക് ബിൽഡിംഗിലും പ്രവർത്തിക്കുന്നു. അതുകൂടാതെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മുടെ സർവീസ് ലഭ്യമാണ്. സ്വർണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇനി ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ നമ്പറിലേക്ക് ഒരു ഫോൺ കോൾ മതി. ആലപ്പാട് ഗോൾഡ് നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ അടുത്തെത്തും. ആലപ്പാട് ഗോൾഡ് എന്നും നിങ്ങളോടൊപ്പം. Mother soothes, Mother cares, Mother protects, Mother finds always reason to smile. Mother stands up for you for everything. Mary Queen's Mission Hospital, Kaanyirapalli, Kottayam. We care, God cures. Introducing South India's largest sanitary ware showroom, now in Pala. Welcome to Cochin Saniwares, where luxury meets innovation. Here, every leading sanitary ware brand has its own exclusive space, designed to bring their world to life. Step inside and experience the future of your home, with real-time previews that let you see exactly how your bathroom, kitchen, or living spaces will look before you decide. കൈകളുടെ അലങ്കാരങ്ങൾക്ക് പരിശുദ്ധ സ്വർണത്തിന്റെ പൊൻപ്രഭയേകാൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ബാംഗിൾ ഫെസ്റ്റ്. സമാനതകളില്ലാത്ത ഏറ്റവും പുതിയ ഡിസൈൻ വളകൾക്കൊപ്പം ട്രഡീഷണൽ വളകളുടെ അത്യാകർഷകമായ കളക്ഷനുമായി ഒക്ടോബർ 17 മുതൽ 24 വരെ ഞങ്ങളുടെ തൊടുപുഴ ഷോറൂമിൽ വരൂ. മനസ്സിനിണങ്ങിയ സ്വർണം മിതമായ വിലയിൽ സ്വന്തമാക്കുന്നതിനൊപ്പം അലങ്കാരങ്ങളുടെ പൂർണ്ണത അനുഭവിച്ചറിയാൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ പഞ്ചായത്തിൽ സ്ഥിരം പ്രശ്നക്കാരനാണ്. മിനിക്സ് ബുക്ക് എടുത്ത് കറഞ്ഞു എന്നാ പറഞ്ഞല്ലേ? മിനിക്സ് ബുക്കല്ലേ പറഞ്ഞേ അല്ലേ? പഞ്ചായത്തിന് മിനിക്സ് ബുക്ക് വരികയില്ല. പഞ്ചായത്ത് കമ്മിറ്റിക്കകത്ത് വരുന്ന കുറിപ്പാണ്.
പിന്നെ ഞാൻ മിനിറ്റ്സ് ബുക്ക് എടുത്തു കളഞ്ഞു എന്ന് പറഞ്ഞാൽ അത് ക്രിമിനൽ കുറ്റമാണ്. നിങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റ്, നിങ്ങളുടെ ഭരണസമിതി ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഈ 28 ദിവസം എനിക്ക് ജാമ്യം കിട്ടാൻ ഞാൻ അകത്ത് കിടക്കും. ഇങ്ങനെ നുണ പറയല്. ഞാൻ ചുമ്മാ പറയല്. ഞാൻ മറുപടി പറയട്ടെ. ഞാൻ മറുപടി പറയട്ടെ എന്ന് അതെന്റെ പറയണേ. മാളൂസൻ, നമ്മൾ തമ്മിൽ നല്ല സുഹൃത്തുക്കളാണ്. ഞാൻ നിങ്ങളെ ചോദ്യത്തിന് ഞാൻ മറുപടി പറയട്ടെ. ഞാൻ ഏതെങ്കിലും ഒരു മിനിറ്റ്സിനകത്ത് എൻ്റേതായിട്ട് എന്തെങ്കിലും എതിർപ്പ് ഞാൻ മിനിറ്റ്സ് ബുക്ക് എടുത്ത് കളഞ്ഞെന്നോ പഞ്ചായത്ത് കമ്മിറ്റിയിൽ മറ്റംഗങ്ങളെ ആക്ഷേപിച്ചെന്നോ അവഹേളിച്ചെന്നോ ഏതെങ്കിലും മിനിറ്റ്സ് ബുക്കിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനതിന് മറുപടി പറയാം. പക്ഷേ എൻ്റെ ഒരു സുഹൃത്ത് ഞങ്ങളുടെ കൂടെ ഒരു സ്വതന്ത്ര മെമ്പർക്കെതിരെ കയ്യേറ്റത്തിനും ഇടിക്കും ശ്രമിച്ചപ്പം നടുക്കിൽ നിന്ന് പിടിച്ചാനാണ് എൻ്റെ ഈ കണ്ണാടി പൊട്ടിയത്. അല്ലേ അന്ന് അവിടെ അടിയുണ്ടായാനെ. അതിന് ഉത്തരവാദി ഞാനല്ലല്ലോ, നിങ്ങളൊക്കെ തന്നെയല്ലേ. ഞങ്ങളൊന്നും മിണ്ടിയില്ല. അവർ തമ്മിലുള്ള തർക്കത്തിനാണ് ഡൈസ് ചാടിക്കയറി വന്ന് ആ സ്വതന്ത്ര മെമ്പറെ തല്ലാൻ പോയത്. അതിന് മധ്യസ്ഥൻ നിന്ന് ഞാൻ നിസാർക്ക് കൂടിയാണ് മധ്യസ്ഥൻ നിന്നത്. അല്ല, ഞാനൊരു മെമ്പറെ, നിങ്ങൾ ഏതെങ്കിലും മെമ്പറെ, 8 മെമ്പറുണ്ട്, മുൻ പ്രസിഡന്റ് ഉൾപ്പെടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് 8 മെമ്പർമാരെ വ്യക്തിപരമായി അവഹേളിക്കുകയോ കമ്മിറ്റി വെച്ച് അവർക്ക് അപമാനപരമായ രീതിയിൽ സംസാരിച്ചിട്ടുണ്ടെന്ന് ഏതെങ്കിലും ഒരു മിനിസ്റ്റർ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് മാപ്പ് പറയാൻ പരസ്യമായിട്ട്. ചോദ്യം ആരോടാണ്? കോൺഫറൻസ് ഹാളിൽ കമ്മിറ്റിക്കകത്ത് ഇദ്ദേഹം കടന്ന് പോലീസ് വന്ന് എനിക്ക് ഓർമ്മയുണ്ട്. അത് ഈ ഭരണസമിതി പോലീസ് വന്നോടെ ജോസിയേട്ടനെതിരെ തലയോലപ്പറമ്പ് പോലീസ് സ്റ്റേഷനിൽ ആരെങ്കിലും പരാതി കമ്മിറ്റി നടത്തപ്പെട്ടു. കമ്മിറ്റി ലോകം കണ്ട ഏറ്റവും വലിയ പേമാരി കോവിഡ്. ആ കോവിഡ് കാലത്ത് പഞ്ചായത്തിന്റെ ആംബുലൻസും മരുന്നും ഡോക്ടറും സംസ്കാരം ചെയ്യുന്ന സൗജന്യമാക്കിയ പഞ്ചായത്തിനെതിരെ വിയോനക്കുറിപ്പ് എഴുതി. ആരോടാണ് ചോദ്യം? എത്ര രൂപയുടെ അഴിമതിയുണ്ട്? അതിപ്പോഴും വിജിലൻസ് കേസല്ലേ? എത്ര വിജിലൻസ് കേസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൽ അഴിമതി ഉള്ളതുകൊണ്ടാണ്. തലയോലപ്പറമ്പ് പഞ്ചായത്തിൽ നടക്കുന്ന ഈ ചർച്ച എന്ന് പറയുന്നത് വരും കാലങ്ങളിൽ ഈ പഞ്ചായത്തിന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളും വികസനങ്ങളും മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ ചർച്ചയ്ക്കായി ഞങ്ങൾ പങ്കെടുത്തിരിക്കുന്നത്. നിങ്ങളിവിടെ തമ്മിലടിക്കുകയോ വാർക്കുണ്ടാക്കുകയോ ചെയ്യുന്നതിനല്ല. തലയോലപ്പറമ്പ് പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പഞ്ചായത്തായിരുന്നു. ശ്രീമാൻ KR നാരായണൻ്റെ കാലത്ത് പണിത ഒരു തോടുണ്ട് ഇവിടെ, പുത്തൻ തോടെന്ന് പറഞ്ഞൊരു തോട്. മൂവാറ്റുപുഴയാറ്റിൽ നിന്നും ഇവിടെ അനിൽ പറഞ്ഞ 1400 ഏക്കർ ഇളന്നു. 2700 ഏക്കർ 21 പാടശേഖരങ്ങളിലായി ഈ തലയോലപ്പറമ്പ് പഞ്ചായത്തിലുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അത് മാറി 1700 ഏക്കർ 17 ബ്ലോക്കുകളേ ഉള്ളൂ. ഈ ബ്ലോക്കിലേക്ക് നല്ല വെള്ളം കൊണ്ടുപോകുന്നതിന് വേണ്ടി മൂവാറ്റുപുഴയാറാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലസംഭരണിയുള്ള ഒരു നദി. ആ നദിയിൽ നിന്ന് വെള്ളം കൊണ്ടുപോകുന്നതിന് വേണ്ടി ഉണ്ടാക്കിയതാണ് ഈ തോട്. KR നാരായണൻ്റെ കാലത്ത് 1 മീറ്റർ, 1 ഇഞ്ച്, ഒരു ചെയിൻ നീളത്തിലാണ് ആ തോടിൻ്റെ വീതി. ഇന്ന് ആ തോടിന് വീതിയില്ല. ആ തോടിൽ ഇന്ന് വെള്ളം ഒഴുകുന്നില്ല. ഈ തലയോലപ്പറമ്പ് പഞ്ചായത്തിലെ പാടശേഖരങ്ങൾക്കപ്പുറത്ത് കല്ലറ, അതുപോലെ തന്നെ തെക്കൻ കുട്ടനാട് പ്രദേശങ്ങളിലെ മുഴുവൻ പാടശേഖരങ്ങൾക്കും ഇഷ്ടമാതിരി സുലഭമായി വെള്ളം കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സംവിധാനമാണ്. ഇന്നത് ചത്ത് മരിച്ചു കിടക്കുകയാണ്. ഇപ്പം പെരുമ്പാമ്പും മൂർഖൻ പാമ്പും അണലിപ്പാമ്പും മാത്രമേ ആ ഈ തോട്ടിലുള്ളൂ. അതൊന്ന് നന്നാക്കിയെടുക്കുവാൻ, അതിലെ ഒരു നല്ല വെള്ളം ഒഴുക്കുവാൻ കഷ്ടിച്ച് ഏതെങ്കിലും ഒരു പാടശേഖരത്തിൻ്റെ വരമ്പത്ത് വരെയെങ്കിലും എത്തിക്കുവാനുള്ള സംവിധാനം ചെയ്യുവാൻ നിങ്ങളെ കൊണ്ട് സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് വളരെ ലജ്ജാകരമാണ്. ചോദ്യം ആരെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടോ? അവിടെ മൈക്ക് കൊടുക്കൂ. ഒരു സെക്കൻഡ്, മറുപടി. ബഹുമാനപ്പെട്ട നമ്മുടെ കോൺഗ്രസിന്റെ നേതാവ് ശശേട്ടൻ ഇവിടെ സൂചിപ്പിച്ചത് നമ്മുടെ പുത്തൻതോടിന്റെ കാര്യമാണ്. ഈ പുത്തൻതോട് നേരത്തെ ഉണ്ടായിരുന്ന അവസ്ഥയും ഒരു 3-4 മാസങ്ങൾക്ക് മുമ്പ് അത് ക്ലീൻ ചെയ്ത അവസ്ഥയും ശശിചേട്ടൻ ഈ പ്രദേശത്ത് കൂടി കടന്നുപോയി കണ്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. തോടിന്റെ കരയിൽ ഒരു ക്ലീനിങ് നടന്നിട്ടില്ല. ബഹുമാനപ്പെട്ട ജോസ് മെമ്പർ, പ്രതിപക്ഷ നേതാവ് ആ ഭരണസമിതിയിൽ അംഗമാണ്. ഈ പ്രതിപക്ഷ നേതാവ് ഇരിക്കുന്ന വാർഡിലൂടെ കടന്നു പോകുന്ന തോടാണത്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറയട്ടെ, ആ തോട്ടില് ഗ്രാമപഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചിട്ട് ഒരു പ്രവർത്തനവും നടത്തിയോ ഇല്ലയോ എന്നുള്ള മറുപടി ബഹുമാനപ്പെട്ട ജോസ് മെമ്പർ തരും. ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ആദ്യഘട്ടത്തിലെ പ്രവർത്തനങ്ങൾ നമ്മൾ ജോസ് മെമ്പറിന്റെ വീടിന്റെ അവിടം വരെയും പൂർത്തീകരിച്ചു കഴിഞ്ഞു. തുടർന്നുള്ള പ്രവർത്തനങ്ങൾ 2ാം റീച്ച് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് സേവർ എന്ന് പറയുന്ന കോൺട്രാക്ടർ അത് വർക്ക് എടുത്തിട്ടുണ്ട്.
അതിന്റെ പ്രവർത്തനം ശരിയാണോ? തുടർന്ന് നടക്കുന്നതാണ്. വേറെ കാര്യം, ഒരു കാര്യം പറഞ്ഞു. തുടർന്ന് നടക്കുന്നതാണ്. അല്ല, ഞാൻ മറുപടി പറഞ്ഞു. ബഹുമാനപ്പെട്ട മെമ്പറിന്റെ അല്ലല്ല, മൂവാറ്റുപുഴ 6 മുതലാണ് തെളിച്ചിരിക്കുന്നത്. മൂവാറ്റുപുഴ 6 മുതലാണ് തെളിച്ചിരിക്കുന്നത്. ഒരു നിമിഷം, ചേട്ടാ ഒരു നിമിഷം. ഇതേ ഈ മൂവാറ്റുപുഴ 6 സംബന്ധിച്ച് ഈ ആ തോട് സംബന്ധിച്ചുള്ള കാര്യം, മോളിൽ കിടക്കണ പായൽ മാറ്റിയാൽ അവിടുത്തെ പ്രതിസന്ധി തീരില്ല. ശാസ്ത്രീയമായി അതിൻ്റെ ബെഡ് പോയി കിടക്കാം. അത് ശാസ്ത്രീയമായി പൈസ മുടക്കി അനുബന്ധമായി കാര്യങ്ങൾ നടത്തി വലിയ എസ്റ്റിമേറ്റ് എടുത്ത് ആ തോട് വെള്ളം നീരൊഴുക്ക് സുഗമമാക്കിയെങ്കിൽ മാത്രമേ അവിടെ പായൽ മാറ്റിയിട്ട് അവിടെ തോട് ക്ലീൻ ഒരു കാര്യം അല്ല, ശാസ്ത്രീയമായി നടത്തണമെന്നാണ് പറഞ്ഞത്. ഓക്കെ, ഒരു സെക്കൻഡ് കൂടെ. ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ പായലാണോ വാരി കിടക്കുന്നതെന്ന് ബസ് സ്റ്റാൻഡിനകത്തുള്ള സ്ഥലത്ത് നിങ്ങൾ പോയി നോക്കിയാൽ അറിയാം. ഇപ്പൊ ചെന്ന് നോക്കിയാൽ അറിയാം. ചെളിയും മണ്ണും നിറഞ്ഞ ഒരു വലിയ കൂമ്പാരം അവിടെ നിൽപ്പുണ്ട്. നിങ്ങൾക്ക് ഈ കാണുന്ന ജനങ്ങൾക്കറിയാം. അതെല്ലാം ഈ പറയുന്ന തോട്ടിൽ നിന്ന് കോരിക്കൊണ്ട് ഇട്ടിരിക്കുന്നത്. അടുത്ത ചോദ്യം ആരോടാണ്? ഈ സദസ് അല്ല, ആരോടാണ് ചോദ്യം? അല്ല, ഞാൻ ഇവിടെ ഉന്നയിക്കപ്പെട്ട ചില കാര്യങ്ങൾ മൈക്ക് പിടിച്ചു പറയാം. മൈക്കിൽ എനിക്ക് അങ്ങോട്ട് പറയാനുള്ള കാര്യമാണ്. കാരണം ബഹുമാനപ്പെട്ട നമ്മുടെ പ്രതിപക്ഷ അംഗങ്ങൾ ഉന്നയിച്ചൊരു കാര്യം, 5 വർഷ കാലയളവിൽ ഈ ഡിവിഷനിലെ ജില്ലാ പഞ്ചായത്തിൻ്റെ എന്ത് പരിപാടിയാണ് എടുത്തു പറയത്തക്കത് ഇവിടെ നടപ്പാക്കിയത് എന്നൊരു ചോദ്യം ഉന്നയിക്കുകയുണ്ടായി. ഏതാണ്ട് 3,27,00,000 രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഈ കഴിഞ്ഞ കാലയളവിൽ ഈ തലയോലപ്പറമ്പ് പഞ്ചായത്തിൽ നടത്തിയിട്ടുണ്ട്. ഏറ്റവും വലിയ ഒരു പദ്ധതി എന്ന് പറയുന്നത് 14-ാം വാർഡിലെ അംബേദ്കർ കോളനിയുടെ സാംസ്കാരിക നിലയം. ഏതാണ്ട് 80 ലക്ഷം രൂപയുടെ വർക്ക് പുരോഗമിച്ച് പൂർത്തീകരിച്ച് അതിൻ്റെ ഉദ്ഘാടനം 30-ാം തീയതി നടത്താൻ പോവുകയാണ്. മറ്റൊരു കാര്യം, ഈ തൊട്ടടുത്ത് ഈ ആരോപണം ഉന്നയിക്കപ്പെട്ട മെമ്പർമാർ നടന്നു വരുന്ന വളരെ പ്രശസ്തമായ ബഹുമാന്യനായിരുന്ന നമ്മുടെയെല്ലാം ആരാധനാമൂർത്തിയായി നമ്മളിപ്പോഴും കണക്ക് കൂട്ടുന്ന എ ജെ ജോൺ സാറിൻ്റെ നാമധേയത്തിലുള്ള സ്കൂളിൽ 72 ലക്ഷം രൂപയുടെ നിർമ്മാണ പ്രവൃത്തികൾ ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് മെമ്പറുടെ ഫണ്ടിൽ നിന്ന് അനുവദിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം ഈ സദസ്സ് മുമ്പാകെ അറിയിക്കുവാൻ ആഗ്രഹമുണ്ട്. പിന്നെ തലയോലപ്പറമ്പ് ഈ ദൃശ്യ ചാനലിൻ്റെ അവതാരകർ ആദ്യം എടുത്തു പറഞ്ഞ പേരുകളിലൊന്ന് പ്രധാനപ്പെട്ടത് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ. ആ വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക സ്കൂളിൽ 70 ലക്ഷം രൂപയുടെ നിർമ്മാണ പ്രവൃത്തികളാണ് നടത്തിയിരിക്കുന്നത്. അതുകൂടാണ്ട് തന്നെ അടിയത്തൊരു അംഗനവാടി 20 ലക്ഷം രൂപയുടെ നിർമ്മാണ പ്രവൃത്തി നടത്തി അത് പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട്. മറ്റൊന്ന് 11-ാം വാർഡിൽ അത് നമ്മുടെ കലാമങ്ങാട് ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരിക്കെ കൊണ്ടുവന്ന ഒരു സ്കീമാണ്. അതിൽ 15 ലക്ഷം രൂപ മുടക്കി അതിൻ്റെ മുഴുവൻ പ്രവൃത്തികളും ചെയ്തു. അതിൻ്റെ ഇലക്ട്രിഫിക്കേഷന് വേണ്ടിയുള്ള നടപടികൾ ചെയ്തു തരണമെന്നും പറഞ്ഞുകൊണ്ട് ആ വാർഡിലെ ഒരു താമസക്കാരൻ എന്നുള്ള നിലയിൽ ബഹുമാനപ്പെട്ട പഞ്ചായത്തിനെ ഞാനത് 1-2 വട്ടം സമീപിച്ചതാണ്. നിങ്ങൾക്കത് അതിൻ്റെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്ത് തന്നു കഴിഞ്ഞാൽ മാത്രമേ അത് പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ആ പ്രവൃത്തികൾ മാത്രം ഉദ്ഘാടനം നടന്നിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പൊന്നുരുക്കുംപാറ പഴമ്പട്ടി വെർട്ടിക്കൽ ആക്സിസ് ഫ്ലോ പമ്പ്, അതിൻ്റെ പാടശേഖര സമിതിയുമായി ബന്ധപ്പെട്ടുള്ള ആൾക്കാർ അത് കൃത്യമായിട്ട് പറഞ്ഞാൽ മനസ്സിലാകും. 20 ലക്ഷം രൂപയുടെ വർക്കാണ് നടന്നത്. ആലങ്കേരിയിൽ അതുപോലെ തന്നെ മോട്ടോർ ഷെഡിന് 10 ലക്ഷം രൂപ. ഇതെല്ലാം ഒരു ജില്ലാ പഞ്ചായത്ത് അംഗം എന്നുള്ള നിലയിൽ നമ്മുടെ ഡിവിഷനിൽ നിന്ന് പോയ ആൾ ഈ ഡിവിഷനിൽ ചെയ്ത വികസന പ്രവർത്തനങ്ങളെ അയാൾ ഒന്നും ചെയ്തില്ല എന്നുള്ള രീതിയിൽ അടച്ചാക്ഷേപിക്കുന്നത് അത് ഒരു പ്രതിപക്ഷ എന്നുള്ള നിലയിൽ ചെയ്യുന്ന പ്രവൃത്തിക്ക് അതിന് നമുക്ക് അംഗീകാരം കൊടുക്കാൻ പറ്റത്തില്ല. ചെയ്ത കാര്യങ്ങൾ അംഗീകരിക്കാം. മറ്റൊരു കാര്യം കൂടി ഒന്നുകൂടെ പറഞ്ഞോളാം. ഈ വികസനം എന്ന് പറയുന്നത് നടത്തേണ്ട കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി ഈ കഴിഞ്ഞ ദിവസം ഒരു വികസന സദസ്സ് പഞ്ചായത്തിൽ കൂടുകയുണ്ടായി. അതായത് നിലവിൽ നടന്നിരിക്കുന്ന പഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങളും വരുന്ന 5 വർഷ കാലയളവിലേക്ക് എന്തൊക്കെയാണ് വികസനം വേണ്ടതെന്നുമുള്ള ആലോചന നടത്താൻ വേണ്ടി കൂടുന്ന യോഗത്തിൽ ഞാൻ ഈ UDF മെമ്പർമാരെ അവിടെ കണ്ടില്ല. പഞ്ചായത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഒരു മെമ്പറേയും ആ വികസന സദസ്സിലേക്ക് തിരിഞ്ഞു നോക്കുക പോലും ഉണ്ടായില്ല. അപ്പോൾ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുന്ന വേദിയിൽ നിന്ന് മുഖം തിരിഞ്ഞു മാറി നിൽക്കുന്ന ഒരു സമീപനം കഴിഞ്ഞ 5 വർഷ കാലയളവിൽ ഈ UDF സംവിധാനത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ആ സംവിധാനത്തിൻ്റെ പാകപ്പിഴകളാണ്, അല്ലെങ്കിൽ ഒരു വികസന പ്രവർത്തനവും നടത്താൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല എന്നുള്ള ദൃഢനിശ്ചയം എടുത്തുകൊണ്ടുള്ള UDFൻ്റെ പ്രവർത്തന രീതിയാണ് ഏതെങ്കിലും തരത്തിൽ
എന്തെങ്കിലും കുറവ് ഈ പഞ്ചായത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് കാരണം മൈക്ക് കൈമാറ്. ഒരു മിനിറ്റ് എനിക്കൊരു അവസരം തരാം. അദ്ദേഹം പറഞ്ഞൊരു മറുപടി എനിക്ക് പറയണം. ഒരൊറ്റ നിമിഷമേ ഉള്ളൂ. പറയൂ. ബൗച്ചറിനെ ഇവിടെ സൂചിപ്പിക്കേണ്ടായി. ബൗച്ചേട്ടാ, ഈ നമ്മൾ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് അംഗീകരിക്കുന്ന കൂട്ടത്തിലാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് വന്നു കഴിയുമ്പോൾ എല്ലാ പഞ്ചായത്തുകളിലും എല്ലാ ബ്ലോക്കിലും വികസന സദസ് നടത്തിയിട്ട് നിങ്ങൾക്കിനി അടുത്ത തെരഞ്ഞെടുപ്പിലും നിങ്ങൾക്ക് അടുത്ത നിയമസഭയിലേക്ക് എന്താ കാര്യം? അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾ ചർച്ച ചെയ്യാതെ വികസന സദസ് നടത്തി ജനങ്ങളെ പറ്റിക്കുന്ന ഈ പരിപാടിയിൽ ഞങ്ങൾ സഹകരിക്കുകയില്ല. അത് UDF നയം തന്നെയാണ്. ഒരു മിനിറ്റ് ഈ ബാബുച്ചേട്ടൻ പറഞ്ഞ ഈ നമ്മുടെ ശരത്തിൻ്റെ പദ്ധതികളിൽ ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞത് എന്താണ്? പശ്ചാത്തല മേഖലയിലെ കാര്യം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. പശ്ചാത്തല മേഖലയിലെ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. കേൾക്കാഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞത്. എസ് സ്കൂളിൻ്റെ മതിൽ മുതലും ഞാൻ പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞ പശ്ചാത്തല മേഖലയിൽ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം പശ്ചാത്തല മേഖലയല്ലേ. മനക്കച്ചറ എന്ന് പറഞ്ഞ 24 വീട്ടുകാരവിടെയുണ്ട്. 8 മീറ്റർ വീതിയുണ്ട്. നമുക്ക് 8 മീറ്റർ വീതി ടാർ ചെയ്യാനുള്ള ഫണ്ട് പഞ്ചായത്തിനില്ല. ജില്ലാ പഞ്ചായത്തിന് ആ ഫണ്ടുണ്ട്. അത് ഉപയോഗിക്കാത്ത എന്താണെന്ന് ഞാൻ ചോദിച്ചുള്ളൂ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ തേവലക്കാട്, അതും എൻ്റെ ഡിവിഷൻ, എൻ്റെ വാർഡല്ല, അതും ജയമയുടെ വാർഡാണ്, ചെല്ലാങ്കിൻ്റെ വാർഡാണ്. അവിടെയും ഫണ്ട് വെച്ചില്ല. പള്ളിപ്പാറ തലപ്പാറ റോഡ് അപ്പച്ചൻ സാറിൻ്റെ കാലഘട്ടത്തിൽ ജില്ലാ പഞ്ചായത്തിൽ നമ്മൾ ടാർ ചെയ്തതാണ്. ഗ്രാമപഞ്ചായത്തിൻ്റെ ഫണ്ട് വെച്ചു. ആ ഫണ്ട് ഉണ്ടായിരുന്നു നമുക്ക് മറ്റിടത്തേക്ക് മാറ്റാമായിരുന്നു. ഇന്നിപ്പോൾ ശരത്ത് മിക്ക ദിവസവും ഇടുന്നുണ്ട്. എല്ലാ വാർഡുകളിലും അദ്ദേഹത്തിൻ്റെ എല്ലാ ഡിവിഷനിലും 20 ലക്ഷം രൂപ മുതൽ 10, 12 എല്ലാ ദിവസവും എനിക്ക് ഇട്ടു തരുന്നുണ്ട്. അല്ല ഞാൻ പറഞ്ഞല്ല, അതുപോലത്തെ ഒരു ഫ്ലെക്സ് എന്തുകൊണ്ട് പശ്ചാത്തല മേഖലയിൽ നമുക്ക് വെക്കാൻ പറ്റിയില്ല എന്ന് മാത്രമേ ചോദിച്ചുള്ളൂ. അതിന് ഉത്തരവാദിത്വം എനിക്കില്ല. ഹലോ, ഇവിടെ പറയുണ്ടായി, ഇവിടെ നമ്മളെല്ലാവരും ഈ പിന്നെ മൈക്ക് കുറച്ച് അടുത്ത് പിടിച്ചു പഞ്ചായത്ത് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. പഞ്ചായത്ത് ഓഫീസിൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഒന്ന് കമ്മിറ്റി കൂടാനുള്ള സൗകര്യമില്ല. ഇതാണ് ഇവിടുത്തെ വികസനം. ഈ പഞ്ചായത്ത് ഓഫീസും അനുബന്ധിച്ചുള്ള കാര്യങ്ങളാണ് നമ്മുടെ വികസനം. വികസനം എന്ന് പറഞ്ഞാൽ ഈ നാടിൻ്റെ വികസനമാണ്. ഈ നാടിൻ്റെ വികസനത്തിന് എന്തെല്ലാം നമ്മൾ ചെയ്യണം? ഏതെങ്കിലും ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാൻ പറഞ്ഞില്ല. അവർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ പഞ്ചായത്ത് 5 വർഷം ഭരിച്ച പഞ്ചായത്ത് പ്രസിഡന്റ്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ്, ഇപ്പോഴത്തെ പഞ്ചായത്ത് പ്രസിഡന്റും കൂടി, മുൻ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ കാര്യം മറന്നുപോയി ഈ പ്രസിഡന്റ്. ഇപ്പോൾ പിന്നെ ഇപ്പോഴത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്യണേ ഉള്ളൂ, മുഴുവൻ ചെയ്യണേ ഉള്ളൂ. അതുപോട്ടെ, അത് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം, അത് ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ നിങ്ങൾ ചെയ്ത വികസനം ഒരെണ്ണം ഇവിടെ ഇരിക്കുന്ന ഇത്രയും ജനങ്ങൾ ഈ പഞ്ചായത്തിലെ ആൾക്കാരാ, ഒന്ന് ചൂണ്ടിക്കാണിച്ച്. നിങ്ങളൊരു ക്യാമറയുടെ കാര്യം പറഞ്ഞു, അന്നേ ഞങ്ങളത് പറഞ്ഞു, നിങ്ങളത് അഴിമതിയാണെന്ന് പറഞ്ഞതാണ്, ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചതാണ്. അതുപോലെ ഏതെങ്കിലും ഒരു പ്രവർത്തനം നിങ്ങൾ നടത്തിയത് അഴിമതിയിൽ കൂടാതൊരു പ്രവർത്തനം ഉണ്ടോ? മുഴുവൻ അഴിമതിയാണല്ലോ ഈ രാജ്യം. കേരളത്തിലെ മുഖ്യമന്ത്രി മുതൽ അടക്കം ഇങ്ങോട്ട് അഴിമതിയാണല്ലോ. ആ അഴിമതിയല്ലേ ഇവിടെ ആവർത്തിക്കുന്നത്? അല്ല ആവർത്തിക്കുന്നത് അല്ല, അത് പറയാൻ അത് ജനാധിപത്യം. അത് അങ്ങനെയുള്ള കൈവയ്ക്കും കാര്യമൊന്നും വേണ്ട, അതൊന്നും ശരിയല്ല. മുഖ്യമന്ത്രിയല്ല, ആരെ വിമർശിക്കുവാനുള്ള സംവിധാനം കേരളത്തിൽ ജനാധിപത്യമായിട്ടുണ്ട്. ഒരു മുഖ്യമന്ത്രിയും ഒരു വിമർശനങ്ങൾക്ക് അതീതരല്ല. ഒരു മുഖ്യമന്ത്രിയും വിമർശനത്തിന് അതീതരല്ല. അങ്ങനെ വിമർശിച്ചാൽ എന്നാ പ്രശ്നം? മുഖ്യമന്ത്രി വിമർശിച്ചാൽ എന്നാ പ്രശ്നം? എന്നോട് സംഭവിക്കണം. പിന്നെ എന്ത് ജനാധിപത്യമാണ് രാജ്യത്തുള്ളത്? അത് ശരിയല്ല. അങ്ങനെ പറയാൻ പാടില്ല. അല്ലേ, അഴിമതിയുടെ കാര്യം പറയുമ്പോൾ അല്ലല്ല നിങ്ങള് പറയട്ടെ പറയൂ. ഹലോ, അവിടെ നിങ്ങൾ ജെയിംസ് ചേട്ടൻ പറയുന്നത് കേൾക്കാൻ ആഗ്രഹിക്കുക. അത് പറയട്ടെ, ഒരു മിനിറ്റ് ഇരുന്നേ. ജെയിംസ് ചേട്ടൻ പറഞ്ഞോ, ജെയിംസ് ചേട്ടൻ പറയുന്നത് കേൾക്കും. ഞങ്ങൾ പറയട്ടെ. മുഖ്യമന്ത്രിയെ കുറിച്ച് വിമർശിക്കാൻ പറഞ്ഞാൽ ശരിയാണ്. കേരള മുഖ്യമന്ത്രിയെ കുറിച്ച് വിമർശിക്കാം, അതിന്റെ കുഴപ്പം? അവിടെ ഇരിക്കുക. ജെയിംസ് ചേട്ടൻ പറയട്ടെ. നിങ്ങളവിടെ ഇരി. നിങ്ങളവിടെ ഇരുന്നേ പറയട്ടെ. ജെയിംസ് ചേട്ടൻ ഒരു മിനിറ്റ്. ജെയിംസ് ചേട്ടന് അറിയാവുന്ന രീതിയിലുള്ള ഭാഷയിൽ ജെയിംസ് ചേട്ടൻ പറയട്ടെ. നല്ല
ഞങ്ങൾ തരും, ഞങ്ങൾ പറയും. രണ്ടാമത്തെ ഒരു കാര്യമുണ്ട്, ഒന്നോടെ ശ്രദ്ധിക്കുക. ഞാൻ ആദ്യമേ തന്നെ ഇവിടെ പറഞ്ഞു, നമ്മളെല്ലാവരും കൂടി സംസാരിച്ചു കഴിഞ്ഞാൽ ഈ മൈക്കിൽ കേൾക്കത്തില്ല, ഒരാൾ പറയണം. പറയട്ടെ, ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ആരാണെങ്കിലും ഇവിടെ ഇടതുപക്ഷത്തിന്റെ ഭാഗമാണ്, വേറെയല്ല. നിങ്ങൾ ഇടതുപക്ഷമാണ് ഇവിടെ ഭരിക്കുന്നത്. അതിന്റെ ഭാഗമായി അഴിമതിയുടെ കഥകൾ പറയുമ്പോൾ നിങ്ങൾ എന്തിനാ ബേജാറാകണേ? ഞങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറല്ലോ. ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവിനെ പറ്റി നിങ്ങൾ പലതും പറഞ്ഞല്ലോ, ഞങ്ങൾ ഉൾക്കൊണ്ടല്ലോ. അതെന്തുകൊണ്ടാ? ഇടതുപക്ഷവും ഭരണപക്ഷവും കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ അത് മനസ്സിലാക്കാതെ സംസാരിക്കരുത്. അതാണ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾക്ക് ഈ അഴിമതിയുടെ കാര്യം പറയുമ്പോൾ ഇപ്പം നിങ്ങൾക്ക് നോവും, ഞങ്ങൾക്കറിയാം നിങ്ങൾക്ക് നോക്കുന്നു. അത് ഞങ്ങളാരും കുഴപ്പമില്ല, ഞങ്ങൾക്ക് പറഞ്ഞുതരാം ഓരോ കാര്യങ്ങൾ. പക്ഷെ ഞങ്ങൾ പറയുന്നത് ഈ തലയോലപ്പറമ്പ് പഞ്ചായത്തിൽ എത്ര മെമ്പർമാർക്ക് എത്ര ലക്ഷം രൂപ കൊടുത്തു, എവിടെ ഒരു വികസനം നടന്നത്? ഞാൻ ഈ പഞ്ചായത്തിനെ പറ്റി പറയാം, എവിടെയെങ്കിലും ഒന്ന് ചൂണ്ടിക്കാണിക്കുക. വേറെ ഏതെങ്കിലും ഒരു വികസനം നടന്നതായിട്ട് നിങ്ങൾക്ക് പറയാമോ? ഈ പിന്നെ നമ്മുടെ കോടിക്കൽ ഒരു കെട്ടിടം പണിത് വെച്ചിട്ടുണ്ട്, 10 ലക്ഷം രൂപയെന്നാണ് പറഞ്ഞത്. അത് എന്തിനാ കെട്ടിടം നമുക്കറിയാൻ പാടില്ല. അതിന് ആകെ ചെലവായത് 5 ലക്ഷം രൂപ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ എന്നാണ് പറയുന്നത്. അത് എന്തിനാ കെട്ടിടം ഉദ്ഘാടനം ചെയ്യാത്ത? എന്താണ് ഇലക്ട്രിഫിക്കേഷൻ നടത്താത്തത്? അതെന്താ അതിനകത്ത് പ്രശ്നം? നിങ്ങൾ വലിയ ഭരണസമിതി പറഞ്ഞ ആൾക്കാരായല്ലോ, എന്ത് നടത്താതെ? നിങ്ങൾ ഈ ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ ജില്ലാ പഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും കുറച്ച് ഉദ്ഘാടനമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ നടക്കുക. ഇതെന്തുകൊണ്ടാകാൻ പാടില്ല? 10 വർഷമായിട്ട് നിങ്ങൾ ഭരിക്കണം. 10 വർഷമായിട്ട് നിങ്ങൾ ഈ രാജ്യം ഭരിക്കുന്ന പാർട്ടിയാ. എന്തുകൊണ്ട് തലയോലപ്പറമ്പ് പഞ്ചായത്തിൽ 5 വർഷമായിട്ട് നിങ്ങൾക്ക് ഇത് നടത്തിക്കൂടായിരുന്നു? നിങ്ങൾ എത്ര മന്ത്രിമാർ കഴിഞ്ഞ ദിവസം ഒരു മന്ത്രി വന്ന് ഉദ്ഘാടനം ചെയ്യുന്നു. നിങ്ങൾക്ക് നേരത്തെ ആകാൻ പാടില്ല. ഈ വികസനം തലയോലപ്പറമ്പ് കൊണ്ടുവരാൻ പാടില്ലായിരുന്നു. എവിടെ ഏതെങ്കിലും വികസനത്തിന്റെ പേര് പറ. 2 പഞ്ചായത്തുകൾ പറഞ്ഞല്ലോ. വളരെ സൗമ്യമായി അദ്ദേഹം പറഞ്ഞ ഈ വികസന മുരടിച്ചയെ കുറിച്ചുള്ളതിന് വളരെ വ്യക്തമായി മറുപടി പറയാണ്. ദൃശ്യ പോരാട്ടം 2025 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആലപ്പാട് ഗോൾഡ്, പാല, മുണ്ടക്കയം, കറുകച്ചാൽ. സ്പോൺസേർഡ് ബൈ മേരി ക്വീൻസ് ഹോസ്പിറ്റൽ, 26 മൈൽ, കാഞ്ഞിരപ്പള്ളി. സ്വർണം പണയം വെച്ചിട്ട് തിരിച്ചെടുക്കാൻ പ്രയാസപ്പെടുകയാണോ? അല്ലെങ്കിൽ ലേലത്തിൽ പോകുമോ എന്ന ആശങ്കയുണ്ടോ? കയ്യിലെ സ്വർണത്തിന് എവിടെ മികച്ച വില ലഭിക്കുമെന്നറിയാതെ വിഷമിക്കുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ ഉടൻ ആലപ്പാട് ഗോൾഡിലേക്ക് വിളിക്കൂ. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾക്ക് മാർക്കറ്റിലെ അതാത് ദിവസത്തെ വില ഇവിടെ ലഭിക്കും. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും എത്ര പഴയതായാലും ആലപ്പാട് ഗോൾഡ് അന്നുള്ള ദിവസത്തെ മാർക്കറ്റ് വില നൽകി സ്വർണം തിരിച്ചെടുക്കുന്നു. GPay, RTGS, NEFT, ചെക്ക് എന്നിവയുടെ സൗകര്യവും ഉണ്ട്. പണത്തിന്റെ ടെൻഷൻ വേണ്ട. ആലപ്പാട് ഗോൾഡ് നിങ്ങളുടെ സ്വർണത്തിന് വിപണിയിലെ ഏറ്റവും ഉയർന്ന വില നൽകുന്നു. 2001 മുതൽ കേരളത്തിലെ നമ്പർ 1 ഓൾഡ് ഗോൾഡ് പർച്ചേസ് ഷോപ്പായ ആലപ്പാട് ഗോൾഡ് സാധാരണക്കാരെ സഹായിക്കാൻ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നു. ജനസേവനമാണ് നമ്മുടെ ലക്ഷ്യം. വിശ്വാസത്തോടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കാൻ ആലപ്പാട് ഗോൾഡിനെ സമീപിക്കാം. ഞങ്ങൾ സ്വർണത്തിന് യഥാർത്ഥ മൂല്യം നൽകുന്നു. ഞങ്ങളുടെ സ്ഥാപനങ്ങൾ മുണ്ടക്കയം KK റോഡിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ അടുത്ത് അജ്ഫ ബേക്കേഴ്സ് ബിൽഡിംഗിലും കറുകച്ചാലിൽ മല്ലപ്പള്ളി റോഡിലുള്ള ഫെഡറൽ ബാങ്ക് ബിൽഡിംഗിലും പ്രവർത്തിക്കുന്നു. അതുകൂടാതെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മുടെ സർവീസ് ലഭ്യമാണ്. സ്വർണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇനി ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ നമ്പറിലേക്ക് ഒരു ഫോൺ കോൾ മതി. ആലപ്പാട് ഗോൾഡ് നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ അടുത്തെത്തും. ആലപ്പാട് ഗോൾഡ് എന്നും നിങ്ങളോടൊപ്പം. Mother soothes, Mother cares, Mother protects, Mother finds always reason to smile. Mother stands up for you for everything. Mary Queen's Mission Hospital, Kanirapalli, Kottayam. We care, God cures. Introducing South India's largest sanitary ware showroom, now in Pala. Welcome to Cochin Saniwares, where luxury meets innovation. Here, every leading sanitary ware brand has its own exclusive space, designed to bring their world to life. Step inside and experience the future of your home, with real-time previews that let you see exactly how your bathroom, kitchen, or living spaces will look.
before you decide. കൈകളുടെ അലങ്കാരങ്ങൾക്ക് പരിശുദ്ധ സ്വർണത്തിന്റെ പൊൻപ്രഭയേകാൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ബാംഗിൾ ഫെസ്റ്റ്. സമാനതകളില്ലാത്ത ഏറ്റവും പുതിയ ഡിസൈൻ വളകൾക്കൊപ്പം ട്രഡീഷണൽ വളകളുടെ അത്യാകർഷകമായ കളക്ഷനുമായി ഒക്ടോബർ 17 മുതൽ 24 വരെ ഞങ്ങളുടെ തൊടുപുഴ ഷോറൂമിൽ വരൂ. മനസ്സിനിണങ്ങിയ സ്വർണം മിതമായ വിലയിൽ സ്വന്തമാക്കുന്നതിനൊപ്പം അലങ്കാരങ്ങളുടെ പൂർണ്ണത അനുഭവിച്ചറിയാൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം പറഞ്ഞ ഈ വികസന മുരടിച്ചയെക്കുറിച്ചുള്ളതിന് വളരെ വ്യക്തമായി മറുപടി പറയാണ്. ഞാൻ ആദ്യമേ തന്നെ സൂചിപ്പിച്ചു, നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ണിന് കാണാവുന്ന കഴിയുന്ന ഒരു വികസനം തലയോലപ്പറമ്പ് പോസ്റ്റ് ഓഫീസിന്റെ അവിടുന്ന് കോരിക്ക റോഡ് കടന്ന് നിങ്ങൾക്കറിയാം. 1,55,00,000 രൂപയ്ക്ക് ആ റോഡ് ഇപ്പൊ പൂർത്തീകരിച്ചോ? അത് വികസനം അല്ലേ? ഇനി ഒന്ന് രണ്ടാമത് അവിടെ നിൽക്ക, അല്ലെ നിങ്ങൾക്ക് കാണാവുന്നല്ലേ പറഞ്ഞത്. അവിടെ നിൽക്ക്, അവിടെ നിൽക്ക്. ജോസാണ് നിർമ്മിച്ചത്. അവിടെ നിൽക്കട്ടെ. നിങ്ങളെ വികസനത്തിന് എങ്ങനെയാണ് കാണുന്നത്? നിങ്ങൾ പ്രിയപ്പെട്ട UDF-ന്റെ പ്രവർത്തകർ ഇവിടെ ഉണ്ടല്ലോ, ജനപ്രതിനിധി, നിങ്ങൾ എങ്ങനെയാണ് വികസനം കാണുന്നത്? ഈ നിയമസഭാ മണ്ഡലത്തിൽ 9 ഗ്രാമപഞ്ചായത്തുകളുണ്ട്. അതിൽ തലയാഴവും വെച്ചൂരും വൈക്കം മുനിസിപ്പാലിറ്റിയും ഭരിക്കുന്നത് UDF ആണ്. ഇവിടെ ഈ നിയമസഭാ മണ്ഡലത്തിൽ 232 വീട് പണിത ഏക ഗ്രാമപഞ്ചായത്ത് തലയോല. അതല്ലേ വികസനം? അതല്ല നാട്ടിലെ സാധാരണക്കാർ കയറി കിടക്കാൻ വീട് വേണ്ടേ? അതാ ഞങ്ങൾ വേണ്ട വികസനം. നിങ്ങൾ വേണ്ട വികസനം പുഴയുടെ തീരത്ത് വലിയ ഹാള് പണിത് നൃത്തങ്ങൾ നടത്തണമെങ്കിൽ ആ വികസനത്തിന് ഇടത് മുന്നണി ഇല്ല. ആ വികസനം ഞങ്ങളുടേതല്ല. ആ വികസനം നിങ്ങൾ എടുത്തോണം. പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ കഴിഞ്ഞ 10 വർഷമാണ്. കഴിഞ്ഞ 5 വർഷം VG മോഹനോട് പരിചയം 18 വീട് പണിതപ്പോ 18 വീട് പണിതപ്പോ ഞങ്ങൾ 238 പണിതു. ഇനി അതവിടെ നിൽക്കട്ടെ, അത് കുറവാണെങ്കിൽ. ഇപ്പോൾ 111 മാസമായി കേരളത്തിലെ പിണറായിയുടെ ഗവൺമെന്റ് ഇവിടെ ഭരിക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പൊ പറഞ്ഞിരുന്നല്ലോ 111 മാസത്തിൽ 123 മാസം 1,600 രൂപ പെൻഷൻ കൊടുത്തൊരു ഗവൺമെന്റ് ലോക ചരിത്രത്തിലുണ്ട്. ഗൂഗിളിൽ സെർച്ച് ചെയ്തോ, ഇവിടെ കൊടുത്തു. നിങ്ങൾക്ക് കിട്ടിയില്ല. പറയട്ടെ, നിങ്ങൾ ഗൂഗിളിൽ ചെന്നിട്ട് അടിച്ചോ 123 മാസം പെൻഷൻ കൊടുത്തു. കൊടുക്കേണ്ടത് എത്രയാ? 111 മാസം പിണറായിയുടെ ഗവൺമെന്റ് രണ്ടാം വട്ടം 9 വർഷം പഠിത്തം എത്രയാ? 100. എന്തിനാ കൊടുത്തത്? നിങ്ങൾ കുടിശ്ശ വരുത്തിയിട്ട് പോയ 18 മാസത്തെ 600 രൂപ വരുന്ന പെൻഷൻ 1,600 ആക്കി. നിങ്ങൾ മാത്രം പറഞ്ഞ ശരിയല്ല. ഞങ്ങൾ പറയാനുള്ള അവസരങ്ങൾ അത് ശരിയായ നടപടിയല്ല. 5 മിനിറ്റുകളിലായി. ചാനൽ ചർച്ച പങ്കെടുക്കുമ്പോ നിങ്ങൾ മാത്രം നിങ്ങൾ പറഞ്ഞോ UDF പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾ കേൾക്കും. ജംഗ്ഷനോട് ഇരിക്കുക. ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഈ ഇരിക്കുന്ന ആളുകൾക്ക് കോൺഗ്രസിന്റെയാണ്, RSSന്റെയാണ്, BJPയുടെ ഇവിടെ പറയട്ടെ. ഞാൻ പറയട്ടെ. 111 മാസം ഒരു ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിരിക്കുന്നു. 111 മാസം കേരളത്തിൽ ഒരു ഗവൺമെന്റ് അധികാരത്തിരിക്കുന്നു. 123 മാസം പെൻഷൻ കൊടുത്തു. ഇല്ലേ? പറയട്ടെ. സംസാരിക്കാൻ അവസരം കൊടുക്കണം. ഞങ്ങൾ ഇത് ബഹിഷ്കരിക്കും. നിങ്ങൾ മാത്രം സംസാരിക്കാനായിട്ടാണ് ഞങ്ങൾ ഈ പരിപാടി നിങ്ങൾ മാത്രം സംസാരിക്കാനാണെങ്കിൽ ഇവിടെ ആരും സംസാരിക്കണ്ട. നിങ്ങൾക്ക് മാത്രം സംസാരിക്കാനാണ്. ഈ ചോദ്യം കഴിഞ്ഞിട്ട് ആരോടാണ് എനിക്ക് സംസാരിക്കാനുള്ള ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റോട്. ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റോട് ചോദിക്കാനുള്ളത്, ഹെൽത്ത് ഗ്രാൻഡിൽ നിന്ന് നമുക്കൊരു ഫണ്ട് കിട്ടിയിട്ടുണ്ട്. 2
ഹെൽത്ത് സെൻ്ററുകൾ പണിയാനായിട്ടൊരു ഫണ്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ എന്താ ചെയ്തത്? ബഹുമാനപ്പെട്ട കോൺഗ്രസിൻ്റെ യുവ നേതാവ് സീതു ഞങ്ങൾ മറന്നുപോയിരുന്ന ഒരു കാര്യം ഓർപ്പിച്ചതിൽ ഒത്തിരി സന്തോഷം. അതെ, ഗ്രാമപഞ്ചായത്തിന് ഹെൽത്ത് ഗ്രാൻഡ് ഇനത്തിൽ 1,10,00,000 രൂപയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അത് 2 സബ് സെൻ്ററുകൾ നമ്മൾ നിർമ്മാണം 90% മേളിൽ നമ്മൾ നിർമ്മാണം പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഒരു സബ് സെൻ്റർ നമ്മൾ പണിതിരിക്കുന്നത് CHSCയുടെ തലയോലപ്പറമ്പ് CHSCയുടെ അകത്ത് സബ് സെൻ്റർ പണിതുകൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ ആശുപത്രിക്കകത്ത് ഒരു ആശുപത്രി പണിയേണ്ട കാര്യമുണ്ടോ? ആശുപത്രി ഞാൻ ചോദിക്കുന്നത്, ഈ കിഴക്കൻ മേഖലയില് ഈ പൊതി മേഴ്സി പോലത്തെ കിഴക്കൻ മേഖലയില് ഒരു ആശുപത്രി, ഒരു സർക്കാരിന്റെ ഒരു സ്ഥാപന ആശുപത്രി പണിയാൻ പാടുള്ളൂ. പിന്നെ ഈ കോരിക്ക പോലത്തെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ ഒരു അപകടം ഉണ്ടാവുകയാണെങ്കിൽ ഈ പറയുന്ന ഹെൽത്ത് സെന്ററിലേക്ക് തന്നെയല്ലേ വരേണ്ടത്? എന്തിനാന്ന് ഒരു ആശുപത്രിക്കകത്ത് ഒരു ആശുപത്രി പണിയുന്നത്? രണ്ടാമത്തെ സബ് സെന്റർ പണിതിരിക്കുന്നത് വടയാറാണ്. വടയാറ് സബ് സെന്റർ വേണ്ട എന്നാണോ സേതു പറയുന്നത്? വടയാറും ഈ സബ് സെന്റർ പണിതിരിക്കുന്നത് ഹോമിയോയ്ക്കകത്താണ് പണിതിരിക്കുന്നത്. അതും ശരിയല്ല. ഞാൻ പറയുന്നത് ഈ കിഴക്കൻ മേഖലകളിൽ നിങ്ങൾക്ക് ഈ വടയാർ ഓൾറെഡി ഒരു ഹോമിയോയുടെ ആശുപത്രി ഉണ്ട്. അവിടെ നിന്നൊരു ഡോക്ടർ അവിടെ തന്നെ ഇരിക്കുന്നത്. ഈ കിഴക്കൻ ഭാഗങ്ങളിലൊക്കെ ഏതെങ്കിലും ഒരു റൂം വാടകയ്ക്ക് എടുത്തിട്ട് അവിടെ ഏതെങ്കിലും ഒരു ദിവസം ഈ ഡോക്ടറെ നിങ്ങൾക്ക് അനുവദിക്കാറുണ്ടല്ലോ. ഒറ്റ ദിവസം നിങ്ങൾ ഈ കഴിഞ്ഞ 5 വർഷക്കാലത്തിൽ ഒറ്റ ദിവസം നിങ്ങൾ അനുവദിച്ചിട്ടില്ല. അവിടെ തന്നെ വന്നാനേ. എവിടെ വന്നാലേ? അങ്ങനെ പണിയല്ല. 100 വട്ടം പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം. വിജയമ്മ കമ്മിറ്റിയിൽ 100 വട്ടം പറഞ്ഞിട്ടുണ്ട്. 100 വട്ടം പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഒരു അവസരം കൂടെ തന്നെ ഞാൻ പറയട്ടെ. ശബരിമലയിൽ നമ്മൾ കയറി ചെല്ലണമെങ്കിൽ 18 പടി കയറി ചെന്നാൽ മതി. ഈ എന്റെ പ്രസിഡന്റ് ഞാൻ ചോദിക്കട്ടെ, ഈ പഞ്ചായത്തിൽ എത്ര പടിയുണ്ടെന്ന് പ്രസിഡന്റ് എണ്ണി നോക്കിയിട്ടുണ്ടോ? എത്ര പടിയുണ്ട് പ്രസിഡന്റ്? പറഞ്ഞോ, പ്രസിഡന്റ് പറഞ്ഞു എത്ര പടിയുണ്ട്? എത്ര പടിയുണ്ട്? എല്ലാ ദിവസവും കയറണല്ലേ പ്രസിഡന്റ്? എത്ര പടിയുണ്ട് പറ. ഞാൻ പറയാം, 29 പടിയുണ്ട്. ഭിന്നശേഷിക്കാർക്ക് ഒരാൾക്ക്, നിങ്ങളെ ഒരാൾ നാളെ ആ ഒരു ഭിന്നശേഷിക്കാരൻ അവിടെ വരുവാ, അദ്ദേഹത്തിന് ഒരു അപേക്ഷ തരണമെങ്കിൽ നിങ്ങൾ എങ്ങനെ അയാളെ എടുത്തോണ്ട് പോവോ പൊക്കത്തേക്ക്? ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ഈ തലയോലപ്പറമ്പിന്റെ ഈ ഭാഗത്ത് LSCDയുടെ ഭാഗമായിട്ട് ഞാനൊരു കോൺട്രാക്ടറാ ഒരു പെർമിറ്റ് കിട്ടണമെങ്കിൽ ഒരു മിനിറ്റ്, ഒരു പെർമിറ്റ് കിട്ടണമെങ്കിൽ അവിടെ ഭിന്നശേഷിക്കാർക്ക് കയറാനുള്ള റാമ്പ് ഉണ്ടാവണം. ആ റാമ്പ് സർക്കാർ ഈ പഞ്ചായത്ത് ഓഫീസിലില്ല. അതുകൂടാതെ എന്നിട്ട് വേണം ഇവിടെ പല സ്ഥലങ്ങളിൽ കെട്ടിടം പണിയുമ്പോൾ 3 റാമ്പ് വെച്ച് വേണം അതിന്റെ സ്ക്വയർ ഫീറ്റ് വെച്ചിട്ട്. അത് അനുവദിച്ച് നിങ്ങൾ കൊടുത്തിട്ടില്ല. പല പ്രാവശ്യം യൂത്ത് കോൺഗ്രസ് ഇതിന് ആവശ്യപ്പെട്ടതാണ്. താഴെ ഒരു ഫ്രണ്ട് ഓഫീസ് താഴെ പണിയണം. വൃദ്ധരായിട്ടുള്ള ആൾക്കാർക്ക് മോളിൽ കയറി വരാൻ. നിങ്ങളുടെ തന്നെ മുട്ടുവേദന ഉണ്ടാവുന്ന സാഹചര്യം എന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഈ പ്രസിഡന്റ്. യുവ നേതാവ് പറഞ്ഞ പോലെ പറയാൻ പാടില്ലേ? ബഹുമാനപ്പെട്ട സീത് പറഞ്ഞ കാര്യം വളരെ സന്തോഷവും സ്വാഗതാർഹവുമാണ്. ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ താഴത്തെ റൂം ഒരെണ്ണം ചോദിച്ചിരുന്നായിരുന്നു. ലിഫ്റ്റിന് വേണ്ടിയിട്ടുള്ള പ്രോജക്റ്റ് നമ്മൾ ഉൾപ്പെടുത്തിയിരുന്നു. പക്ഷേ സാങ്കേതിക കാരണങ്ങൾ എന്താ എന്ന് ജനപ്രതിനിധികൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. ജോസ് മെമ്പറിനും അറിയാം. പ്രോജക്റ്റിനകത്ത് നിങ്ങൾ വരും ദിവസങ്ങളിൽ കാണുവാൻ നിങ്ങൾക്ക് സാധിക്കും. ലിഫ്റ്റ് അല്ലെങ്കിൽ റാമ്പ് ആ പഞ്ചായത്ത് ഓഫീസിൽ തലയോലപ്പറമ്പ് പഞ്ചായത്ത് ഓഫീസിൽ നിർമ്മിച്ചിരിക്കും. ചുരുക്കി പറയാം. ഒരു മിനിറ്റ് എനിക്ക് തന്നാൽ മതി. തലയോലപ്പറമ്പ് പോസ്റ്റ് ഓഫീസിൻ്റെ അവിടെ മുതൽ പഴമ്പട്ടി വരെയുള്ള റോഡിൻ്റെ കാര്യം പ്രതിപക്ഷ നമ്മുടെ മുൻ വൈസ് പ്രസിഡന്റ് പറഞ്ഞു. ഈ കാര്യം പഞ്ചായത്ത് കമ്മിറ്റിയിൽ അനിത മെമ്പർ നോട്ടീസായിട്ട് അവതരിപ്പിച്ചിട്ട് അതിന് സപ്പോർട്ട് ചെയ്യാൻ ആ വാർഡിൽ കൂടി കടന്നു പോകുന്ന ജയമ ഇല്ലായിരുന്നു. അതിന് ഒരു അജണ്ട വെച്ച് അതിൻ്റെ റിപ്പോർട്ട് എഴുതി അതിൽ അജണ്ട തീരുമാനം എഴുതാൻ 2 മാസം എടുത്തു. ഈ പെങ്കൊച്ച് പുറകെ നടന്ന് കൊണ്ടുവന്ന വർക്കല്ലേ അത്? അതിൻ്റെ എസ്റ്റിമേറ്റ് എടുക്കാൻ പോലും ജയമ വന്നില്ലല്ലോ. വന്നോ? ജയമേനെ ഇപ്പം വിളിക്ക്. വന്നിട്ടില്ല. അത് കംപ്ലീറ്റ് ചെയ്ത് എന്നിട്ട്
പറയണ കേക്ക് പറയട്ടെ 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 ഞാൻ പറയട്ടെ പറയണ കേക്ക് പറയട്ടെ എങ്ങനെയെങ്കിലും ഒരു ആഗ്രഹം പറയട്ടെ. മെമ്പർമാർ എസ്റ്റിമേറ്റ് എടുക്കുന്നത് മെമ്പർമാരെ എങ്ങനെ ഇതൊക്കെ പറയണം. അല്ല. മെമ്പർമാരെ എങ്ങനെ PWD എസ്റ്റിമേറ്റ് മെമ്പർ എങ്ങനെ എടുക്കുന്നു ഞാൻ പറയാം. അല്ല അദ്ദേഹം പറയട്ടെ. ആ ഞാൻ പറയാം. പറയട്ടെ പറയട്ടെ. നിങ്ങൾ കേൾക്കണ്ട. നിങ്ങൾ കൊണ്ടുവരുമ്പം നിങ്ങൾ പറയുന്നത് ഞാൻ കേട്ടാലേ. നിങ്ങൾ പറയുന്നത് ഞാൻ കേട്ടാലേ. പറയട്ടെ പറയട്ടെ നിങ്ങൾ പറയുമ്പോ ഞാൻ മിണ്ടാറുണ്ടോ? പറയട്ടെ പറയട്ടെ. നിങ്ങൾ പിന്നെ എന്തിനാ എതിര് തർക്കിക്കണേ? അങ്ങനെ നിങ്ങൾ മിണ്ടായി. എന്തുകൊണ്ടാണ് പൊട്ടത്തരമൊന്നുമല്ല, എന്തുകൊണ്ടാണ് പഞ്ചായത്ത് മെമ്പർ നിന്ന് പറഞ്ഞതിന് കാര്യം? ആ റോഡിന്റെ പ്രത്യേകത പലതായിരുന്നു. പലയിടത്തും ചപ്പാത്ത് വേണമായിരുന്നു, ചിലയിടത്ത് വീതി കുറവുണ്ടായിരുന്നു. ഇതെല്ലാം അറിയാവുന്ന PWD റാണിമോൾ മാഡത്തിനല്ലായിരുന്നു. അതിൻ്റെ പുറകെ നിന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അനിതയാണ്. എന്നിട്ട് ആ വർക്ക് വന്നിട്ട് നിങ്ങൾ ഏത് വർക്കിനും ഫ്ലെക്സ് വെക്കണതാണല്ലോ. റിയാസിൻ്റെ ഫ്ലെക്സും മുഖ്യമന്ത്രിയുടെ ഫ്ലെക്സും MLA ഫ്ലെക്സും വെച്ചാണല്ലോ. ആ വർക്ക് അവിടെ പൂർത്തീകരിച്ചിട്ട് ഒരു ഫ്ലെക്സ് നിങ്ങൾ വെച്ചോ? ഏതെങ്കിലും LC കമ്മിറ്റി പരമ്പട്ടി മുതൽ ഇവിടം വരെ ഉണ്ടല്ലോ, വെച്ചോ? നിങ്ങൾ ഇല്ലല്ലോ. അതിന്റെ നിങ്ങൾ സമയപരിമിതി വെക്കാൻ പറ്റിയല്ല. അതിനൊരു ഉത്തരവാദിത്വം നിങ്ങൾക്കില്ല. നമുക്ക് പറയാനുള്ളത് ഇവിടെ LDF ഇനി തുടർച്ചയായിട്ട് ഇനിയിപ്പോൾ അടുത്ത തവണ ഇവിടെ ഭരണം വരികയാണെങ്കിൽ എന്തൊക്കെയാണ് ജനങ്ങൾക്ക് മുന്നിൽ വെക്കാനുള്ളത്? ഞാൻ പറയട്ടെ. ഇനി ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു പ്രകടന പത്രികയുണ്ട്. അത് നാട്ടിലെ സാധാരണക്കാരൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രകടന പത്രിക. അല്ലാതെ ആരെങ്കിലും റോഡ് പണിയുമ്പോൾ മറ്റു കണ്ടു നിന്നയാളുടെ ബോർഡ് അടിച്ച് തെങ്ങിന് മുകളിൽ വെക്കുന്ന പ്രകടനവും അതും അല്ല, വികസനമല്ല ഞങ്ങളുടേത്. ഞങ്ങൾ ആദ്യം ഇവിടെ തീരുമാനിച്ചിരുന്നത് നാട്ടിലെ ജനങ്ങൾക്ക് കിടന്നുറങ്ങാൻ സൗകര്യമില്ലാത്തവർക്ക് ഭൂമിയുള്ളവർക്ക് വീട് വെച്ച് കൊടുക്കാൻ തീരുമാനിച്ചു. 10 കോടി രൂപ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കൊണ്ടുവന്ന് 232 വീട് ഒന്ന് വെച്ച് കൊടുത്തു. പ്രളയത്തിൽപ്പെട്ട നിങ്ങൾക്കറിയാലോ, 2018 പ്രളയത്തിൽപ്പെട്ടപ്പോൾ വീടിന് മുറ്റത്ത് വെള്ളം കയറിയ ആൾക്ക് 10,000 രൂപ, വീടിൻ്റെ മുറ്റത്ത് വെള്ളം കയറിയ, വീടിൻ്റെ നടയിൽ കയറിയ ആൾക്ക് 40,000 രൂപ, 30%. അവിടെ ചിരിക്കുക അവിടെ ഇരിക്കുക, പറയാനുള്ള അവസരം കൊടുക്കുക. ചേട്ടനോട് ഇരി. പിന്നെ പഴംപട്ടിയൊക്കെ ചെയ്യാനേ, പഴംപട്ടി ഗാന്ധിഗ്രാമം എന്ന് പറഞ്ഞൊരു പരിപാടി നടത്തിയിട്ട് എവിടെ പോയി? ഗാന്ധിഗ്രാമം രമേശ് ചെന്നിത്തല എന്നാ ചെയ്തു? ഒരു മതിൽ കെട്ടി കൊടുക്കാൻ പറ്റിയോ? അതാ പറയണേ. ഞങ്ങൾ പറയാം. അവിടെ ഇരിക്കുക. ഞങ്ങളുടെ വികസനത്തിന്റെ പറയുമ്പോൾ നിങ്ങൾ വേദനിച്ചിട്ട് കാര്യമില്ല. ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യത്തിലൂടെ കേരളത്തിൽ കൊടുക്കുന്ന വികസനത്തിന് പറയുമ്പോൾ നിങ്ങൾ വേദനിച്ചിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞതിന് നിങ്ങൾക്ക് വയലേറ്റ് ചെയ്യാൻ കഴിഞ്ഞോ? ഞാൻ പറഞ്ഞ സമീപ പഞ്ചായത്തിൽ 9 പഞ്ചായത്തിൽ വിജയമേ വേദനിക്കരുത്. ഈ ഗ്രാമപഞ്ചായത്തിൽ ആദ്യത്തെ പദ്ധതിയിൽ 1 കോടി രൂപ കിട്ടി. സംസ്ഥാന ഗവൺമെന്റിന് ഗ്രാന്റ് 1 കോടി രൂപ കിട്ടിയപ്പോ ആ 1 കോടി രൂപ ഡിവൈഡഡ് 15 എന്നാ ഞങ്ങൾ വെച്ചത്. പറയട്ടെ, അവതാരം കേട്ടോ. ഈ പഞ്ചായത്തിൽ തനിക്ക് തരും. ഈ പഞ്ചായത്തിൽ അതല്ല, നമ്മൾ ചർച്ച അവസാനിപ്പിക്കുന്ന ഭാഗമായി LDF-ന് അവസരം കൊടുത്തു, ഇനി UDF-ന് അവസരം കൊടുക്കുന്നുണ്ട്. പൊതുവെ അടുത്ത ഭരണത്തെ കുറിച്ചാണ് എന്റെ അവസരം നിങ്ങൾ എടുക്കല്ലേ? ചുരുക്കി പറയും. ഞങ്ങളോട് ചോദിച്ച വികസനമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവതാരകനോട് ഞാൻ പറയുന്നു, 232 വീടുകൾ പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട്. എത്ര പ്രാവശ്യം പറഞ്ഞു? ഇനി ലൈഫിൽ അത് വേദനിക്കും. ലൈഫിൽ വീടുകൾ കൊടുക്കേണ്ട ആളുകളുടെ ഗ്രാമപഞ്ചായത്തിലെ വാർഡുകളിൽ നിന്ന് വീടുകൾ കൊടുക്കേണ്ട ആളുകളെ കണ്ടെത്തി അവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കും. ഇനി ഭൂമി പറയുക, ഭൂരഹിതർ, ഭൂമി ഇല്ലാത്തവർക്ക് 6 ലക്ഷം രൂപ, 2 ലക്ഷം രൂപ വസ്തു വാങ്ങുന്നതിനും, അത് നിങ്ങൾക്ക് അറിയാലോ, 2 ലക്ഷം രൂപ വസ്തു വാങ്ങുന്നതിനും 4 ലക്ഷം രൂപ വീട് വെക്കാനും അത് പൂർത്തീകരിക്കും. പിന്നെ ഇവിടെ പറയട്ടെ, അതാ പറയണേ, ബാലൻസ് ഉള്ള വീടുകൾ പൂർത്തീകരിക്കും. പിന്നെ ഇവിടെ ബഹുമാനപ്പെട്ട ശശിചേട്ടൻ പറഞ്ഞിരിക്കുന്നത് പറയട്ടെ, വളരെ പ്രാധാന്യമുള്ള മൂവാറ്റുപുഴയാറിൽ നിന്ന് ശുദ്ധജലം കുട്ടനാടിലും അപ്പർ കുട്ടനാടിലും കൃഷിയിടങ്ങളിലേക്ക് ചെല്ലുന്ന ഒരു വലിയ പദ്ധതിയുണ്ട്. അതാണ് കുറുന്തറപ്പുഴ നവീകരണം. കേട്ടോ, കുറുന്തറപ്പുഴ നവീകരണം കഴിഞ്ഞ 5 വർഷക്കാലം മുമ്പ് 8 കോടി 20 ലക്ഷം ചെയ്തു. ഞങ്ങൾ പറയട്ടെ, ഞങ്ങൾ പറയുന്നത് ശശിചേട്ടൻ പറഞ്ഞ ശുദ്ധജലം എത്താനുള്ള കുട്ടനാടിലേക്കും അപ്പർ കുട്ടനാട്ടിലേക്കും കോരിക്കലും പഴംപട്ടിയും മനക്കക്കരിയൊക്കെ അടങ്ങുന്ന കല്ലറയ്ക്കൊക്കെ വെള്ളം ചെത്തുന്നതിന് വേണ്ടി 12 കോടി രൂപയുടെ ഒരു പദ്ധതി ഈ പുഴ നവീകരണമായി ഞങ്ങൾ വെച്ചിട്ടുണ്ട്. ഇടതുപക്ഷ മുന്നണി വെച്ചിട്ടുണ്ട്. സമയം ഞാൻ പുള്ളിക്ക് പിന്നെ പറഞ്ഞു കൊടുക്കാം. അതിനൊരു കമ്മിറ്റി ഉണ്ടാക്കി. പറയട്ടെ, അത് ഞാൻ പറയട്ടെ.
ആ മുഖത്തിൽ ജോസ് മെമ്പറോട് പറഞ്ഞു നമുക്ക് വേണ്ടത് ഇനിയുള്ള വരാൻ പോകുന്നു. ഈ കുടിവെള്ള ശുദ്ധജലം എത്തുന്നതിന് പാടശേഖരങ്ങൾക്കുള്ള ഒരു പദ്ധതിക്ക് 12 കോടി രൂപയുടെ പദ്ധതി തയ്യാറാക്കി. ആ തയ്യാറാക്കിയത് എവിടെയാണെന്ന് ഇതാ പറഞ്ഞു. ഇവിടെ പഴയ ഒരു മെമ്പറേയും പഞ്ചായത്ത് പ്രസിഡന്റിനെയും ആ വാർഡിലെ ജനപ്രതിനിധികളെയും കൂട്ടിക്കൊണ്ട് ഒരു കമ്മിറ്റി ഉണ്ടാക്കി ഇതാ പറഞ്ഞു. ആ കമ്മിറ്റി നമുക്ക് സമയക്കുറവ് മൂലം നിർത്തുകയാണ്. യു ഡി എഫ് ഭരണത്തിൽ വരികയാണെങ്കിൽ എന്തൊക്കെയാണ് ജനങ്ങൾക്ക് മുന്നിൽ വെക്കാനുള്ളത്? നമുക്ക് ഇത് പറഞ്ഞ് അവസാനിപ്പിക്കാം. പ്രിയമുള്ളവരെ, ഇവിടെ ഒന്ന് ദൈവത്തെ ഓർത്തൊന്ന് പറയാൻ അനുവദിക്കണം. പ്രിയപ്പെട്ട LDF ആളുകളോടും മറ്റുള്ളവരും പറയാനുള്ള കാര്യമാണ്. ഇവിടെ ഒറ്റ കാര്യം ഞാൻ പറയണം. വികസന പ്രവർത്തനങ്ങൾ ധാരാളമായി ഇവിടെ ആവർത്തിച്ച് പറയുകയുണ്ടായി. ഇതൊക്കെ നമ്മൾ നിരന്തരമായി പറഞ്ഞാണ്. ഞാൻ ഒരു ജനാധിപത്യപരമായ ഒരു കാര്യം ചോദിക്കുകയാണ്. നമുക്ക് ഈ ജനാധിപത്യ ക്രമത്തിൽ നമ്മുടെ അന്തസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു തെറ്റുണ്ടെങ്കിൽ അതിൽ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമാണ്. ഇവിടെ ജെയിംസ് ചേട്ടൻ ഇവിടെ മുഖ്യമന്ത്രിയുടെ കാര്യം പറഞ്ഞു. അവിടെ എങ്ങനെ ആക്രോശമായിരുന്നു. അത് ശരിയാണോ? നമ്മളൊക്കെ ഈ നാട്ടിൽ ജീവിച്ചു വളർന്നവരല്ലേ? അപ്പോൾ ഒരു ആശയപരമായ യുദ്ധത്തിൽ വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ ശരിയല്ല. ഒന്ന് ഞാനൊന്ന് പറഞ്ഞോട്ടെ ഇത് പറയാൻ അനുവദിക്കുന്നത് നിങ്ങൾ തന്നെയല്ലേ പറയണം. ഒന്ന് പിണറായി വിജയനും VD സതീശനും ചർച്ചയ്ക്ക് പോയില്ല. ഞങ്ങള് VD സതീശനെ പറഞ്ഞില്ല, മാങ്കൂട്ടത്തെ പറഞ്ഞില്ല. നിങ്ങൾ ഇങ്ങനെ ബഹളം വെക്കല്ലേ? ഒരാള് പറഞ്ഞ കേക്കട്ടെ. എല്ലാം പറഞ്ഞപ്പോ ഞങ്ങൾ വല്ല മിണ്ടിയോ? അല്ലല്ല, നമ്മൾ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സ്വഭാവം ശരിയല്ല. ഒറ്റ കാര്യം ഞങ്ങൾ പറയാം. അത് മര്യാദയല്ല. VD സതീശനാണെങ്കിലും ഞങ്ങൾ പറയാം. VD സതീശനാണെങ്കിലും പിണറായി വിജയനാണെങ്കിലും പറയട്ടെ, വിമർശനത്തിന് അതീതരല്ല. അതല്ല, നമുക്ക് തലയോലപ്പറമ്പിലെ കാര്യമാണ് വേണ്ടത്. പ്ലീസ്, തലയോലപ്പറമ്പിലെ കാര്യം നമുക്ക് ചർച്ച അവസാനിപ്പിക്കുകയാണ്. പറയൂ, പറ. നിങ്ങൾ പറയാൻ അനുവദിച്ചിട്ടുണ്ട് ചേട്ടാ. മാളുസേ, നിങ്ങൾ പറയാൻ അനുവദിച്ചിട്ട് പെൻഷന്റെ കാര്യം പറഞ്ഞു. ഇലക്ഷൻ വരുമ്പം ഇന്നേ വരെ കുടിശ്ശികയൊക്കെ തീർത്ത് ഞങ്ങൾ 10,000 കൊടുത്തെന്ന് പറയും. അതുപോലെ തന്നെ കോവിഡ് വരുമ്പോൾ ഞങ്ങൾ കിറ്റ് കൊടുത്ത് അങ്ങ് റെഡിയാക്കി എന്ന് പറയും. ഇത്തവണ അതാന്നുള്ള പരിപാടി നടക്കുകയല്ല. പറയാനുള്ള അവസ്ഥ എന്താണ്? അല്ല, പറയട്ടെ. ഞാൻ പറയാനുള്ള കാര്യം പറയട്ടെ. ഇതൊരു ജനാധിപത്യ മര്യാദയാണ്. നിങ്ങൾ പറയണ മുഴുവനും കേൾക്കാതിരിക്കുന്നവരല്ല ഞങ്ങൾ. നിങ്ങൾ പറയണ മുഴുവനും അംഗീകരിക്കുകയും നിങ്ങൾ ചെയ്യാത്ത കാര്യം അത് ശരിയല്ല. ജനാധിപത്യപരമായ മര്യാദയല്ല. ഇതാണ് ഇടതുപക്ഷത്തിന്റെ ഏറ്റവും വലിയ ഡാമേജ്. ഇതാണ് ഇടതുപക്ഷത്തിന്റെ ഏറ്റവും ഡാമേജ് ആണ്. നിങ്ങൾക്ക് പ്രതികൂലമായ, നിങ്ങളെ വിമർശിക്കുന്ന ഒരു കാര്യവും മറ്റുള്ളവരെ കൊണ്ട് പറയാനോ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കാനോ ജനാധിപത്യപരമായി നിങ്ങൾ തയ്യാറാകാത്തതാണ് LDFന്റെ ഈ രാജ്യത്ത് ഏറ്റവും വലിയ പരാജയം. ഇതാണ് പറയുന്നത്. ഇത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ ചെയ്യണം. ഞങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ എന്താണ് വെക്കാനുള്ളത് അത് പറഞ്ഞ് അവസാനിപ്പിക്കുക. അത് ഞാൻ പറഞ്ഞു, നിങ്ങൾ പറയണ്ട. ഞാൻ പറഞ്ഞു, നിങ്ങളാണ് ആങ്കർ. അല്ലല്ലോ, നിങ്ങൾ സംസാരിക്കും. ഞാൻ സംസാരിച്ചോളാം. പ്രിയമുള്ളവരെ, പറഞ്ഞ് അവസാനിപ്പിക്കുക. പറയട്ടെ. പ്രിയമുള്ളവരെ, നിങ്ങൾ ഈ ഒച്ച ഉണ്ടാക്കിയാലൊന്നും സത്യം മറഞ്ഞു പോയല്ല. പറയട്ടെ. ഉണ്ണിച്ചേട്ടാ പറയട്ടെ. അതിന് എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായ മറുപടിയാണോ നിങ്ങൾ പറഞ്ഞത്? അല്ലല്ലോ. ഞങ്ങൾ പറയേണ്ട കാര്യം പറയണം. പറയട്ടെ. ഇവിടെ നമ്മുടെ സാറേ, തലോലപ്പറമ്പ് പഞ്ചായത്തിനെ തലോറമ്പ് പഞ്ചായത്ത് മാത്രമല്ല, കേരളത്തിലെ എല്ലാ പഞ്ചായത്തിനെയും സംബന്ധിച്ചിടത്തോളം ഗ്രാമീണ റോഡുകളും പാലങ്ങളും അംഗനവാടികളും
അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിലുള്ള ആരോഗ്യ സുരക്ഷാ മേഖലകളും ഒക്കെ ശക്തിപ്പെടുത്തുകയും കുട്ടികളുടെയും സ്ത്രീകളുടെയും ഉന്നമനം ലക്ഷ്യമാക്കുകയും ചെയ്യുന്നതാണ് പരമപ്രധാനമായ വികസനമായി നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ കാര്യങ്ങളിൽ ബഹുമുഖമായ പദ്ധതികളിലൂടെ UDF ഗവൺമെൻറ് അധികാരത്തിൽ UDFിൻ്റെ മുന്നണി അധികാരത്തിൽ വന്നാൽ ഈ ജനങ്ങളെ ഈ ഗ്രാമീണ റോഡുകൾ നിങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ഫണ്ടുകൾ കേരള ഗവൺമെൻറ് വെട്ടിക്കുറച്ച് 5-6 ലക്ഷമാക്കി ചുരുക്കിയിരിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഭരിച്ചിരുന്ന ഉമ്മൻചാണ്ടിയുടെ സർക്കാരിൻ്റെ കാലത്തിലൊക്കെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഫണ്ട് വിഹിതം ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൊടുത്തുകൊണ്ട് ഗ്രാമീണ മേഖലയിൽ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കിയിട്ടുണ്ട്. അത് ഗ്രാമീണ റോഡുകളാണെങ്കിലും പാലങ്ങളാണെങ്കിലും അംഗനവാടികളാണെങ്കിലും അതുപോലെ തന്നെ ആരോഗ്യ മേഖലയാണെങ്കിലും ഒക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ സർക്കാരിനെ സംബന്ധിച്ച് ഇപ്പോൾ സർക്കാർ ചെയ്യുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഫണ്ടൊക്കെ വെട്ടിക്കുറയ്ക്കുകയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഫണ്ടുകൾ സുരക്ഷിതമാക്കുകയും അതുപോലെ തന്നെ ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തിയും ഇപ്പോൾ പടിഞ്ഞാറൻ മേഖലയിലുള്ള വെള്ളക്കെട്ടുകൾ ഒഴിവാക്കുവാനുള്ള പ്രായോഗിക നിർദ്ദേശങ്ങൾ മെനഞ്ഞുകൊണ്ടും സമഗ്രമായ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ ജീവിത നിലവാരത്തെ മെച്ചപ്പെടുത്തുവാൻ ആവശ്യമുള്ള സമഗ്രമായ വികസന പ്രവർത്തനങ്ങൾ ആലോചിച്ച് പ്രകടന പത്രികയായി ഞങ്ങൾ ഇറക്കി സമയബന്ധിതമായി പൂർത്തീകരിച്ച് ഈ ജനങ്ങളിൽ വെക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും. ജനങ്ങളെ ജനാധിപത്യത്തെയും ജനങ്ങളെയും ആദരിക്കുകയും ബഹുമാനിക്കുകയും വിശ്വസിക്കുകയും അവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് വികസന പ്രവർത്തനങ്ങൾ തുടങ്ങുവാനുള്ള സംരംഭങ്ങൾ UDF സംവിധാനം ചെയ്യുമെന്ന് മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ നമുക്ക് സമയപരിമിതി മൂലം ദൃശ്യ പോരാട്ടം ആലപ്പാട് ഗോൾഡ് ദൃശ്യ പോരാട്ടം 2025 ഇവിടെ അവസാനിക്കുകയാണ്. ഇവിടെ ഭരണപക്ഷം വികസന കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു, വിമർശിച്ചുകൊണ്ട് പ്രതിപക്ഷവും പറഞ്ഞു. ജനങ്ങൾ വിലയിരുത്തട്ടെ. നന്ദി, നമസ്കാരം. ദൃശ്യ പോരാട്ടം 2025 നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ആലപ്പാട് ഗോൾഡ്, പാല, മുണ്ടക്കയം, കറുകച്ചാൽ. സ്പോൺസേർഡ് ബൈ മേരി ക്വീൻസ് ഹോസ്പിറ്റൽ, 26 മൈൽ, കാഞ്ഞിരപ്പള്ളി. സ്വർണം പണയം വെച്ചിട്ട് തിരിച്ചെടുക്കാൻ പ്രയാസപ്പെടുകയാണോ? അല്ലെങ്കിൽ ലേലത്തിൽ പോകുമോ എന്ന ആശങ്കയുണ്ടോ? കയ്യിലെ സ്വർണത്തിന് എവിടെ മികച്ച വില ലഭിക്കുമെന്നറിയാതെ വിഷമിക്കുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ ഉടൻ ആലപ്പാട് ഗോൾഡിലേക്ക് വിളിക്കൂ. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾക്ക് മാർക്കറ്റിലെ അതാത് ദിവസത്തെ വില ഇവിടെ ലഭിക്കും. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും എത്ര പഴയതായാലും ആലപ്പാട് ഗോൾഡ് അന്നുള്ള ദിവസത്തെ മാർക്കറ്റ് വില നൽകി സ്വർണം തിരിച്ചെടുക്കുന്നു. GPay, RTGS, NEFT, ചെക്ക് എന്നിവയുടെ സൗകര്യവും ഉണ്ട്. പണത്തിന്റെ ടെൻഷൻ വേണ്ട. ആലപ്പാട് ഗോൾഡ് നിങ്ങളുടെ സ്വർണത്തിന് വിപണിയിലെ ഏറ്റവും ഉയർന്ന വില നൽകുന്നു. 2001 മുതൽ കേരളത്തിലെ നമ്പർ 1 ഓൾഡ് ഗോൾഡ് പർച്ചേസ് ഷോപ്പായ ആലപ്പാട് ഗോൾഡ് സാധാരണക്കാരെ സഹായിക്കാൻ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നു. ജനസേവനമാണ് നമ്മുടെ ലക്ഷ്യം. വിശ്വാസത്തോടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കാൻ ആലപ്പാട് ഗോൾഡിനെ സമീപിക്കാം. ഞങ്ങൾ സ്വർണത്തിന് യഥാർത്ഥ മൂല്യം നൽകുന്നു. ഞങ്ങളുടെ സ്ഥാപനങ്ങൾ മുണ്ടക്കയം KK റോഡിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ അടുത്ത് അജ്ഫ ബേക്കേഴ്സ് ബിൽഡിംഗിലും കറുകച്ചാലിൽ മല്ലപ്പള്ളി റോഡിലുള്ള ഫെഡറൽ ബാങ്ക് ബിൽഡിംഗിലും പ്രവർത്തിക്കുന്നു. അതുകൂടാതെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മുടെ സർവീസ് ലഭ്യമാണ്. സ്വർണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇനി ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ നമ്പറിലേക്ക് ഒരു ഫോൺ കോൾ മതി. ആലപ്പാട് ഗോൾഡ് നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ അടുത്തെത്തും. ആലപ്പാട് ഗോൾഡ് എന്നും നിങ്ങളോടൊപ്പം. Mother soothes, Mother cares, Mother protects, Mother finds always reason to smile. Mother stands up for you for everything. Mary Queen's Mission Hospital, Kanirapalli, Kottayam. We care, God cures. Introducing South India's largest sanitary ware showroom, now in Pala. Welcome to Cochin Saniwares, where luxury meets innovation. Here, every leading sanitary ware brand has its own exclusive space, designed to bring their world to life. Step inside and experience the future of your home, with real-time previews that let you see exactly how your bathroom, kitchen, or living spaces will look before you decide.
കൈകളുടെ അലങ്കാരങ്ങൾക്ക് പരിശുദ്ധ സ്വർണത്തിന്റെ പൊൻപ്രഭയേകാൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ബാംഗിൾ ഫെസ്റ്റ്. സമാനതകളില്ലാത്ത ഏറ്റവും പുതിയ ഡിസൈൻ വളകൾക്കൊപ്പം ട്രഡീഷണൽ വളകളുടെ അത്യാകർഷകമായ കളക്ഷനുമായി ഒക്ടോബർ 17 മുതൽ 24 വരെ ഞങ്ങളുടെ തൊടുപുഴ ഷോറൂമിൽ വരൂ. മനസ്സിനിണങ്ങിയ സ്വർണം മിതമായ വിലയിൽ സ്വന്തമാക്കുന്നതിനൊപ്പം അലങ്കാരങ്ങളുടെ പൂർണ്ണത അനുഭവിച്ചറിയാൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു.